السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا. فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله في البحر عجبا قال ذلك ما كنا نبغ فارتدا على آثارهما قصصا. فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് അല്ലാഹുവിന്റെ മഗ്ഫിറത്തും അവന്റെ പൊരുത്തവും റഹ്മത്തും അർഹിക്കുന്നവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയ്യിദുന മൂസ നബി അലൈഹിസ്സലാമിന്റെയും ഖിദർ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്ര ഭാഗത്തേക്കാണ് നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ എത്തി നിൽക്കുന്നത്. ഫിത്നത്തുൽ ഇൽം എന്ന് പറഞ്ഞ വിവരമില്ലായ്മ കൊണ്ടോ വിവരം ഉണ്ടെന്ന് മനുഷ്യൻ ഭാവിക്കുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന വലിയ അപകടങ്ങളെ അതിജീവിക്കാനുള്ള പരിഹാരം പഠിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഓതിവെച്ച ഭാഗം. وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا. സയ്യിദുന മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഉലുൽ അസ്മുകൾ എന്ന് പറഞ്ഞ 5 പരിശുദ്ധരായ മുർസലീങ്ങളിൽപ്പെട്ട മഹാനാണ് സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം. കലീമുല്ലാഹിയാണ്, അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ചു. അള്ളാഹുവിന്റെ കലാം മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് കേട്ടു. ആ ഭാഗ്യമുണ്ടായ നബിയാണ്. ഒരുപാട് മുഅ്ജിസത്തുകൾ നൽകപ്പെട്ട നബിയാണ് സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം. മഹാനായ പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലുകൾക്ക് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഫവഅല മൗഇദതൻ ബലീഗ, അർത്ഥഗർഭമായ ഒരുപാട് ആശയങ്ങൾ പഠിക്കാനുള്ള ഒരു ക്ലാസ് മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഇസ്രായേൽ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോ
ആ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന പോക്കിൽ ഒരാൾ ചോദിക്കുകയുണ്ടായി മുസനബി അലൈഹിസ്സലാമിനോട്, മുസനബിയെ, നിങ്ങൾ ഒരുപാട് കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, അതുകൊണ്ട് ഹൽ ഹുനാക മൻ ഹുവ അഅലമു മിൻക, നിങ്ങളെക്കാളും അറിവുള്ള ആരെങ്കിലും ഇപ്പൊ ലോകത്തുണ്ടാകുമോ എന്ന് ചോദിച്ചു. മുസനബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. ചോദ്യം ഇതാണ്, അങ്ങയെക്കാളും ഇൽമുള്ള ഒരാൾ ഈ ലോകത്ത് വേറെയുണ്ടോ, മനുഷ്യരിലുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട് എന്നല്ലാതെ വേറെ ഒരാളില്ല എന്ന് മുസനബി അലൈഹിസ്സലാം പറയാണ്. ആ പറയാനുണ്ടായ സാഹചര്യം, ഒന്ന്, മുസനബിയെ പോലെ കിതാബ് നൽകപ്പെട്ട വേറെ ഒരു നബി ആ സമയത്തില്ല. തൗറാത്ത് എന്ന് പറഞ്ഞ കിതാബ് 40 ലൈല, 40 ദിവസത്തെ മുസനബി അലൈഹിസ്സലാമിന്റെ നോമ്പനുഷ്ഠാനത്തിന് ശേഷം അല്ലാഹു തആല നൽകിയ അങ്ങനെ ഒരു കിതാബ് ലഭിച്ച ഒരു നബി വേറെയില്ല. നബിയുണ്ട്, പക്ഷെ കിതാബില്ല. ആരാ നബി? സയ്യിദനാ ഹാറൂൻ അലൈഹിസ്സലാം, മുസനബിയുടെ ജ്യേഷ്ഠൻ നബിയാണ് ഹാറൂൻ അലൈഹിസ്സലാം. ഹാറൂൻ അലൈഹിസ്സലാമും മുസനബിയും മാത്രമാണ് ആ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാർ. അതിൽ കിതാബ് നൽകപ്പെട്ട ആൾ മുസനബിയാണ്. ഉലുൽ അസ്മ മുസനബി അലൈഹിസ്സലാമാണ്. കലീമുല്ലാഹി മുസനബി അലൈഹിസ്സലാമാണ്. അപ്പോ മുസനബി അലൈഹിസ്സലാം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, ഇപ്പോ അല്ലാഹു തആല അറിവ് നൽകിയതിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആൾ ഞാൻ തന്നെയാണ് എന്ന് മുസനബി അലൈഹിസ്സലാം അതിന് മറുപടി കൊടുത്തു. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഇടപെടൽ വരുന്നത്. അങ്ങനെ ആയിരുന്നില്ല മുസനബിയെ നിങ്ങൾ പറയേണ്ടത്. വല്ലാഹു അലം, അള്ളാഹുവാണ് ഏറ്റവും അറിവുള്ളവൻ എന്നായിരുന്നു നിങ്ങൾ പറയേണ്ടിയിരുന്നത്. അല്ലാഹു അലം അങ്ങനെ പറയണം. വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, എല്ലാ ഇൽമുള്ളവർക്ക് മീതെയും അതിനേക്കാളും ഇൽമുള്ള ആരെങ്കിലും ഉണ്ടാകുമെന്നാണ്. ഏതൊരു വിഷയമാണെങ്കിലും. ഒരു IT പ്രൊഫഷണലാണെന്ന് വിചാരിക്കുക, കുറെ കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എന്നാലും അത്ര വർഷം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ അയാളെക്കാളും അറിവുള്ള ആളുണ്ടാവുന്ന ഏത് വിഷയം അങ്ങനെയാണ്. ഏത് വിഷയവും വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, എല്ലാ ഇൽമുള്ള ആളുകൾക്ക് മീതെയും അലീമായ ഒരാൾ, ആലിം എന്ന് പറഞ്ഞാൽ വിവരമുള്ളവൻ, അലീം നന്നായി അറിവുള്ള ഒരാൾ അതിന്റെ മീതുണ്ടാവും. ഇൽമുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുതരം അപകടം അള്ളാഹുടെ സൂചിപ്പിക്കുകയാണ്. അത് പക്ഷേ മൂസ നബി അലൈഹിസ്സലാമിന് ഉണ്ടായിട്ടില്ല. മൂസ നബി അലൈഹിസ്സലാം ഞാൻ തന്നെയാണ് അലമു അഹ്ലിൽ അർള്, ഇന്ന് അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ഇൽമുള്ള ആൾ ഞാൻ തന്നെയാണെന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് അഹങ്കാരത്തിന്റെ ഭാഷയിലല്ല, ഉള്ള യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്തു. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന സയ്യിദു വുൽദി ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ നേതാവ് ഞാനാണ്. വലാ ഫഖറ, ഇത് അഭിമാനം പറയല്ല, ഹഖീഖത്ത് അങ്ങനെയാണ്. അവ്വലു മൻ യുബ്അസു അന, ആദ്യമായി പുനർജന്മം നൽകപ്പെടുന്ന ആള് ഞാനാണ്. അല്ലേ? അവ്വലു ശാഫിഇൻ വ മുശഫഇൻ, ശഫാഅത്തിന് അല്ലാഹുവിനോട് ചോദിക്കാനും ആ ശഫാഅത്ത് സ്വീകരിക്കപ്പെടാനും അർഹതയുള്ള ആള് ഞാനാണ്. അവ്വലു മൻ യുഫ്തഹു ലഹു ബാബുൽ ജന്നതി അന, സ്വർഗത്തിന്റെ വാതിൽ ആദ്യം തുറക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. വലാ ഫഖറ, ഇതൊന്നും ഞാൻ അഭിമാനം പറയുകയല്ല, യാഥാർത്ഥ്യം അങ്ങനെയാണ് എന്ന് നബി തങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അല്ലാഹു തആല നമുക്കൊരു പാഠം പഠിപ്പിക്കുകയാണ്. ഏതൊരു വിഷയമാണെങ്കിലും അല്ലാഹു അലം എന്ന് പറയണമെന്നാണ്. അല്ലാഹുവാണ് കൂടുതൽ അറിവുള്ളവൻ, അല്ലാഹുവിനാണ് കൂടുതൽ അറിവുള്ളത്, നമുക്കറിയില്ല. ഇപ്പോ ചില മസ്അലകളുടെ ഒക്കെ ഫത്വ പറഞ്ഞു കഴിയുമ്പോൾ ഉലമായുടെ അടിയിൽ എഴുതും അല്ലാഹു അലം, അല്ലാഹുവിനെ ഏറ്റവും നന്നായി അറിയാം. അതിനർത്ഥം ഈ പറഞ്ഞ മസ്അല തെറ്റാണ് എന്നല്ല, ആ മസ്അലയുടെ ഫത്വ തെറ്റാണ് എന്നുമല്ല. ആ ഒരു തവാദുഅൻ, എങ്ങനെയാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, ഇതിനേക്കാളും അറിവുള്ള വേറൊരാളുണ്ടായിരിക്കും, അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ അതിനൊരു അദബിന് വേണ്ടിയും പിന്നെ ഇൽമ് അള്ളാഹുവിലേക്ക് വിടാൻ വേണ്ടി, അള്ളാഹുവിനെ അറിയുള്ളൂ, നമ്മൾ മനസ്സിലാക്കിയത് ശരിയാണോ എന്ന് അള്ളാഹുവിനല്ലേ അറിയുള്ളൂ. ആലിമീങ്ങൾക്ക് പരിശ്രമത്തിന് ഒരു കൂലിയും, അവർ ഒരു മസ്അല അവർ ഇജ്തിഹാദ് ചെയ്ത് തെറ്റിപ്പോയാൽ ഒരു കൂലിയും, ശരിയായാൽ 2 കൂലിയും എന്നാണ്. പരിശ്രമത്തിന് കൂലി ഉണ്ടെന്നാണ്. മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയാ, മൂസ നബിയെ, നിങ്ങൾക്ക് മനസ്സിലാവാത്ത ചില വിഷയങ്ങൾ മനസ്സിലായ ഒരാൾ നിങ്ങളുടെ ഈ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾ അയാളെ പോയി ഒന്ന് കാണണം.
ആ ആളാണ് മഹാനായ സയ്യിദുന ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഖദർ നബി അലൈഹിസ്സലാമിന് മൂസ നബി അലൈഹിസ്സലാമിന് ഇല്ലാത്ത ഇൽമുണ്ട് എന്നല്ലാതെ മൂസ നബിയെക്കാളും ശ്രേഷ്ഠൻ ഇൽമിൽ ആരല്ല? ഖദർ നബി അലൈഹിസ്സലാം അല്ല. ഖദർ നബിയെക്കാളും ഇൽമുള്ള ആളാരാണ്? മൂസ നബി അലൈഹിസ്സലാമാണ്. പക്ഷെ മൂസ നബി അലൈഹിസ്സലാമിന്റേത് ഇൽമു ശരീഅത്തിന്റെ ഇൽമാണ്. ഖദർ നബി അലൈഹിസ്സലാമിന്റേത് ഇൽമുൽ ഹഖീഖ, ഹഖീഖത്തിന്റെ ഇൽമാണ്. മില്ലദുന്ന ഇൽമ അല്ലാഹു തആല പറയുന്നുണ്ട്, എന്റെ ഭാഗത്ത് നിന്ന് ഞാനായി അറിയിച്ചു കൊടുത്ത ലദുന്നിയായ ഇൽമ ആർക്കുണ്ട്? മഹാനായ ഖദർ നബി അലൈഹിസ്സലാമിനുണ്ട്. ആ വിവരം ആർക്കില്ല? മൂസ നബി അലൈഹിസ്സലാമിനില്ല. കാരണം സ്വഹീഹിൽ വന്ന ഹദീസിൽ തന്നെ കാണാൻ കഴിയും, മൂസ നബി അലൈഹിസ്സലാം ഖദർ നബിയെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു, ഖദർ നബിയെ അൻത അലാ ഇൽമിൻ അല്ലമകല്ലാഹു ഇയ്യാഹ ലൈസ ഇൻദി ദാലികൽ ഇൽം, നിങ്ങൾക്ക് അല്ലാഹു ചില ഇൽമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് എന്റെ അടുത്തില്ല. വഅന അലാ ഇൽമിൻ അല്ലമനിഹില്ലാഹ് അൻത ലാ തഅരിഫു, എനിക്ക് അല്ലാഹു ചില ഇൽമ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ഖദർ നബിയെ നിങ്ങൾക്കും അറിയില്ല. അപ്പൊ രണ്ടുപേർക്കും രണ്ട് ഭാഗങ്ങളിൽ അല്ലാഹു തആല എക്സലൻസ് കൊടുത്തു എന്നാണ്. പക്ഷെ മൊത്തത്തിൽ മുത്ലഖൻ നിരുപാധികം മൂസ നബി അലൈഹിസ്സലാമിനേക്കാളും ഇൽമ ഖദർ നബിക്കുണ്ടോ? ഇല്ല, മൂസ നബി അലൈഹിസ്സലാമിന് തന്നെയാണ്. കാരണം മുർസലാണ്, ഉലുൽ അസ്മിൽപ്പെട്ട നബിയാണ്, കിതാബ് നൽകപ്പെട്ട നബിയാണ്. അല്ലാഹു തആല വളരെ ആദരവ് കൊടുത്ത പ്രവാചകനാണ് സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം. മൂസ നബിയുടെ കാലം ഈസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നതിന്റെയും 1200 കൊല്ലങ്ങൾക്ക് മുമ്പാണെന്ന് നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു. അതായത് ഇവിടുന്ന് ഈ സംഭവ ചരിത്രം നടക്കുന്നത് 3200 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അല്ലാഹു തആല പറയാണ് സയ്യിദുന മൂസ നബി അലൈഹിസ്സലാമിനോട്, وَإِذْ قَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ أَوْ أَمْضِيَ حُقُبًا. وَإِذْ قَالَ مُوسَى, മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞ നേരം ഓർക്കുക നബിയെ, ലിഫതാഹു, തന്റെ പരിചാരകനോട്. ആ ഫത എന്ന് പറഞ്ഞ യുവാവ് ഒരു നബിയാണ്. യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാം എന്നാണ് അവരുടെ പേര്. യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാം. യൂഷ, നമ്മുടെ കുട്ടികൾക്കൊന്നും യൂഷ എന്നും പേരിടാറില്ല അല്ലേ? യൂഷ ബിൻ നബിന്റെ പേരാണ് യൂഷ. ഹാരിസ് അടുത്ത കുട്ടിക്ക് അതായിക്കോട്ടെ അല്ലെ? യൂഷ ബിൻ നൂൻ, യൂഷ നബി അലൈഹിസ്സലാം, യൂഷ ബിൻ നൂൻ. അവര് നബിയാണ്. പക്ഷെ മൂസ നബി അലൈഹി സ്വലാമിന്റെ കൂടെ പോകുമ്പോൾ നബിയല്ല, പിന്നീട് നബിയായ മഹാനാണ്. ഖദർ നബി അലൈഹിസ്സലാം നബിയാണോ അതല്ല അള്ളാഹുവിന്റെ വലിയാണോ? ഓ അബ്ദുൻ സ്വാലിഹൻ, ഒരു സ്വാലിഹായ മഹാനായിരുന്നു. ഇതൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഒരാളിപ്പോ നബിയാണെന്ന് പറഞ്ഞു, അല്ലാന്നുണ്ടല്ലോ. ശരിയാണ്, അല്ലാന്നുണ്ട്. വലിയാണെന്ന അഭിപ്രായമുണ്ട്. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പ്രബലമായ അഭിപ്രായം. മഹാനായ ഖദർ നബി അലൈഹിസ്സലാമും പ്രവാചകൻ യൂനുസ് നബി അലൈഹിസ്സലാമും മരിച്ചിട്ടില്ലെന്നാണ് അങ്ങനെ പറയുന്ന ആലിമീങ്ങളുണ്ട്. അല്ല, മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ഖദർ നബി അലൈഹിസ്സലാം വളരെ മുമ്പ് വന്നു. ഖദർ നബിമാരും മുർസലീങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നബിമാർക്ക് പ്രബോധനം ചെയ്യുന്ന നിർബന്ധമില്ല, അവർക്ക് അല്ലാഹു വഹി കൊടുക്കും. അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ മുർസലാണെങ്കിൽ, റസൂലാണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോ ഖദർ നബിയാണ്, ആരല്ല? റസൂലല്ല അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ ഖദർ നബി അലൈഹിസ്സലാം ഏത് സമൂഹത്തിലേക്ക് അയക്കപ്പെട്ടു അങ്ങനെയൊന്നും ചരിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല. ഖദർ നബിയുടെ ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്, കുറെ ചരിത്ര സംഭവങ്ങളുണ്ട് ഖദർ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട. ഖദർ നബിയെ നേരിട്ട് കണ്ടവരുണ്ട്. മഹാനായ ശംസുൽ ഉലമ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരുപാട് ആളുകൾ ഞാൻ ഖദറാണെന്ന്, ഖദർ നബി അലൈഹിസ്സലാം ആണ് എന്ന് തോന്നുന്ന ഒരാളെ കണ്ട ഒരാൾ ഇപ്പൊ നാട്ടിൽ ജീവിച്ചിരിപ്പുള്ള ഒരാളുണ്ട്. അല്ലാഹു തആല ചില ആളുകൾക്ക് അത് അറിയിച്ചു കൊടുക്കും. മഹാനവറുകൾ ഗൈബിയായ ഒരു ലോകത്ത് ജീവിക്കുന്നു എന്നാ പറയാം, അദൃശ്യമായൊരു ലോകത്ത് ജീവിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞു, വഇദ് ഖാല മൂസ ലിഫതാഹ്, മൂസ നബി അലൈഹിസ്സലാം തന്റെ യുവാവിനോട്, തന്റെ കൂടെയുള്ള ചെറുപ്പക്കാരനോട്, തന്റെ മൗലയോട്, തന്റെ ഖിദ്മത്ത് ചെയ്യുന്ന ഖാദിമിനോട് പറഞ്ഞ നേരം ഓർക്കുക നബിയെ, ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ, മജ്മഉൽ ബഹ്റൈൻ വരെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഔ അംദിയ ഹുഖബ, അല്ലെങ്കിൽ ഒരുപാട് കാലഘട്ടം ഞാൻ അന്വേഷണത്തിൽ കാലം കഴിച്ചേക്കും, എനിക്ക് മജ്മഉൽ ബഹ്റൈനിൽ എത്തണം എന്ന് മൂസ നബി അലൈഹിസ്സലാം തന്റെ കൂട്ടുകാരനോട് പറയുന്നു. അല്ലാഹു തആല പറയാണ്, നിങ്ങൾ മജ്മഉൽ ബഹ്റൈൻ വരെ യാത്ര പോകണം. ഈ മജ്മഉൽ ബഹ്റൈൻ എവിടെയാണ് എന്നത് ഗവേഷകന്മാർ കണ്ടെത്തേണ്ട വിഷയമാണ്. അത്
ഷർമ-ഷെയ്ഖ് പോയവരുണ്ടോ? അമീർക്ക് പോയിരുന്നോ ഷർമ-ഷെയ്ഖ്? ഗൾഫ് ഓഫ് അഖബയും ഗൾഫ് ഓഫ് സൂയിസും, സൂയസ് കനാൽ കടന്നു പോകുന്ന നമ്മുടെ ചെങ്കടലിന്റെ ഈജിപ്തിനോട് ചേരുന്ന ഭാഗം ഗൾഫ് ഓഫ് അഖബയുണ്ട്. ഒരു ഭാഗത്ത് ജോർഡാനിലേക്ക് കടന്നു രണ്ട് കൈകളായിട്ടാണ് ആ കടല് മേലെ നിന്ന് യമനിൽ നിന്നങ്ങോട്ടങ്ങ് പോന്നു കഴിഞ്ഞാൽ, വെസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് കൈകൾ പോലെ ഒരു ഭാഗം അഖബ ഉൾക്കടലാണ്, ഒരു ഭാഗം സൂയസ് ഉൾക്കടലാണ്. ഈ സൂയസ് ഉൾക്കടലിന്റെ ഈ ഇടതു ഭാഗമാണ് ഈജിപ്റ്റായിട്ട് വരിക. സൂയസ് ഉൾക്കടലിന്റെ വലതു ഭാഗമാണ് സീന. അഖബ കടന്നു കഴിഞ്ഞാൽ അഖബയുടെ ഇടതു ഭാഗം സീനയാണ്, വലതു ഭാഗം ജോർദാനാണ്. സൗദി അറേബ്യയുടെ ഭാഗമുണ്ട്, ജോർദാനുമുണ്ട്. അപ്പൊ ഈ അഖബയും സൂയസും ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലം, അവിടെ റഅസ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഇന്ന് ഷർമ-ഷെയ്ഖാണത്. ഷർമ-ഷെയ്ഖിലെ റഅസ് മുഹമ്മദ് എന്ന് പറയുന്ന അവിടെ ഒരു വലിയ പാറക്കെട്ടുണ്ട്. ആ പാറക്കെട്ടിൽ നിന്ന് അവിടെ വെള്ളം വളരെ ആഴം കുറവുള്ള സ്ഥലമാണ്. വളരെ മനോഹരമായ തെളിമയുള്ള വെള്ളമാണ്. 2 കിലോമീറ്ററോളം ആഴമില്ലാത്ത വെള്ളമുള്ള പ്രദേശമാണത്. അവിടെയാണ് ഈ സംഭവം, ചരിത്ര സംഭവം നടക്കുന്നത്. അവിടെയാണ് അവര് കപ്പൽ കയറിയത്. അതൊക്കെ നടന്നത് അഖബ ഉൾക്കടലും സൂയസ് ഉൾക്കടലും ഒരുമിച്ച് ചേരുന്ന പ്രദേശം. ഇന്നത് ഷർമ-ഷെയ്ഖാണ്. ഈജിപ്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്, അതിൽപ്പെട്ട സ്ഥലമാണ്. റഅസ് മുഹമ്മദ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അതാണ് അവരെന്തുകൊണ്ട് അങ്ങനെ പേരിട്ടതെന്ന് അറിയില്ല. അങ്ങനെ ഒരു പാറയുണ്ട് അവിടെ. ആ ഒരു പാറക്ക് മുകളിലാണ് മൂസ നബി അലൈഹിസ്സലാമും തന്റെ പരിചാരകനും വിശ്രമിച്ചത്. ചരിത്രം വഴി പറയാം. ഇന്ന് നമുക്ക് ചരിത്രം, മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അങ്ങ് അവസാനിക്കുന്നത് വരേക്കും പറയണമെന്നാണ് ആഗ്രഹം. നമുക്ക് ഏകദേശം 59-ാമത്തെ ആയത്തിന് ശേഷം 60-ാമത്തെ ആയത്ത് മുതലാണ് അടങ്ങിയത്. 60 മുതൽ 72 വരെയുള്ള ആയത്തുകൾ നമുക്കൊരു 2 പേജ് ഇന്ന് പഠിക്കാനുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചില ആൾക്കാർക്ക് ഇവിടെ അറിയും. നമ്മള് മുമ്പ് ചില സൂചനകളൊക്കെ തന്നിരുന്നു. നമ്മള് ഖുർആൻ ക്ലാസ് ഇന്നത്തോടുകൂടെ ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ്. ഇത് ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് ചില സാങ്കേതിക കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മൊത്തത്തിൽ എന്താണ് വിഷയങ്ങളെന്ന് പറയുന്നില്ല. അപ്പോ അതുകൊണ്ട് ഇനിയിപ്പോ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിലെന്ന് വിചാരിച്ച് നമുക്ക് ഒരുമിച്ചത് പൂർത്തിയാവുകയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. അതൊരു എനിക്ക് വിഷമാണ്, നിങ്ങൾക്ക് വിഷമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥയിലാണ് ഉള്ളത്. അപ്പോ ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ലെവലായി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ ആയുസ്സുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചുറ്റുപാടാണെങ്കിൽ അങ്ങനെ തുടങ്ങണം എന്നാണ് ആഗ്രഹം ഇൻഷാ അല്ലാഹ്. وإذ قال موسى لفتاه سيدنا موسى നബി അലൈഹിസ്സലാം അവിടുത്തെ പരിചാരകനോട് പറയാണ്, ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ, മജ്മഉൽ ബഹ്റൈൻ വരെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഔ അംളി ഹുഖബ, ഹുഖബ എന്ന് പറഞ്ഞാൽ അസ്സമനു ത്വീൽ, ഒരുപാട് കാലം എന്നാണ്. അല്ലെങ്കിൽ ഒരുപാട് കാലം ഞാൻ യാത്ര ചെയ്യും, എനിക്കങ്ങോട്ട് പോയേ പറ്റൂ. കാരണം സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം ഉള്ളത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ നിന്ന് ഈ പറയുന്ന മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ സൂയസ് കനാലിന്റെ ഭാഗം മൊത്തം ആ കടൽ ഇങ്ങനെ ചുറ്റി ഒരു സി ഷേപ്പിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരണം മൂസാ നബി അലൈഹി സ്വലാമിന്. ഒരുപാട് ഇന്ന് കണക്കാക്കിയാൽ ബസ്സിൽ തന്നെ നമുക്കൊരു 8 മണിക്കൂറോ 10 മണിക്കൂറോ യാത്ര ചെയ്യേണ്ട ദൂരം മൂസാ നബി അലൈഹി സ്വലാമിന് ഖൈറോവിൽ നിന്ന് ഇങ്ങോട്ട് എത്താനുണ്ട്. അപ്പൊ ഞാൻ എത്ര കാലമെടുത്താലും ശരി ഞാൻ മജ്മഉൽ ബഹ്റൈനിൽ വരെ ഞാൻ പോകും എന്ന് സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം തന്റെ മൗലയോട് യൂഷഅ ബിൻ നൂൻ അലൈഹിസ്സലാമിനോട് പറഞ്ഞ നേരം ഒന്ന് ഓർക്കുക നബിയെ. അപ്പൊ എന്തിനായിരുന്നു ആ യാത്ര? കാരണമൊന്നും ഖുർആൻ പറഞ്ഞില്ല. മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലുകളോട് സംസാരിച്ചതോ അവരിൽ നിന്ന് ചോദ്യം ഉണ്ടായതിന് മറുപടിയോ ഇതൊക്കെ നബി തങ്ങളാ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിലാണ്. ഖുർആനിൽ അല്ലാഹു തആല വളരെ ഷോർട്ടായിട്ടാ പറയാം, പെട്ടെന്ന് എടുത്തു പറയും. അതിന്റെ മുമ്പുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഹദീസിൽ നിന്ന് മനസ്സിലാക്കണം. പെട്ടെന്ന് പറയാം, മൂസാ നബി അലൈഹിസ്സലാം തന്റെ പരിചാരകനോട് ഞാൻ മജ്മഉൽ ബഹ്റൈൻ വരെ പോവുകയാണെന്ന് പറഞ്ഞ നേരം ഓർക്കുക. അത്രേ ഉള്ളൂ. എന്തിനു പറഞ്ഞു, എന്തായിരുന്നു വിഷയം, ഇതൊക്കെ നബി തങ്ങളാ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലമ്മാ ബലഗ, രണ്ടുപേരും എത്തിയപ്പോൾ മജ്മഅ ബൈനിഹിമാ, അവർ രണ്ടുപേരും ഒരുമിച്ച്, രണ്ടുപേരുടെ സമുദ്രത്തിന്റെ സംഗമസ്ഥാനം, രണ്ട് കടലും ഒരുമിച്ച് കൂടുന്ന സ്ഥലം, അതായത് ചെങ്കടൽ നേർരേഖയിൽ ചെന്ന് ഒരു ഭാഗത്ത് അഖബയായും ഒരു ഭാഗത്ത് സൂയസ് കനാലായും സൂയസ് ഉൾക്കടലായും കടന്നു പോകുന്ന ആ ഭാഗം. ഇപ്പൊ ഇതിങ്ങനെ ചെങ്കടലാണ് ഇന്ത്യൻ മഹാസമുദ്രം ചെങ്കടലിൽ കടന്നു വരുന്നു. യമൻ വലതു ഭാഗത്ത്, ഇടതു ഭാഗത്ത് എത്യോപ്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇങ്ങനെ വന്ന് മേലോട്ടെത്തുമ്പോ ഇതാണ് അഖബ. ഇവിടെ പോയിട്ട് കടൽ അവസാനിക്കുകയാണ്. ഇവിടെ സൂയസ്, ഇവിടെയും കടൽ അവസാനിക്കുന്നു. പക്ഷേ സൂയസ് കനാൽ ഉണ്ടാക്കിയിട്ടുണ്ട് മെഡിറ്ററേനിയൻ കടലിലേക്ക്.
കരമാർഗം, കര കീറിയിട്ട് മനുഷ്യനിർമ്മിത കനാലുണ്ട്. സൂയസ് കനാൽ വഴി ഈ ചെങ്കടൽ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധിക്കുകയാണ്. ആ മജ്മഉൽ ബഹ്റൈൻ, അങ്ങനെ ഒരു സ്ഥലം മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്നത് ഈ ഷർമു ഷെയ്ഖ് എന്ന് പറയുന്ന പ്രദേശമല്ലാതെ വേറെ ചരിത്രത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാണ് മുഫസ്സിരീങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. ബഹ്റു ഫാരിസ് വ ബഹ്റു റൂം, റോമൻ സമുദ്രവും പേർഷ്യൻ സമുദ്രവും എന്ന് പറയുന്നു. അത് രണ്ടും ഇബ്നു കസീർ തങ്ങളൊക്കെ, ഇമാം ഖുർത്തുബി തങ്ങൾ, അതുപോലെ തന്നെ ഇമാം സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിലൊക്കെ പറഞ്ഞ വ്യത്യസ്തങ്ങളായ കടൽ ഭാഗങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അന്നത്തെ ആലിമീങ്ങൾക്ക് ലഭ്യമായ അവരുടെ ആ ഒരു ജിയോഗ്രഫി പഠനങ്ങളിൽ നിന്ന് കിട്ടുന്നതിനനുസരിച്ചാണ് ഇത്തരം വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യാൻ. അപ്പൊ ഇന്നത് ഗവേഷണ വിഷയമായൊരു വിഷയമാണ്. അത് പ്രഗത്ഭരായ പണ്ഡിതന്മാർ മജ്മഉൽ ബഹ്റൈൻ, അഖബയും സൂയസ് കനാലും സൂയസ് ഉൾക്കടലും ഒരുമിച്ച് ചേരുന്ന ഇന്ന് ഷർമു ഷെയ്ഖ് എന്ന് പറയപ്പെടുന്ന പ്രദേശം, അവിടെ ഈ പാറക്കെട്ടുകളുണ്ട്. മൂസ നബി അലൈഹിസ്സലാമും തന്റെ കൂട്ടുകാരനായ യൂഷഅ ബിൻ നൂൻ അലൈഹിസ്സലാമും ഒരുമിച്ച് വിശ്രമിച്ച എന്ന് പറയുന്ന ഉണ്ട്. അവിടെ കപ്പൽ വരാൻ സാധ്യതയുള്ള 50 മീറ്റർ, ഈ പാറയിൽ നിന്ന് 50 മീറ്റർ ദൂരത്തിൽ ഒരു ചെറിയ ആഴമുള്ള ഒരു ഭാഗമുണ്ട് കപ്പലുകൾ കടക്കാൻ പറ്റുന്ന. അവിടെയായിരുന്നു കപ്പൽ വന്നതെന്നൊക്കെ പറഞ്ഞത് വളരെ വിശദമായ പഠനങ്ങൾ ഇന്ന് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഫലമ്മ ബലഗ മജ്മഅ ബൈനഹിമ, അല്ലാഹു തആല പറഞ്ഞു മൂസ നബിയെ, കഥ ഇതിന്റെ ചരിത്രം പറയാം. മൂസ നബിയെ, അങ്ങേക്കാളും അറിവുള്ള ഒരാൾ ഇന്ന് അള്ളാഹുവിന്റെ ഭൂമിയിലുണ്ട്. എന്റെ ഒരു ദാസനുണ്ട്. ആ ദാസന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയി പഠിക്കുക. നിങ്ങൾ പോവേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കൊട്ടയിൽ മത്സ്യം ഉപ്പുവെച്ച, അതായത് വേവിച്ചെടുത്ത മത്സ്യം, നിങ്ങൾക്ക് ഭക്ഷണമായി കഴിക്കാൻ പറ്റുന്ന മത്സ്യം നിങ്ങൾ ഒരു കൊട്ടയിൽ കൊണ്ടുപോവുക. മിക്തൽ എന്നാണ് പറയാ. കാസർഗോഡിലെ കൊട്ട എന്ന് പറഞ്ഞാൽ ഈ കീശിനാ കൊട്ട എന്ന് പറയാം. നമ്മുടെ കീസില്ലേ ലുലു എന്നൊക്കെ വാങ്ങണ അല്ലെ, അതിന് കൊട്ട എന്ന് പറയും. എനിക്ക് ആദ്യം അത്ഭുതപ്പെടും, റബ്ബേ എന്ത് കൊട്ട എന്ന് പറഞ്ഞാൽ നമ്മളെ മീനെ കൊണ്ടുപോകണ കൊട്ടയല്ലേ എന്ന് വിചാരിക്കും. മലപ്പുറത്തേരെ കൊട്ട എന്ന് പറഞ്ഞാൽ അതാ വിചാരിക്കുക. അപ്പോ ശരിക്ക് മലപ്പുറത്തെ കൊട്ടയല്ല, കാസർഗോഡത്തെ കൊട്ടയല്ല. കാസർഗോഡ് കൊട്ടയൊക്കെ തൂക്കി പിടിച്ചാൽ കൊണ്ടുപോകാൻ എന്ത് ഒരു ബാസ്ക്കറ്റിലായിട്ട് കൊണ്ടുപോകണം. അതിൽ മത്സ്യമുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണമാണ്. നിങ്ങൾ മജ്മഉൽ ബഹ്റൈൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ആ കടലിന്റെ വക്കിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ ഈ കൊട്ടയിൽ നിങ്ങളുടെ ഭക്ഷണമായി നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ജീവനില്ലാത്ത ഈ മത്സ്യത്തിന് ജീവൻ കിട്ടുന്ന ഒരു സ്ഥലം വരും. അതായത് ഈ മത്സ്യം കൊട്ടയിൽ നിന്ന് കടലിലേക്ക് ചാടിപ്പോകുന്ന ഒരു സംഭവം ഉണ്ടാവും. മൂസ നബിയെ, അതെവിടെയാണോ നിങ്ങൾ കാണുന്നത് അവിടെ നിങ്ങൾ എന്റെ അടിമയെ അന്വേഷിക്കണം. അവിടെ ഞാൻ പറഞ്ഞ ആളുണ്ടാവും. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് നിങ്ങളൊന്ന് പഠിക്കണം എന്ന് അല്ലാഹു തആല മൂസ നബി അലൈഹി ഇസ്ലാമിനോട് പറയാം. അങ്ങനെ ഇവർ യാത്ര പോകുന്നു. യാത്ര പോയി നമ്മൾ ഈ പറയുന്ന റസ് മുഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു പാറക്കെട്ടുകൾക്ക് അരികത്തേക്ക് എത്തുന്നു. മൂസ നബി അലൈഹി ഇസ്ലാം കൂട്ടുകാരനും പറഞ്ഞു, നമ്മളൊന്ന് റെസ്റ്റ് എടുക്കല്ലേ, കുറച്ചൊന്ന് ഉറങ്ങാം. അങ്ങനെ രണ്ടുപേരൊന്ന് വിശ്രമിച്ചു കഴിഞ്ഞ് സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തന്റെ മൗലയായ യൂഷഅ ബിൻ നൂൻ എന്നവരും അങ്ങനെ യാത്ര. അപ്പൊ ആ ഉറങ്ങുന്ന ഉറക്കിന് വിശ്രമിക്കാനിരുന്ന നേരത്ത് ഈ മത്സ്യം അവിടെ ചാടിയിട്ടുണ്ട് വെള്ളത്തിൽ. അത് പക്ഷേ അദ്ദേഹം മറന്നു. യൂഷഅ ബിൻ നൂൻ എന്നവർ പറയാൻ മറന്നുപോയി. അവർ വീണ്ടും യാത്ര, അല്ലാഹു തആല പോകാൻ വേണ്ടി പറഞ്ഞല്ലേ, കടൽക്കരയിലൂടെ അങ്ങനെ പൊയ്ക്കോളൂ, മജ്മഉൽ ബഹ്റൈൻ വഴി അഖബയുടെ ആ ഒരു റൂട്ടിലൂടെ അങ്ങനെ പൊയ്ക്കോളൂ എന്നാ. അവരെങ്ങനെ കടന്നു പോവുകയാണ്. നമ്മൾ അഖബ കടൽ കണ്ടിരുന്നു നമ്മുടെ ഫലസ്തീൻ ട്രിപ്പില്. അഖബ ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോഴാണ് ഫലസ്തീനിന്റെ ബോർഡർ എത്തുന്ന ഭാഗം, വലതു ഭാഗത്ത് അഖബ കാണാം. ഈജിപ്തിന് അഖബ ഉൾക്കടലും ബോർഡറാണ്, സൂയസ് ഉൾക്കടലും ബോർഡറാണ്, ചെങ്കടലിന്റെ ഭാഗവും ബോർഡറാണ്. അപ്പോ അത്രയും പ്രവിശാലമായ ഒരു ഏരിയയാണ് ഈജിപ്തിന്റെ ഭാഗം അഖബ. അവിടെ നെഹ്റുൽ ഹയ എന്ന് പറയുന്ന ഒരു ചെറിയ അരുവി ഉണ്ടായിരുന്നു എന്ന് തഫ്സീറിൽ കാണുന്നുണ്ട്. നെഹ്റുൽ ഹയ എന്ന് പറഞ്ഞാൽ സ്വർഗലോകത്തൊരു നെഹ്റുൽ ഹയ ഉണ്ടെന്ന് ഹദീസിലുണ്ട്. നരകവാസികളായ ആളുകളെയൊക്കെ കത്തിക്കരിഞ്ഞവരുടെ ശരീരങ്ങളൊക്കെ ആ വെള്ളത്തിൽ മുക്കിയെടുത്താൽ അവർ സുമുഖന്മാരായിട്ട് മാറും. അങ്ങനെ അവരുടെ സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോവുക. കാരണം ഈമാനുള്ള ആളുകൾ, തിന്മ ചെയ്ത ആളുകൾ മരിച്ചുപോയി, അല്ലാഹു തആല തെറ്റ് പുറത്തു കൊടുത്തില്ല, അവർക്ക് നരകപ്രവേശം ഉണ്ടാവും. എന്നിട്ട് അല്ലാഹു തആല പുറത്തു കൊടുത്താൽ അവരെന്ന് മോചിതരാകുമ്പോൾ ഈ നെഹ്റുൽ ഹയാത്തിൽ കുളിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുക, സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ അത് ജീവന്റെ പുഴ എന്നാണ്, ജീവൻ നൽകപ്പെടുന്നത് എന്നാണ്. അപ്പൊ ഈ കൊട്ട വെച്ച ഭാഗത്തായിരുന്നു നെഹ്റുൽ ഹയ എന്ന് പറഞ്ഞൊരു സ്പ്രിംഗ്, അവിടെ വെള്ളം അണപൊട്ടി ഒഴുകുന്ന വരുന്നൊരു സ്ഥലം. ആ വെള്ളത്തിന്റെ ചില റഷാഷ്, അതിന്റെ തുള്ളികൾ തെറിച്ചതുകൊണ്ടാവണം എന്ന് പറയുന്നു ഈ മത്സ്യം പെട്ടെന്ന് കൊട്ടയിൽ നിന്ന്
എങ്ങോട്ട് ചാടി? വെള്ളത്തിലേക്ക് ചാടിപ്പോയി. മൂസ നബി അലൈഹിസ്സലാം കൂട്ടുകാരൻ നടന്നു. അങ്ങനെ അവര് കുറെ ദൂരം നടന്നതിന്റെ ശേഷമാണ് സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം ചോദിക്കുന്നത്, അവർ ആ സ്ഥലമൊക്കെ കടന്നു കളഞ്ഞപ്പോ ഖാല ലി ഫതാഹ്, തന്റെ പരിചാരകനോട് പറഞ്ഞു, ആതിനാ ഗദാഅന, നമ്മുടെ ഭക്ഷണം എടുക്കിൻ, ലഖദ് ലഖീന മിൻ സഫരിനാ ഹാദാ നസബ, ഈ യാത്രയിൽ നമുക്ക് ക്ഷീണം വന്നല്ലോ, അതുകൊണ്ട് ഭക്ഷണമാവട്ടെ, നമുക്ക് ഭക്ഷണമാവാം എന്ന് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു. അതിലൊരു യാത്രയുടെ മര്യാദ ഉണ്ടെന്നാണ്. മൂസ നബി അലൈഹിസ്സലാം ഭക്ഷണം കിട്ടാതെ വിശന്ന് വേറൊരു രംഗം ചരിത്രത്തിലുണ്ട്. എന്ന് ഫിർഔനിന്റെ അരികത്ത് നിന്ന് മൂസ നബി അലൈഹിസ്സലാം ഓടിയില്ലേ? ഫിർഔന്റെ ബന്ധുവായ ഒരാൾ മൂസ നബി അലൈഹിസ്സലാമിന്റെ കയ്യാലെ ബൈ മിസ്റ്റേക്ക് കൊല്ലപ്പെട്ടു അല്ലേ? ഫഖദ അലൈഹി, മൂസ നബി കൊല്ലാൻ ഉദ്ദേശിച്ചതല്ല, തന്റെ കുടുംബക്കാരനായ ബനു ഇസ്രായേലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഖിബിത്തിക്കാരനായ ഫിർഔന്റെ വംശജനെ തള്ളിയതാണ്. പക്ഷെ ആ ഒരു പുഷിയിൽ മൂസ നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു തള്ളലിൽ അദ്ദേഹം മരിക്കുകയാണ്. അപ്പൊ മൂസ നബി യാത്ര പോകുന്നു. യാത്ര പോയി ഈജിപ്തിൽ നിന്ന് പലസ്തീനും കടന്ന് ജോർദാനിന്റെ ഭാഗത്തുകൂടെ കനാൻ വരെ എത്തി. കനാനിലെത്തി, ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ നാട്. കനാനിലെത്തി മൂസ നബി അലൈഹിസ്സലാം ഒരു വൃക്ഷത്തിന്റെ താഴെ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? ആ പെൺകുട്ടികളെ സഹായിച്ചു, അവർക്ക് വെള്ളം കുടിപ്പിച്ചു, കിണറൊക്കെ തുറന്നു കൊടുത്തു. അത്ഭുതങ്ങൾ കഴിഞ്ഞ് ഫആവ ഇലാ ഷജറത്തിൻ, ഒരു തണലുള്ള വൃക്ഷത്തിലേക്ക് ഇങ്ങനെ മൂസ നബി അലൈഹിസ്സലാം ഇരിക്കുകയാണ്. അങ്ങനെ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, പടച്ചവനെ നീ എന്ത് നന്മ എനിക്ക് ഇറക്കി തന്നാലും അതിനൊക്കെ ഞാൻ അർഹനാണ് റബ്ബേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ നിന്റെ ഭാഗത്ത് നന്മ വേണം. നല്ല വിശപ്പുള്ള നേരമാണ്. അങ്ങനെ വിശപ്പുണ്ടായിട്ടും ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ട് അതിനൊരു പകരം എനിക്ക് ഇന്നത് വേണം എന്ന് മൂസ അലൈഹിസ്സലാം ചോദിച്ചില്ല എന്ന്. അങ്ങനെ ഒരു ചോദിക്കാലോ, വിശന്ന ഒരാൾക്ക് ഞാനിത് സഹായിച്ചു തരാം, നിങ്ങൾ എന്തെങ്കിലും എനിക്ക് പകരം തരണം, ഒന്നും ചോദിച്ചില്ല. അവരെ സഹായിച്ചു കൊടുത്തു. മൂസ നബി പറഞ്ഞു, പടച്ചവനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണം റബ്ബേ, ഞാൻ നിന്റെ പടപ്പുകൾ ആരോടും ചോദിച്ചിട്ടില്ല, എനിക്ക് നിന്റെ സഹായം വേണം പടച്ചവനെ. ആ പെണ്ണുങ്ങൾ വന്നിട്ട് മൂസ നബിയെ വിളിച്ചു കൊണ്ടുപോവാൻ, ശുഐബ് നബിന്റെ മോള് വന്ന് കൊണ്ടുപോവാൻ, എന്റെ ഉപ്പ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സമ്മാനം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചതിന് വീട് വരെ വരണം. മൂസ നബി അലൈഹി സ്വലാം പിന്നാലെ പോകുന്നു. പിന്നാലെയല്ല, ആ പെണ്ണിനോട് ബാക്കിൽ നടക്കാൻ വേണ്ടി പറഞ്ഞു. മൂസ നബി മുമ്പിൽ നടന്നു. അതൊക്കെ മൂസ നബിയുടെ ജീവിതത്തിലെ വലിയ വലിയ സംഭവങ്ങളാണ്, നമുക്ക് വലിയ മാതൃകയുമാണ്. ഒരു പെണ്ണിന്റെ പിന്നാലെ ഒരു ആണുങ്ങൾ നടക്കാൻ പാടില്ല എന്ന് മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ മുമ്പിൽ നടക്കാം, വഴി എവിടെയാണ് പിഴക്കുന്നത് എന്നോട് പറഞ്ഞെന്നാ മതി, ഞാൻ മുമ്പിൽ നടക്കാൻ, നീ പിന്നിൽ വന്നാൽ മതി, അങ്ങനെ പറഞ്ഞു. അതൊരു പെണ്ണിങ്ങനെ ഒരു പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി, അന്യൊരു പെൺകുട്ടി മുമ്പിൽ നടക്കുന്നു, ഒരാണ് ബാക്കിൽ നടക്കുന്നു, അത് ശരിയല്ല എന്ന് വേഗം ഓത്തേക്ക് ചെയ്തേക്കണം എന്നാ, ആണ് മുമ്പിൽ നടന്നേക്കണം. അപ്പൊ മൂസ നബി അലൈഹിസ്സലാം അങ്ങനെ നടന്നു. അപ്പൊ ഇതൊക്കെ ഈ പെണ്ണ് ശ്രദ്ധിച്ചു. അങ്ങനെയാണ് പറഞ്ഞത്, ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ, വാപ്പയോട് പറയണ, വാപ്പ നമ്മളൊക്കെ വളരെ കഷ്ടപ്പാടിലല്ലേ, നമുക്ക് സഹായത്തിന് ആരെങ്കിലൊക്കെ വേണമെങ്കിൽ നല്ല സത്യസന്ധനാവണം. ഒന്ന്, വീട്ടിലൊക്കെ ജോലിക്ക് നിർത്തണമെങ്കിൽ ആള് സത്യസന്ധനാവണം, അള്ളാനെ പേടിക്കുന്ന ആളാവണം, പിന്നെ ആരോഗ്യമുള്ള ആളാവണം, അപ്പോഴെങ്കിലും ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ഈ മൂസ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരിൽ ഞാൻ കാണുന്നു എന്ന് ആ പെണ്ണ് മോള് പറയണ വാപ്പയോട്. അങ്ങനെയാണ് മൂസ നബി അലൈഹിസ്സലാമിനെ അവിടെ ജോലിക്ക് നിർത്തുന്നതും കല്യാണം കഴിച്ചു കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ. ആ തളർന്ന യാത്രയിൽ ഈജിപ്തിൽ നിന്ന് കനാന് വരെയുള്ള ഓട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തായിരിക്കും. നമുക്ക് മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോകുമ്പോൾ ഉംറക്ക് നമ്മൾ പോകുന്ന സമയത്ത് മനസ്സിലാവും എത്രയാണ് റബ്ബേ, അള്ളാഹിന്റെ റസൂലൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മരുഭൂമിയൊക്കെ കടന്നിട്ടാണല്ലോ യാത്ര പോയത്. നമുക്ക് വലിയ വിഷമം തോന്നും, എങ്ങനെയായിരിക്കും ആ യാത്ര. മൂസ നബി അലൈഹി സ്വലാമിന്റെ യാത്ര കണ്ടാൽ സുബ്ഹാനല്ലാഹ്, 6-7 മണിക്കൂറൊക്കെ ബസ്സൊക്കെ നോൺ സ്റ്റോപ്പ് ഓടുകയാണ്, എന്നാലും എത്തുന്നില്ല. എന്നാലും നമ്മൾ ഫലസ്തീനെ എത്തുന്നുള്ളൂ. അവിടെ നിന്നും ഫലസ്തീനും ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ജോർദാൻ വഴി, ജോർദാനിന്റെ അങ്ങ് നോർത്തിലേക്ക് ആ ഭാഗത്തേക്ക് കടക്കണം, അപ്പോഴേ കനാനിലേക്ക് എത്തുക. അത്രയും ദൂരം മൂസ നബി അലൈഹി സ്വലാം യാത്ര ചെയ്തിട്ട് മിനിമം 1 മാസമെങ്കിലും എടുത്തിട്ടുണ്ടാവും. ആ ഒരു യാത്രാക്ഷീണുണ്ടായിരിക്കെ എവിടെയും മൂസ നബിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം തരണം എന്നോ, ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും സഹായം വേണമെന്നോ ആരോടും മൂസ നബി അവിടെ ചോദിച്ചിട്ടില്ല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശപ്പിന്റെ പരാതി പറഞ്ഞില്ല. പക്ഷേ കൂടെ ഒരാളുണ്ട് ഇവിടെ, യൂഷഅ ബിൻ നൂൻ. മൂസ നബി ഒറ്റക്കുള്ള യാത്രയാണെങ്കിൽ ഇത് പറയൂല. തന്റെ കൂടെ ഒരാളുണ്ട്. അപ്പോ ചിലർക്ക് ഭക്ഷണം തീരെ വേണ്ടാത്ത ആൾക്കാരുണ്ടോ യാത്രയിൽ, ചിലർക്ക് വണ്ടി കയറിയ വിശക്കണ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വണ്ടി കയറിയ പിന്നെ വിശപ്പ്, പിന്നെ ഇവർക്ക് ഷവർമ വാങ്ങണം, അത് വീട്ടിലിരിക്കുമ്പോൾ ഒരു വിശപ്പ് ഉണ്ടാവില്ല. കുട്ടികളൊക്കെ അങ്ങനെ ഉണ്ടാവും, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത മക്കളൊക്കെ വണ്ടി കയറി അപ്പോഴേക്ക് വിശന്നു.
എന്നാലോ എത്ര ആഴ്ചകൾ യാത്ര ചെയ്താലും ഒരു ഭക്ഷണം വേണ്ടാത്ത ആൾക്കാരുണ്ടാവും. എനിക്കിങ്ങ് പോയാൽ മതി, വേറെ ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണോ എന്നതല്ല, നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അവസ്ഥ എന്താണ് അത് പരിഗണിക്കണം എന്നാണ്. അതുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാം ഇവിടെ പറയുന്നത്, ലഖദ് ലഖീന ആതിനാ ഗദാഅന, നമ്മുടെ ഭക്ഷണം, എനിക്ക് വിശന്നു എന്നല്ല പറയുന്നത്, നമുക്ക് വിശന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മുടെ ഭക്ഷണം എടുക്കും യൂഷഅബ്, നമ്മുടെ ഭക്ഷണം എവിടെ എന്ന് ചോദിക്കുന്നു മൂസ നബി അലൈഹി സ്വലാം. അപ്പൊ കൂടുള്ള ആളുകളെ പരിഗണിക്കണം എന്നാണ്. കൂടുള്ള ഒരാൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് വിശന്നിട്ടുണ്ടോ, ടോയ്ലറ്റ് പോകേണ്ട ആവശ്യമുണ്ടോ, വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, കൂടുള്ള ആളെ പരിഗണിക്കണം എന്നാണ്. നമുക്ക് വേണ്ടെങ്കിലും കുഴപ്പമില്ല, ഒറ്റയ്ക്കല്ലേ, ആരോടും പരാതി പറയണ്ട. പക്ഷെ കൂടെ ഒരാളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവരെ പരിഗണിക്കണം. അതാണ് മൂസ നബി അലൈഹി സ്വലാം ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ മഹാനായ യൂശഅ ബിൻ നൂൻ പറഞ്ഞു, മൂസ നബിയെ, ഞാനത് പറ്റ മറന്നുപോയി, ഇബ്ലീസാണ് എന്നെ പഴപ്പിച്ചത്, പിശാചാണ് എന്നെ മറപ്പിച്ചു കളഞ്ഞത്, നമ്മൾ ആ പാറക്കെട്ടിന്റെ അരികത്ത് വിശ്രമിക്കാൻ ഇരുന്നില്ലേ, അപ്പോ ഈ മത്സ്യം വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു, ഞാനത് പറയാൻ. അങ്ങനെ രണ്ടുപേരും അവരുടെ കാൽപ്പാടുകൾ നോക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു നടന്നു. GPS ഒന്നുമില്ലല്ലോ, ഏതിലെ വന്നതെന്നറിയില്ല. അപ്പൊ കാൽപ്പാടുകൾ നോക്കിയിട്ട് അല ആസാരിഹിമ, കാലടി വെച്ച ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് അതിങ്ങനെ നോക്കി നോക്കി അവർ റിവേഴ്സ് നടന്നു വന്നു. അങ്ങനെ പാറക്കെട്ട് ഇവിടെയാ മൂസ നബിയെ നോക്കുമ്പോ ആ വെള്ളം ഷാലോ എൻഡ് കഴിഞ്ഞ് ഇവിടെ ഡീപ് സൈഡ് ആരംഭിക്കുന്നിടത്ത് ഒരു വഴി പോലെ, ഒരു ചെറിയ കമാനം, ഒരു ഗുഹ പോലെ വെള്ളത്തിനുള്ളിലേക്ക് വഴി കാണുന്നു മൂസ നബി അലൈഹിസ്സലാം. അതാണ് ഫത്തഖദ സബീലഹു ഫിൽ ബഹ്രി അജബാ, സമുദ്രത്തിൽ വല്ലാത്തൊരു അത്ഭുതം. ഇങ്ങനെയുണ്ടോ വെള്ളം ഇങ്ങനെ ആർച്ചായിട്ട് നിൽക്കുന്നത്? ഫ്രീസ് ചെയ്ത ഐസ് കൊണ്ട് ചെയ്യാൻ പറ്റും, പക്ഷെ വെള്ളം അങ്ങനെ നിൽക്കൂലല്ലോ. ഇതൊരു വല്ലാത്തൊരു അത്ഭുതമാണ്. മൂസ നബിക്ക് 2 തവണയാണ് അള്ളാഹു അത് കാണിച്ചു കൊടുത്തത്. ഒന്നവർ ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് ചെങ്കടൽ മുറിച്ചു കടന്നപ്പോ കടൽ 2 ഭാഗമാക്കി അള്ളാഹു ചാല മാറ്റിക്കൊടുത്തു. എക്സോഡസ് എന്നൊക്കെ ബൈബിളിലൊക്കെ പറയുന്ന ഭാഗം, കടലിന്റെ ദ സ്പ്ലിറ്റ് ഓഫ് ദ സീ, അങ്ങനെ ഒരു സംഭവം. പച്ചവെള്ളം ഇങ്ങനെ അവിടെ സോളിഡായിട്ട് നിൽക്കുകയാണ്, ഉറച്ച പോലെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ മൂസ നബി അലൈഹി സ്വലാം ഒരു കമാനം പോലെ കാണുന്നു. മൂസ നബി അലൈഹി സ്വലാം അപ്പൊ മത്സ്യം അവിടെയാണ് ചാടിപ്പോയെന്ന് പറഞ്ഞു. നോക്കുമ്പോ അവിടെ ഒരു മത്സ്യം കാണാനില്ല. മൂസ നബി അലൈഹി സ്വലാം നടന്നു ചെന്നു, വെള്ളം നനഞ്ഞില്ല. നമ്മളൊരു ഗ്ലാസിന്റെ മീതെ നടന്നാൽ എങ്ങനെയാ അതുപോലെ അതിനകത്തേക്ക് നടന്നു. അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. അപ്പോഴാണ് ഖിദ്ർ അലൈഹിസ്സലാം ചോദിച്ചത്, അന്നാ ബി അർദിക സലാം, ആരാണോ എന്റെ നാട്ടിലോ എന്ന് സലാം പറയുന്നത്, ആരാന്ന് ചോദിച്ചു. അന മൂസ, ഞാൻ മൂസയാണ്. മൂസ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലേക്ക് വന്ന മൂസയാണോ? അതെ, ഞാൻ ബനു ഇസ്രായേലിലേക്ക് വന്നു. എന്താ വിഷയം എന്ന് ചോദിച്ചു. അല്ലാഹു തആല എന്നോട് നിങ്ങളുടെ അടുത്ത് വന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിക്കാൻ വേണ്ടി വന്നതാണ്. എന്നോടോ എന്റെ കൂടെ? അതെ. നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റൂലല്ലോ, നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റൂലല്ലോ. ഞാൻ ക്ഷമിച്ചോളാം, ഞാൻ എന്ത് ചെയ്യാം, പരമാവധി ഞാൻ ക്ഷമിച്ച് നിങ്ങളുടെ കൂടെ കൂടാം. നന്നായി ക്ഷമിക്കേണ്ടി വരും, പറ്റുമെന്ന് ചോദിച്ചു. ആ പറ്റുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തന്ന ഇൽമിൽ നിന്ന് എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരണം എന്ന കണ്ടീഷനിൽ ഞാൻ നിങ്ങളുടെ കൂടെ കൂടട്ടെയോ? ഒരു മനുഷ്യന്റെ കൂടെ നിരന്തരം കൂടുമ്പോഴാണ് ഒരുപാട് ഇൽമു കിട്ടുക എന്നാണ്. സുഹ്ബത്ത് ഉസ്താദിൻ വതൂലു സമാനി, ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇൽമു കിട്ടുന്ന വഴികൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉസ്താദിന്റെ സഹവാസം വേണം. തൂലു സമാൻ, ഒരുപാട് കാലം എന്ത് ചെയ്യണം, ഇരിക്കേണ്ടി വരും. പെട്ടെന്ന് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദർസിൽ പോയിരുന്നു, അപ്പോഴേക്കും ആള് പണ്ഡിതനായിട്ടാണ് വരണം, അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. ഏതെങ്കിലും ഒരു കിതാബ് ഓതുമ്പോഴേക്കും ലോകത്തെ മൊത്തം ഇൽമ ഒന്നും കിട്ടൂല. ഒരുപാട് കാലം അധ്വാനിക്കേണ്ടി വരുന്നതാണ്. കാലങ്ങളോളം അധ്വാനിക്കുമ്പോഴാണ് ഇൽമു കിട്ടുക. ഒരുപാട് കാലം നമ്മൾ അതിനു വേണ്ടി നമ്മൾ സമയം ഇൽമിന് കൊടുത്താൽ ഇൽമു നമുക്ക് ഇങ്ങോട്ട് തരുന്നതാണ്. നമ്മൾ തിരക്കിനടിയിൽ പോയി നോക്കിയാലൊന്നും കിട്ടൂലെന്നാ, അതൊക്കെ പെട്ടെന്ന് മറന്നുപോകും. സുഹ്ബത്ത് ഉസ്താദിൻ, ഒരു ഉസ്താദിന്റെ കൂടെ നടക്കണം. തൂലു സമാനിൻ, ഒരുപാട് കാലവും. ഞാൻ നിങ്ങളുടെ കൂടെ കൂടട്ടെ എന്ന് ചോദിക്കുകയാണ് മൂസ നബി അലൈഹിസ്സലാം. അപ്പൊ പറഞ്ഞു, ഖാല ഇന്നക ലൻ തസ്തതിഅ മഇയ സുബ്റാ, എന്റെ കൂടെ നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാൻ ഒരിക്കലും കഴിയില്ല മൂസ നബിയെ. കാരണം നിങ്ങളുടെ ഇൽമു ശരീഅത്തിന്റെ ഇൽമാണ്, എന്റെ ഇൽമു മറ്റൊന്നാണ്. എന്റെ ഇൽമു ഹഖീഖത്തിന്റെ ഇൽമാണ്. നിങ്ങൾ അസ്ബാബ് കൊണ്ടാണ് നോക്കുന്നത്, ഞാൻ ഗൈബിയായ വിഷയത്തിലൂടെയാണ് വിഷയം കാണുന്നത്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ പോയിട്ട് കാര്യമില്ല. മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, വകൈഫ തസ്ബിറു, മൂസ നബിയോട് ഖിദ്ർ നബി, വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബറ, നിങ്ങൾക്ക് വിവരമില്ലാത്തൊരു വിഷയം നിങ്ങൾ എങ്ങനെയാ ക്ഷമിക്കുക?
നമുക്ക് കാര്യം മനസ്സിലാവാതിരുന്നാൽ ക്ഷമിക്കാൻ കഴിയില്ലല്ലോ. മൂസ നബി അലൈഹിസ്സലാമിന്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ഒരു കുഞ്ഞിനെ കൊല്ലുന്നത് ഖിദർ നബി അലൈഹിസ്സലാം. അപ്പോ ഒരു ജീവൻ എടുക്കേ, അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സ്, ഒരു തെറ്റും ചെയ്യാത്തൊരു കുട്ടിയെ നിങ്ങൾ അങ്ങനെ കൊന്നോ? എന്തിനത് ചെയ്തു എന്നറിയാതിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ആരാണെങ്കിലും ക്ഷമിക്കാൻ കഴിയില്ല, നമ്മൾ അതിന് റിയാക്ട് ചെയ്തു പോകും. പക്ഷെ ഖിദർ നബി അലൈഹിസ്സലാം ചെയ്തതിന് കാരണമുണ്ട്, ആ കാരണം മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞു ഖിദർ നബി, മൂസ അലൈഹിസ്സലാം, നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല കേട്ടോ. മൂസ നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആലയുടെ മശീഅത്തുണ്ടെങ്കിൽ, അല്ലാഹ് തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ക്ഷമിച്ചു വരാം. വലാ അഅസു ലക അംറ, നിങ്ങളുടെ ഒരു കാര്യത്തിനും ഞാൻ എതിര് ചെയ്യൂല. വലാ അഅസു ലക അംറ. ചില വിഷയങ്ങൾ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ മഅരിഫത്തിന് കൊടുക്കുന്ന പല കാര്യങ്ങളും നമുക്കത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കണ്യാല മൗല എന്ന് പറഞ്ഞ വലിയൊരു മഹാനുണ്ട്, മരിച്ചുപോയി. പെരിന്തൽമണ്ണ ഭാഗത്താണ്. മൗലയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാനെ സ്നേഹിക്കുന്നവരാണ്, സ്നേഹിക്കേണ്ടവരാണ്. അപ്പോ ഒരു മുക്കുവൻ എന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാണ്, മത്സ്യം കിട്ടുന്നില്ല, ഞാൻ എന്റെ തോണിയെടുത്തിട്ട് പോയിട്ട് തീരെ മത്സ്യം കിട്ടാറില്ല. കച്ചവടക്കാർ കച്ചവടമല്ല എന്ന് പറഞ്ഞ പോലെ പരാതി പറയാം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. പറഞ്ഞു, നാളെ രാവിലെ നീ തൂണെടുത്ത് പോയിക്കോ, നിനക്കൊരുപാട്, നീ കുറച്ചങ്ങൊരു ആഴക്കടലിലേക്ക് എത്തുമ്പോ നിനക്കൊരുപാട് മത്സ്യം കിട്ടും, നല്ല മത്സ്യം കിട്ടും. നീ വല കൊണ്ട് പിടിച്ചോ. പക്ഷെ അവിടെ ഒരു വലിയൊരു മത്സ്യം അതിന്റെ വാലിട്ടടിച്ചുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് വരും. അതിനെ നീ ഒന്നും ചെയ്യരുത്, അതിനൊന്നും ചെയ്യരുത്. ബാക്കിയുള്ള മത്സ്യമൊക്കെ നീ പിടിച്ചു പോര്. 1.5 ലക്ഷം അദ്ദേഹത്തിന് കടമുണ്ടെന്ന്, കടക്ക് വീട് നീ പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പിറ്റേന്ന് പോവാണ്. മൗല അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരൊക്കെ പറഞ്ഞ ചില വാക്ക് കിട്ടി അങ്ങനെയാണല്ലോ. അങ്ങനെ പോകുന്നു, കടലിലെത്തുന്നു, ഭയങ്കര റാഹത്ത്, ഇതുവരെ കിട്ടാത്ത മത്സ്യം അദ്ദേഹത്തിന്. വല വീശുന്നത് മൊത്തം നിറയെ മത്സ്യം. അപ്പോഴാണ് വലിയൊരു മത്സ്യം അടുത്തുകൂടെ അങ്ങനെ വാലിട്ട് അടിച്ചു പോകുന്നു. അപ്പോഴേക്ക് ഇദ്ദേഹത്തിന് ആ കാര്യം മറന്നുപോയി. മൗല പറഞ്ഞിട്ടുണ്ട്, ആ മത്സ്യത്തെ ഒന്നും തുടരുത്, അതിനൊന്നും ചെയ്യരുത്. ഇയാൾ വലയിട്ടു ഈ മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി, വലിയ മീനെ കിട്ടാൻ. വല അങ്ങ് പൊട്ടിപ്പോയി. അതിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളൊരു വടി കൊണ്ട് ഈ മത്സ്യത്തിൽ അടിയടിച്ചു, നല്ലൊരു അടിയടിച്ചു. അങ്ങനെയെങ്കിലും ഇത് കിട്ടട്ടെ എന്തോ ചെയ്തിട്ടായിരിക്കും. മത്സ്യം കിട്ടിയില്ല. അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ കടന്ന് വീടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഈ വിഷയം സന്തോഷം പറയണല്ലോ, നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയെന്ന് പറയാൻ വേണ്ടി മഹാനായ മൗലയുടെ മുമ്പിലേക്ക് വരികയാണ്. അങ്ങനെ മൗല ദൂരത്തിനെ കണ്ടപ്പോഴേ, മത്സ്യം കുറെ കിട്ടിയല്ലേ? ആ കിട്ടി. വല്ലാത്ത അടിയാണല്ലോ നീ അടിച്ചത്, എന്തടിയാണെങ്കിൽ മെല്ലടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ കാലിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ നോക്കുമ്പോ ഈ കാലിന്റെ കണങ്കാലിന്റെ മസിലിൽ അടികൊണ്ടതിന്റെ അടയാളമുണ്ട്. നീ എന്ത് അടിയാടോ എന്നല്ല അടിച്ചത്? ആ അടിയുടെ അടയാളം മത്സ്യത്തിന്റെ പുറത്തുള്ളത് മഹാനായ മൗലയുടെ കാലിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഈ ഹഖീഖത്തിന്റെ ലോകം വലിയ അത്ഭുതമുള്ള ലോകമാണ്. നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റാത്ത വലിയ വലിയ അത്ഭുതങ്ങൾ അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ കാര്യം മനസ്സിലാവാതിരിക്കുമ്പോൾ പല ആളുകൾക്കും സംശയം വരും, എന്താണിത്, അങ്ങനെ കണ്ടോ? പക്ഷെ അനുഭവിച്ചറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ ഒരു ലോകം. ആ ഒരു ലോകം അല്ലാഹു തആല പരിചയപ്പെടുത്തിയ ഭാഗമാണ് ഖുർആനിലെ ഖിദർ നബി അലൈഹിസ്സലാമിന്റെ ഭാഗം. പലതും നമ്മൾ കണ്ണുകൾക്ക് നമ്മുടെ സെൻസറി ഫാക്കൽറ്റികൾക്ക് അതീതമായ വിഷയം അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാണ്. കണ്ണുകളെ കൊണ്ട് നോക്കിയാൽ മനസ്സിലാവില്ല. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ക്ഷമിച്ചുകൂടാം, ഞാനൊന്നും ചെയ്യൂല. വല അഅസുലക അംറ, നിങ്ങളുടെ ഒരു കാര്യത്തിനും ഞാൻ എതിര് ചെയ്യുകയില്ല എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദർ നബി അലൈഹിസ്സലാമിനോട് പറയാണ്. ഖാല ഫഇൻ ഇത്തബഅതനി, എന്റെ കൂടെ കൂടുകയാണെങ്കിൽ ഫലാ തസ്അൽനി അൻ ഷൈഇൻ ഹത്താ ഉഹ്ദിഥ ലക മിൻഹു ദിക്റ, എന്റെ കൂടെ കൂടിയാൽ ഓരോ വിഷയവും ഞാൻ ചെയ്യും, അതൊന്നും എന്നോട് ചോദിക്കരുത്. എന്തുകൊണ്ട് എന്ന് ചോദിക്കരുത്. ഞാനായിട്ട് അതിന്റെ മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഞാനായിട്ട് അതിന്റെ മറുപടി പറഞ്ഞു തരും. അത് പറഞ്ഞു തരും വരെ എന്നോട് എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കരുത്. ഫൻസലഖ, രണ്ടുപേരും പോവുകയാണ്. ഹത്താ ഇദാ റകിബാ ഫിസ്സഫീന, അവിടെ ഒരു കപ്പൽ വരുന്നു.
അപ്പൊ അഖബയുടെ ഈ ശർമ ഷെയ്ഖിന്റെ ഭാഗത്ത് ഈ കപ്പലടിയുന്ന നങ്കൂരമിടാൻ സാധ്യതയുള്ള ഭാഗം ആലിമീങ്ങൾ ഗവേഷണങ്ങൾ വിധേയമാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈജിപ്തിൽ നിന്ന് പോകുന്ന കപ്പലുകളാണത്. ഈജിപ്തിൽ നിന്ന് ഖൈറോയിലിന്റെ ഭാഗങ്ങളിൽ നിന്ന് കപ്പലുകൾ ജോർഡാനിലേക്ക്, അഖബയിലേക്ക്, പെട്രയിലെ ഭാഗങ്ങളിലേക്ക്, ഇങ്ങനെ ജസീറത്തുൽ അറബിലേക്കൊക്കെ പോകേണ്ട സാധനങ്ങൾ ഈജിപ്തിൽ നിന്ന് ഗോതമ്പ് കയറ്റി പോകുന്ന കപ്പലുകളൊക്കെ അഖബ വഴി ടച്ച് ചെയ്തിട്ടാണ് പോവുക. അപ്പൊ ആ ഒരു കപ്പലായിരിക്കണം. അല്ലാഹു ആലം കപ്പൽ സഞ്ചാരത്തിന്റെ സാധ്യത പുരാതന ഈജിപ്ഷ്യൻ ചരിത്രവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇന്ന് ഇവിടെ നിന്ന് 3200 കൊല്ലം എന്നാണ് ഏകദേശ കണക്ക് പറഞ്ഞത് ഈ സംഭവം നടന്നത് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ നിന്ന് 3200 കൊല്ലം, അതായത് ഈസ നബി അലൈഹിസ്സലാമിന്റെയും 1200 കൊല്ലം. അപ്പോ സയ്യിദുന മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദർ നബി അലൈഹിസ്സലാമും രണ്ടുപേരും ആ കപ്പലിലേക്ക് കടക്കുകയാണ്. മോളാരാ നോക്കുന്നത്? തോരിക്കിന്റെ മോളാണോ? ആണോ? മോളെങ്ങോട്ട് ചെല്ലേ? അപ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖിദർ നബിയും കപ്പൽ കയറാൻ നിൽക്കുമ്പോ, കപ്പലങ്ങനെ ലെവലായി നിൽക്കുമ്പോ ഒരു പക്ഷി വന്നിട്ട് ആ കടലിൽ നിന്ന് ഇച്ചിരി വെള്ളം കൊത്തിയിട്ട് ആ കപ്പലിന്റെ മൂലയിൽ വന്നിരിക്കുകയാണ്. ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൂസ നബി ആ പക്ഷിയെ കണ്ടോ? ആ കണ്ടു. ലാ യുസാവി ഇൽമി വഇൽമുക ഇൻദല്ലാഹ്, എന്റെയും നിങ്ങളുടെയും ഇൽമ്, ലോകത്തുള്ള എല്ലാ ഇൽമും അള്ളാഹുവിന്റെ ഇൽമിലേക്ക് ചേർത്തി നോക്കിയാൽ മൂസ നബിയെ ഈ പക്ഷിയുടെ ചുണ്ടിൽ, ഈ പാരാവാരമെന്ന ഈ സമുദ്രത്തിന്റെ വെള്ളത്തിൽ ഈ പക്ഷിയുടെ ചുണ്ടിൽ കിടക്കുന്ന വെള്ളത്തിന്റെ അംശം എത്രയാണോ, നമ്മൾ ജീവിതകാലം മുഴുവൻ ഇൽമു പഠിക്കാൻ ഇറങ്ങിയാലും നമുക്ക് കിട്ടുന്നത് ഈ പക്ഷിയുടെ ചുണ്ടിൽ കിടക്കുന്ന വെള്ളം എത്രയോ അത്രയേ നമുക്ക് വിവരം കിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ഇൽമു ഇനിയും ബാക്കിയാണ്. ഇൽമു അള്ളാഹുവിലേക്കാണ് നമ്മൾ ചേർന്നത്. എല്ലാ വിഷയത്തിന്റെയും ഇൽമു അള്ളാഹുവിന്റെ അരികത്താണ്. നമുക്കൊന്നും കിട്ടുന്നില്ല. ഏതൊരു വിഷയം എന്ത് നമ്മൾ പഠിച്ചാലും ഇപ്പൊ ഇന്നൊക്കെ ഓരോ ഏരിയകളും സെപ്പറേറ്റ് പഠിക്കുകയാണ്. മുമ്പൊക്കെ ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് മതി. ഇന്നതല്ല, ഓരോ കണ്ണിന് മാത്രം. മുമ്പൊക്കെ ഒരു ENT എന്നേ പറയുള്ളൂ. ഇന്ന് തൊണ്ടക്ക് മാത്രമായിട്ട്, കണ്ണിന് മാത്രം, ചെവിക്ക് മാത്രം, ഹാർട്ടിന് മാത്രം, ജോയിന്റുകൾക്ക് മാത്രം, ലിവറിന് മാത്രം, എല്ലാം എക്സ്പെർട്ടീസ്. കാരണം അത്രയും കൂടുതൽ പഠനങ്ങൾ ഓരോ വിഷയത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഈ ആർട്ടാണെങ്കിലും സയൻസ് ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും എന്താണ് ടെക്നോളജി ആണെങ്കിലും ഓരോന്നിനും ശാഖയും അതിന് ശാഖയും ഉപശാഖകളും ഒക്കെ, അത്രയും വിജ്ഞാനത്തിന്റെ ആ ഒരു സർക്കിൾ വികസിച്ചു വരുന്നൊരു ലോകം നമുക്കിന്ന് കാണാൻ കഴിയും. എല്ലാം സൈക്കോളജി ആണെങ്കിൽ തന്നെ എത്ര അതിന്റെ ഡിവിഷനും സബ് ഡിവിഷനും കഴിഞ്ഞിട്ട് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ കഴിയും. അത്രയും കൂടുതൽ വിജ്ഞാനം നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം ഏതൊന്നിന്റെയും അതിന്റെയൊക്കെ എക്സ്പേർട്ടുകളായ ആളുകൾ അതിന്റെ വിഷയം പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. ഇത്രയൊക്കെ ഉണ്ടോ? ഇത്രയും വലുതാണോ ഈ വിജ്ഞാനത്തിന്റെ ലോകം? അള്ളാഹുവിന്റെ ഇൽമിലേക്ക് നോക്കും. ഇതൊക്കെ ഭൗതികമായ ഇൽമാണ്. ഇൽമുൽ ആഖിറയും പരലോകത്തേക്ക് ബന്ധപ്പെട്ട നമ്മുടെ റൂഹുമായി ബന്ധപ്പെട്ട ഇൽമുകൾ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇൽമുകൾ, നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ട ഇൽമുകൾ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിലും വളരെ അപ്പുറത്തേക്കാണ്. അപ്പൊ പറഞ്ഞു, മുസ്ലിം യാത്രയുടെ ആരംഭമാണ്. ചെറിയൊരു സൂചന കൊടുത്തു. പിന്നെ ഇൽമു പഠിക്കാൻ കൂടാണല്ലേ, ഞാൻ നിങ്ങളും ജീവിതകാലം മുഴുവൻ ഇൽമു പഠിച്ചാലും ഈ പക്ഷിയുടെ ചുണ്ടിൽ കിടക്കുന്ന ഇച്ചിരി വെള്ളല്ലേ ഉണ്ടാവുള്ളൂ, അത്രയേ നമ്മളെ കൊണ്ട് കിട്ടുള്ളൂ. ആ കടൽ ഇനിയും നമ്മുടെ മുമ്പിൽ ഒരു ഗ്ലാസിനകത്ത് പോലും കിട്ടൂല. അത്ര കുറച്ചേ നമ്മൾ തമ്മിൽ ഇൽമുള്ളൂ. നമുക്ക് കിട്ടുന്ന നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ ഇൽമു നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കാൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا. ഇതിനു മുമ്പ് ഒന്ന് രണ്ടായത്തുകൾ فلما بلغ مجمع بينهما, അവർ രണ്ടുപേരും ആ കടലുകളുടെ സംഗമസ്ഥാനത്തെത്തിയപ്പോ നസിയാ ഹുതഹുമാ, അവരുടെ മത്സ്യത്തെക്കുറിച്ച് അവർ മറന്നുപോയി. ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബ. സറബ് എന്ന് പറഞ്ഞാൽ തുരീഖ്. ആ മത്സ്യങ്ങൾ
കടലിൽ ഒരു വഴിയുണ്ടാക്കി കടന്നുപോയി. അല്ലാഹു തആലക്ക് ജീവനില്ലാത്തതിന് ജീവൻ കൊടുക്കാൻ കഴിയും എന്ന ഒരു മഹാത്ഭുതവും ഇവിടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവര് ആദ്യത്തെ സംഭവം കപ്പൽ കയറി പോവാൻ. കപ്പൽ കയറുമ്പോ ഖിദ്ർ നബിയെ കണ്ടപ്പോഴേ കപ്പലുകാർ ഹാദർ റജുലു സ്വാലിഹ്, ഇതാ നല്ല സ്വാലിഹായ മനുഷ്യനല്ലേ. അതേടാ അതെ. കൂട്ടുകാർ തമ്മിൽ പറയല്ലോ, കയറിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യണ്ട, ടിക്കറ്റ് വാങ്ങിക്കണ്ട, ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. അപ്പൊ ഖിദ്ർ നബിയുടെ കൂടെ ഒരാളുണ്ട്, മൂസ നബി അലൈഹി സ്വലാം. യൂഷഅ ബിൻ നൂൻ എന്നിവരെ കൂടിയിട്ടില്ല. യൂഷഅ ബിൻ അവിടെ നിന്ന് സലാം പറഞ്ഞു പിരിഞ്ഞു. യൂഷഅ ബിൻ നൂനില്ല, മൂസ നബി ഖിദ്ർ രണ്ടുപേരും കൂട്ടുകാരനല്ലേ, ആയിക്കോട്ടെ രണ്ടുപേരും പോരെ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, പൈസ ഒന്നും വേണ്ട. എവിടേക്കാ പോകേണ്ടത്? ഖിദ്ർ പറഞ്ഞു, ഞങ്ങൾ തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും, എന്നാ കയറിക്കോളൂ. അങ്ങനെ അവർ കയറിയിരിക്കുകയാണ്. കപ്പലിൽ അവർ കയറിയപ്പോ ഖിദ്ർ നബി അലൈഹിസ്സലാം കപ്പലിന്റെ പലക എന്തോ ഒരു മഴ പോലെ സാധനം കൊണ്ട് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് വേറൊരു പീസ് അവിടെ വെച്ചു. ആ കപ്പൽ കേടുവരുത്തി. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല അഖറഖ്തഹ, നിങ്ങളത് പൊട്ടിച്ചോ? ലിതുഗ്രിഖ അഹ്ലഹ, അങ്ങനെ ഒരു പലക അടർത്തിയെടുത്ത വെള്ളം കയറി ഇതിന്റെ ഉള്ളിലുള്ള മുഴുവൻ ആളും മരിക്കൂലേ, വെള്ളത്തിൽ മുങ്ങൂലേ? ലഖദ് ജിഅത ശൈഅൻ ഇംറ, അത് മോശമായി കേട്ടോ. എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഒരു ബസ്സിൽ ഫ്രീ ടിക്കറ്റ് എടുത്ത് തന്നു, പോണ പോകിൽ സീറ്റ് വെച്ചുകൊണ്ടായ ഉദാഹരണം പറയാം. അപ്പൊ ഈ കപ്പലിൽ നമുക്ക് വെറുതെ യാത്ര ചെയ്യാൻ വേണ്ടി അനുവദിച്ച് കപ്പലുകൾ കേടുവരുത്തുകയാണോ? ഇമ്ര, അത് മോശമായി കേട്ടോ. പക്ഷെ ആദ്യം പറഞ്ഞെന്ന് ചോദിക്കാൻ പാടില്ല, അത് മൂസ നബി അലൈഹി സ്വലാം മറന്നുപോയി. അപ്പൊ ഖിദ്ർ നബിന്റെ മറുപടി, ഖാല അലം അഖുൽ ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ, അലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ, എന്റെ കൂടെ നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി ഇതേപോലെ വാക്ക് വരുന്നുണ്ട്, ആ ആയത്ത് വരുന്നുണ്ട്. എങ്ങനെ? അവിടെ ഖാല അലം അഖുൽ ലക എന്ന ലക നേരെ വരും. ആദ്യത്തെ ആയത്തിൽ അതില്ല. ഓതുമ്പോ വസ്വാസായിട്ട് പേക്കുന്നത് ഏത് മുബീന യാസീനൊക്കെ ഓതുമ്പോ അങ്ങനെ പേക്കല്ലേ. ആദ്യത്തിൽ ലക എന്നുണ്ടാവില്ല, അടുത്ത വരുന്നതിലാണ് ലക. അലം അഖുൽ ലക, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്നാണ്. അത് താക്കീതാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞു ഖാല അലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇന്നക ലൻ തസ്തതിഅ മഅയ, നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു മൂസ നബിയെ? ഖാല ലാ തുആഖിദ്നി ബിമാ നസീത്, ഞാൻ മറന്നുപോയതാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾ ശിക്ഷിക്കരുത്. ശിക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ എന്നെ പിരിച്ചുവിടരുത്, എനിക്ക് ഒന്നുകൂടെ നിങ്ങളെ കൂടെ കൂടണം. ലാ തുആഖിദ്നി ബിമാ നസീത്, ഞാൻ മറന്നുപോയത് കൊണ്ട് എന്നെ ശിക്ഷിക്കരുതേ. വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റ, എന്റെ ഈ കാര്യം പ്രയാസപ്പെടുത്തരുത് കേട്ടോ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എത്ര ദൂരം നടന്നിട്ടാ വരുന്നത് ഖിദ്ർ നബിയെ കാണാൻ. ഇപ്പൊ തന്നെ പിരിച്ചുവിട്ട, ദർശനെ പിരിച്ചുവിട്ട എന്തായിരിക്കും അവസ്ഥ? അപ്പൊ എന്നെ എന്ത് ചെയ്യരുത്, ബുദ്ധിമുട്ടാക്കരുത്. മറന്നുപോയി, പ്ലീസ്, മറന്നതാണ്. ആട്ടെ, ഖിദ്ർ നബി ഒന്നും പറഞ്ഞില്ല. ഫൻഫലഖ, നവാ, പോവാ, കപ്പലൊക്കെ ഇറങ്ങിയവര് പോവാൻ. ഹത്താ ഇദാ ലഖിയ ഗുലാമൻ, അപ്പൊ കപ്പൽ എന്തുകൊണ്ട് പൊട്ടിച്ചു എന്ന് കാരണം എപ്പോഴും പറഞ്ഞിട്ടില്ല. ഹത്താ ഇദാ ലഖിയ ഗുലാമൻ ഫഖതല, അവര് പോകുമ്പോ ഒരു ഗുലാമിനെ കണ്ടു. ഗുലാം എന്ന് പറഞ്ഞാൽ ശരിക്കും മീശൊക്കെ മുളച്ചു വരുന്ന പ്രായമുള്ള കുട്ടികൾക്കാണ് ഗുലാം എന്ന് പറയാം. ആ ഒരു ടീനേജിലേക്ക് കടക്കുന്ന പ്രായം. കുട്ടികൾ, ഒരു കൂട്ടം കുട്ടികൾ കളിക്കുന്നു. അതിൽ സുമുഖനായ നല്ലൊരു കുട്ടി ഇവിടെ വാന്ന് പറഞ്ഞ് വിളിച്ചു. ആ കുഞ്ഞിനെ ചോക്ക് ചെയ്തിട്ട് കൊന്നു മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാം. ഇതങ്ങ് കണ്ടപ്പോ മൂസ നബിക്ക് സഹിക്കാൻ പറ്റിയില്ലല്ലോ. ഖാല അഖതൽത നഫ്സൻ സകിയതൻ, നിരപരാധിയായ ഒരു കുട്ടിയെ നിങ്ങൾ കൊന്നോ? ബിഗൈരി നഫ്സിൻ, ആ കുട്ടി ആരും കൊന്നിട്ടില്ലല്ലോ, അതിന് പകരം ഖിസാസ് പോലും അല്ല. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കൊല്ലേ. ലഖദ് ജിഅത ശൈഅൻ നുക്റ, ആദ്യം പറഞ്ഞു ഇമ്ര, മോശമായി. നുക്റ, വളരെ മോശമായി കേട്ടോ. ഇത് വളരെ മോശമായി നിങ്ങൾ ചെയ്തത്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ചില ജീവിത രീതികളൊക്കെ കാണുമ്പോൾ ഇതുപോലൊക്കെ തോന്നും. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്താ അങ്ങനെ എന്നൊക്കെ ഒരു മനസ്സിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചില തോന്നൽ വരുന്നതാണ്. അങ്ങനെ തോന്നിക്കൂടാ. അവർ സ്വാലിഹീങ്ങളാണ്, സജ്ജനങ്ങളാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടിരിക്കുക. അവരങ്ങനെ പലതും ചെയ്തേക്കും. നമ്മൾ എന്ത് ചെയ്യണ്ട, നമുക്കറിയാത്ത വിഷയങ്ങൾ ഇടപെടണ്ട. അതാണ് അതിന്റെ ഏറ്റവും ഖൈർ. എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവരുടെ വാക്ക് മതിയാവും, ചിലപ്പോ ഒരു വാക്ക് മതിയാവും. അല്ലാഹ്, നമ്മുടെ കാസർഗോഡ് സയ്യിദന്മാരിലൊരു കുമ്പോൽ തങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. കുമ്പോൽ കുഞ്ഞിക്കോയ തങ്ങളുണ്ട്. കുഞ്ഞിക്കോയ തങ്ങളൊക്കെ ദുബൈക്ക് വരിക എന്ന് പറഞ്ഞാൽ മൊത്തം തങ്ങൾ ആരെ അറിയിക്കൂല. അറിയിച്ചാൽ പിന്നെ തങ്ങളുടെ അടുത്തുള്ള വരവിന്റെ ക്യൂ ഉണ്ടാകുന്നൊക്കെ മനസ്സിലാവും. അത്ഭുതപ്പെട്ടു. പാണക്കാട് പൂക്കോയ തങ്ങളൊക്കെ ഉള്ള കാലത്ത് ഇപ്പോഴും പാണക്കാടൊക്കെ പോകുന്ന പോലെ നമ്മുടെ മലബാർ അങ്ങ് അറ്റത്തേക്കൊക്കെ പോകുമ്പോൾ കുമ്പോൽ തങ്ങളാണ് സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ. അവരുടെ ജ്യേഷ്ഠനാണ് സയ്യിദ് ആറ്റക്കോയ തങ്ങൾ.
ഇവിടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ ഒക്കെ ആളായിട്ട് പോകുന്ന തങ്ങളുണ്ട്, ആറ്റക്കോയ തങ്ങൾ, കുമ്പോൽ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ. അവരനുജനാണ് സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങള്. തങ്ങൾ അനുജനുണ്ട്, ജാഫർ തങ്ങളുണ്ട്. ഈ കുഞ്ഞിക്കോയ തങ്ങൾ വലിയൊരു മഹാനാണ്, ജീവിച്ചിരിപ്പുള്ള, വലിയ വാക്കുകൾക്ക് അസറുള്ള വലിയ മഹാനാണ്. സീതാറാം ഷെഡ്ഡിയോ എന്താ ശാന്താറാം ഷെഡ്ഡി അല്ലേ? അദ്ദേഹത്തിന്റെ ബ്ലഡ് ക്യാൻസർ വന്നിട്ടാണ്, നിരന്തരം ബ്ലഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മഹാനായ തങ്ങൾ അവരുടെ അടുത്ത് കൊട്ടെടുത്തിട്ട് പൊയ്ക്കോന്ന്, മാറിക്കണ്, കുഴപ്പമൊന്നുമില്ല നോക്കും. അയാളെപ്പോഴും ജീവിച്ചിരിപ്പുള്ള ആളാണ്. അത് പോയിട്ടുണ്ട്, ഒരടി കൊടുത്തതാ, പൊയ്ക്കോ മാറിയെന്ന്. അപ്പൊ അങ്ങനെ വലിയ 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 മഹാനാണ്. പ്രായം കൊണ്ട് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷെ അപ്പൊ തങ്ങളുടെ ഉപ്പ മരിച്ച സമയത്ത് മഹാനായ ഷംസുൽ ഉലമ ജീവിച്ചിരിപ്പുള്ള സമയത്ത് ഷംസുൽ ഉലമ എപ്പോഴും ഇടക്കിടക്ക് ആ വഴിക്ക് പോകുമ്പോൾ അവിടെ കയറുന്ന. അപ്പൊ അന്നൊക്കെ കുഞ്ഞിക്കോയ തങ്ങൾ ചെറിയ തങ്ങളാണ്, വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ഷംസുൽ ഉലമ ആ തങ്ങളെ കൈപിടിച്ചിട്ടാണ് പോവുക. അപ്പൊ തങ്ങള് നേരിട്ട് പറഞ്ഞത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടത്. തങ്ങൾ പറയാം, വാപ്പ മരിച്ചപ്പോ ഷംസുൽ ഉലമ പട്ടിക്കാടാണ്. അപ്പൊ വാപ്പാക്ക് ആഗ്രഹമുണ്ട് ഷംസുൽ ഉലമയോട് മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ കുഞ്ഞിക്കോയ തങ്ങളുടെ ഉപ്പ അവിടെ മക്കാമുണ്ട്, കുമ്പൂല് അവിടെ മറവ് ചെയ്യപ്പെട്ടിരുന്നു. വാപ്പ പറഞ്ഞു 3 ദിവസം കഴിഞ്ഞാൽ ഷംസുൽ ഉലമ അവിടെ വരേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷംസുൽ ഉലമ 3 ദിവസം മുമ്പ് കണ്ടുപോയിട്ടുള്ളൂ. ആ 3-ാം ദിവസമാണ് തങ്ങൾ വഫാത്താവുന്നത്. ഷംസുൽ ഉലമയ്ക്ക് എന്തായാലും വരണമെന്ന് നിർബന്ധമായി. ജനാസ നിസ്കാരത്തിൽ ഷംസുൽ ഉലമ വരണമെന്ന് കുഞ്ഞിക്കോയ തങ്ങൾക്കും ആഗ്രഹം. അപ്പൊ അതിന്റെ ഇടക്ക് കുറച്ച് വേറെ കുറെ ആൾക്കാരുണ്ടാവില്ല, വേണോ ഷംസുൽ കാത്തിക്കണം, നമുക്ക് നിസ്കരിച്ചാൽ പോരെ, സമയം കുറെ വൈകിയില്ലേ, അന്ന് അംബാസഡർ കാർ കൊണ്ട് മലപ്പുറത്ത് വരണം. കാസർഗോഡ് കുമ്പളയും കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കുമ്പോൽ എന്ന് പറഞ്ഞത്, കുമ്പളപ്പാലം കഴിഞ്ഞ ശേഷം. അപ്പൊ അത്രയും ദൂരം എത്തുമ്പോഴേക്ക് വൈകുന്നേരം ആവൂലേ, ഒക്കെ പുറപ്പെട്ട് പഴയ റോഡും അല്ലേ. അപ്പൊ ചില ആളുകളൊക്കെ ഇങ്ങനെ, അപ്പൊ ഷംസുൽ ഉലമക്ക് ഫോൺ ചെയ്തു, തങ്ങള് എത്തുവോ, ഷംസുൽ ഉലമ എവിടെയുള്ളത്, എത്തുവോ, ഞങ്ങൾ ജനാസ നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ഉപ്പാന്റെ മയ്യത്തും വെച്ച് കാത്തിരിക്കുകയാണ്, ഷംസുൽ ഉലമ എത്തുവോ. ഷംസുൽ ഉലമ പറഞ്ഞു, നിങ്ങളുടെ വാപ്പ അള്ളാന്റെ വലിയാണെങ്കിൽ ഞാൻ ആ നിസ്കാരത്തിൽ എത്തുന്നു പറഞ്ഞു. നിങ്ങളുടെ വാപ്പ അള്ളാന്റെ വലിയാണെങ്കിൽ ആ നിസ്കാരത്തിൽ ഞാൻ എത്തുന്നു. എന്നാലും മനുഷ്യന്മാർ പല നിലക്കുള്ള, എന്നാലും ഇപ്പൊ നേരെ എത്ര ആയില്ലേ, എന്നാ പിന്നെ നിസ്കരിക്കല്ലേ, നേരെ 4 മണിയായി, വൈകുന്നേരം 4 മണിയായി, എന്നാ പിന്നെ നിസ്കരിക്കല്ലേ എന്ന് പറഞ്ഞ് ഏതോ ഒരാൾ ഇമാമ് നിൽക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഷംസുൽ ഉലമന്റെ കാറ് പള്ളിയുടെ മുമ്പിലേക്ക് എത്തുന്നു. മഹാനവറുകൾ ഇറങ്ങുന്നു. മഹാനവറുകൾ തന്നെയാണ് ആ ജനാസക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് തങ്ങളെ അത്ഭുതം പറയാണ്. അങ്ങനെ ഷംസുൽ ഉലമ പെട്ടെന്ന് എത്താണ്ട് നേരല്ല, കാരണം അന്നത്തെ യാത്രയും ദൂരമൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുപരിചയിക്കുന്ന ആളുകളാണ്, നമ്മൾ കാണുന്ന ആളുകളാണ് ഇതൊക്കെ. എത്രയോ ആളുകൾ മുമ്പിൽ തങ്ങളുടെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. വലിയ വലിയ പറഞ്ഞു കിട്ടിയപ്പോ നമ്മുടെ തങ്ങളെ അടുത്ത് പരിചയമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. തങ്ങളുടെ നാടുമായൊക്കെ അടുത്ത് ബന്ധമുള്ള ആളുകൾ. അതൊക്കെ അള്ളാഹു കൊടുക്കുന്ന ചില വലിയ വലിയ ബഹുമതികളാണ്. അത് നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല, എങ്ങനെയാണ് സംഭവം എന്ന് അറിയാൻ പറ്റൂല. ഇപ്പോ എനിക്ക് വേറെ പറയുമ്പോ പെട്ടെന്ന് ശബ്ദം അടഞ്ഞു പോയിട്ട് ശബ്ദം തീരെ ഇല്ലാത്തൊരവസ്ഥ, ഷംസൊക്കെ ഇടക്ക് വർത്താൻ പറഞ്ഞ പോലെ ശരിക്ക് കാറ്റ് മാത്രം വരുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ വേറെ പറഞ്ഞ നാട്ടിൽ പല കാരണങ്ങളാവാം, മൈക്കും കാലാവസ്ഥയൊക്കെ ആവാം. അപ്പോ മഹാനായ തങ്ങളവറുകൾ കഴിഞ്ഞ വർഷമല്ല, എല്ലാ വർഷവും തങ്ങളുപ്പാന്റെ ഈ ഉറൂസിന് ഞാൻ പ്രസംഗിക്കാൻ പോകാറുണ്ട്, തങ്ങൾ വിളിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ തൊണ്ടയിൽ കൈപിടിച്ചിട്ട് തങ്ങൾ പറഞ്ഞതാ, നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾ സ്റ്റേജിമ കയറിയാൽ മതി, അവിടെ ആള് വരും, ഒച്ചൊന്നും പോവില്ല, ഒച്ച വരുന്നു അങ്ങനെ പറയാം. ആ പറഞ്ഞ ശേഷം ഇപ്പൊ 2 കൊല്ലായി. ഇപ്പൊ കഴിഞ്ഞപ്പോ ഈ ലീവിൽ ഇപ്പൊ നമ്മളിപ്പോ 4-5 ആഴ്ച ഇവിടെ ഉണ്ടായില്ലല്ലോ. 21 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാമായി. 21 ദിവസവും ഒരു രാത്രി പോലും ഒഴിവില്ലാതെ, ചിലത് ഗുളി കൊടുക്കണ പോലെ ഉച്ചക്കും വൈകിട്ടും അങ്ങനെയൊക്കെ വന്നിട്ടും അൽഹംദുലില്ലാഹ് ഒച്ച വരെ പോയിട്ടില്ല. അത് ഞാൻ അനുഭവിക്കുന്ന എന്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. അപ്പോ ചില വാക്കുകൾ അങ്ങനെ പറഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. ഇത് മാറി എന്ന് പറഞ്ഞാൽ മാറി, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് അടച്ചോനെ. അപ്പോ ഇതുപോലെയുള്ള ആളുകളൊക്കെ ഗൈബിയായ ലോകം അവർക്ക് അറിയാൻ പറ്റും. എന്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനോ, 2 പേരും ജപ്പാനിലേക്ക് ഒരു വിസ കിട്ടി പോവാണ്. അപ്പോ തങ്ങൾ പോയിട്ട് കാണാണ്. ചിലരൊന്നും കാണാൻ പോകില്ല, തങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പോകാൻ പാടില്ല. അപ്പോ
കാഞ്ഞങ്ങാടിൽ എന്റെ സുഹൃത്തുണ്ട്, കാഞ്ഞങ്ങാടനല്ല അവന്റെ സുഹൃത്ത്, രണ്ടുപേരും ജപ്പാനിലേക്ക് റെഡി, ടിക്കറ്റൊക്കെ എടുത്ത് 1.5 ലക്ഷം ചെലവഴിച്ചിട്ട് പോവാൻ. ടിക്കറ്റിന് തന്നെ എത്ര വില വന്നു എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു നീ പോണ്ട. അപ്പൊ മറ്റോ പറഞ്ഞു ഞാനും പോകത്, നീയും പോണ്ടെന്ന് പറഞ്ഞു. രണ്ടാളും പോണ്ടെന്ന് പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു ഞാൻ പോണില്ല. തങ്ങൾ പറഞ്ഞു പോണ്ട, ഞാൻ പോണില്ല. മറ്റവൻ പറഞ്ഞു വിസ റെഡിയാണ്, അവിടെ സംഗതി റെഡി, ജോലി റെഡിയാണ്, ഒരു പ്രശ്നമില്ല, ഞാൻ പോട്ടെ. ഏതാണ് ടിക്കറ്റ് എടുത്തില്ലേ? ഒരു കാരണമില്ല, അവിടെ ലാൻഡ് ചെയ്തോ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള പിടിച്ചിട്ട് കയറ്റി വിട്ടു. ഒരു കാരണമല്ല, ഒരു ക്രിമിനൽ തെറ്റ് ചെയ്തുകൊണ്ടോ എന്തെങ്കിലും ഒഫൻസ് ചെയ്തോ ഒന്നുമല്ല, കാരണം എപ്പോഴും മനസ്സിലായില്ലെന്നോ. അവരോട് പിടിച്ചൊക്കെ പോലീസ് അപ്പോഴേക്കപ്പോഴേ അന്ന് കയറ്റി വിട്ടു. പറഞ്ഞു എന്റെ 2 ലക്ഷം പോയി, എന്നോട് അപ്പോഴേ പറഞ്ഞിട്ടില്ലേ താങ്കൾ പാപ്പ പോകണ്ടെന്ന് പറഞ്ഞ് എന്തിനാ പോയത്? ഒരുപാട് 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 എത്രയോ വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് തന്നെ, വേറൊന്നും നമുക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ചില മഹാന്മാരൊക്കെ വളരെ എണ്ണപ്പെട്ട ആളുകളെ ഉള്ളൂ, ഒക്കെ നാട്ടിലുണ്ട്. എല്ലാ കാലത്തും സജ്ജനങ്ങളായ ആളുകളുണ്ട്, നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റൂല. അവരൊക്കെ ഇതിനുള്ളിലൂടെ ഉണ്ടാവും. അള്ളാഹു അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യവും ആഫിയത്തൊക്കെ കൊടുക്കട്ടെ. കാരണം എത്രയോ രോഗികൾക്ക് ആശ്വാസമാണ്, എത്രയോ ആളുകൾക്ക് ഖൈറാണ്. ചെറിയ ചെറിയ മക്കൾക്കൊക്കെ വലിയ വലിയ അസുഖേറ്റ് തങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ പോയിക്കോ മാറി പോയി, അല്ല ഇന്ന ഡോക്ടറെ പോയി കണ്ടോ, തങ്ങൾ അങ്ങനെ പറയും. ഡോക്ടറെ പോയി കാണാൻ വേണ്ടി പറയും. തങ്ങൾ ഇന്ന ഡോക്ടർ ഇന്ന ഹോസ്പിറ്റലിൽ പോയി കണ്ടോ എന്ന് പറയും. അവിടെ പോയി കണ്ടാൽ അൽഹംദുലില്ലാ അള്ളാഹു അതിന് പരിഹാരം കൊടുക്കുകയാണ്. എറണാകുളത്തുനിന്ന് ഒരു ടീം, അവരുടെ ഒരു സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീം, അവരുടെ ഒരു മോൻ മിസ്സായി പോയിട്ട് കാസർഗോഡ് വന്ന് അന്വേഷിച്ചിട്ട് അവര് ആ ഭാഗത്ത് എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാസർഗോഡ് റൂം എടുത്തിട്ട് അവർ താമസിക്കും. ഒരു ഫാമിലി മോനെ കിട്ടിയിട്ടില്ല, 10-20 ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. അങ്ങനെ ആരോ പറഞ്ഞു കാസർഗോഡ് എത്തിയപ്പോ തങ്ങൾ പാപ്പണ്ടെന്ന് പോയി നോക്കി. ജാതി മതമൊന്നും നോക്കാതെ ആൾക്കാരവിടെ വരും, തങ്ങളെടുത്ത് വരും. വർത്തമാനം പറഞ്ഞു കിട്ടാനാ പണി നമ്മുടെ. അപ്പോ തങ്ങളെ കണ്ടു കിട്ടാനുള്ള പ്രയാസമേ ഉള്ളൂ. പറഞ്ഞു പോയിക്കോളൂ, മോനിപ്പോ ഫോൺ ചെയ്യും, പോയിക്കോളൂ, നിങ്ങൾക്ക് വിളിക്കും, മോൻ വീട്ടിലെത്തിയിട്ടില്ല, വിളിച്ചു നോക്കും, മോൻ വീട്ടിലെത്തിയാണ്. അങ്ങനെ അവര് കാസർഗോഡ് എത്തിയിട്ടില്ല തങ്ങളെ വീട്ടിൽ നിന്ന്. അപ്പോഴേക്കും നാട്ടിൽ നിന്ന് മോൻ വീട്ടിലെത്തിയ. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം ഒരുപാട് പിന്നെ അവര് വന്ന് തങ്ങളെ കണ്ടിട്ടേ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ എന്ന് പറയും. അള്ളാഹു ചില ആളുകൾക്ക് ഗൈബിയായ ഒരു ലോകം അറിയിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചില ലോകം അറിയിച്ചു കൊടുക്കുകയാണ്. അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഔലിയാഇന്റെ ലോകം, അംബിയാഇന്റെ ലോകം അങ്ങനെയാണ്. നമ്മുടെ മുമ്പിലൂടെ തന്നെ ഇവർ ജീവിക്കുന്നു, നമ്മൾ കാണാത്ത പലതും അവർക്ക് കാണാൻ കഴിയുന്നു. അള്ളാഹു തആല അത്തരം മഹാന്മാർക്കൊക്കെ അള്ളാഹു ആയുസ്സും ആരോഗ്യം ആഫിയത്തും ഇസ്സത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിയ വലിയ മഹാന്മാരാണ്. പറ്റുന്നവരൊക്കെ പോയി കാണാം, ഒരു സലാമെങ്കിലും പറഞ്ഞു പോരാ. നിങ്ങൾ കണ്ടാൽ നമുക്ക് അങ്ങനെ വലിയൊരു തലയിൽ കിട്ടും, പച്ചക്കുപ്പായോ അങ്ങനെയൊന്നുമില്ല. തങ്ങളൊരു ടവലോ ഒരു കുപ്പായം തുണി ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു അവരൊക്കെ നമുക്ക് കാണാനും അവരൊക്കെ ദുആയിലൊക്കെ കൂടാനൊക്കെ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തങ്ങളെ അനുജനാണ് സയ്യിദ് അലി തങ്ങൾ കുമ്പോൾ. قال ألم أقل لك إنك لن تستطيع معي صبرا. ആ കുഞ്ഞിനെ കൊന്നു. അപ്പൊ പറഞ്ഞു നിരപരാധിയായ കുട്ടികളെ കൊന്നല്ലോ, ലഖദ് ജിഅത ശൈഅൻ നുക്റാ, വളരെ മോശമായല്ലോ സദനബിയങ്ങൾ ചെയ്തതൊരു കുട്ടിയെ കൊല്ലേ. ഇങ്ങനെയൊക്കെയുണ്ട് ആൾക്കാര്, വലിയ വലിയ ഇൽമുള്ള മഹാനാണെന്നൊക്കെ പറഞ്ഞൊരു കുഞ്ഞിനെ കൊല്ലുകയാണോ എന്ന് ചോദിച്ചു. ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഇ സബ്റാ. ഞങ്ങള് തങ്ങളുടെ ഒരു വാൽദിന് പോയിട്ടേ, ഞങ്ങളുടെ നാട്ടിലെ വാൽദ് കഴിഞ്ഞ് ഇതേപോലെ ഇന്നലെ രാത്രി നാട്ടിലായിരുന്നു, അതുപോലെ വാൽദ് കഴിഞ്ഞ് സുബൈക്ക് 4:30 മണിക്കുള്ള ഫ്ലൈറ്റിന് പോരാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് പോയാ. അപ്പൊ കോഴിക്കോട് മിനിമം ഒരു 3 മണിക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യണം, അപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. തങ്ങളെ വീട്ടിൽ നിന്ന് പോവാണ്. പ്രോഗ്രാം നേരം വൈകിപ്പോയി. തങ്ങളെ പ്രോഗ്രാം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് ഇറങ്ങുന്നത് 12:20-25 ആയിട്ടുണ്ട്. 12:25 കാറ് വിട്ടാൽ കോഴിക്കോട് 3 മണിക്ക് എത്താൻ ഒരു ചാൻസും ഇല്ല. അപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങളെ നേരം വൈകിയല്ലോ, എത്തുമെത്തുങ്ങോ നേരത്തെ എത്തുമെന്ന് പറഞ്ഞു. നേരത്തെ എത്തുമെന്ന് പറഞ്ഞു. വണ്ടി വിട്ടു. ഞങ്ങൾ 2:45 കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ സംഭവിച്ചെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. ഇന്നലെ ഞങ്ങൾ 12 മണിക്ക് കാഞ്ഞങ്ങാടൊന്ന് വിട്ടു, ഒരു 3 മണിയായപ്പോഴേക്കും എയർപോർട്ട് എത്തി. പക്ഷേ 12:20 കാഞ്ഞങ്ങാടും കാസർഗോഡും കഴിഞ്ഞ് കുമ്പളയും കഴിഞ്ഞ് ഉള്ളിലാണ് ആരിക്കാടി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നിന്ന് 12:30 വിട്ടിട്ട് 2:45 കോഴിക്കോട്. ഇങ്ങനെ വലിയ നമുക്ക്
ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോഴേ നമ്മൾ പറഞ്ഞു നേരത്തെ എത്തുമെന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ സാധാ വൈകിപ്പോയാൽ പോലും നേരത്തെ പോയാൽ പോലെ എത്താത്തതിന് വിരുദ്ധമായ വളരെ നേരത്തെ തന്നെ അല്ലാഹുവേ ഇതൊക്കെ നിബിതങ്ങളുടെ കറാമത്തിന്റെ നിബിതങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണമെന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോരയാണല്ലോ, തങ്ങളുടെ ചോരബന്ധമുള്ള കുടുംബമാണല്ലോ ഇവര്. അപ്പൊ തങ്ങളുടെ ചോരബന്ധം ഉണ്ടാവുമ്പോൾ സയ്യിദന്മാർക്ക് അല്ലാഹു തആല വലിയ മഹത്വം കൊടുക്കുകയാണ്. ഇതിന്റെയൊക്കെ അസുലാണ് നിബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിബിതങ്ങളുടെ മഹത്വം എത്രയായിരിക്കും? നിബിതങ്ങളുടെ തലമുറകളിൽ വരുന്ന ചോരബന്ധത്തിൽ അല്ലാഹു കൊടുക്കുന്ന അത്ഭുതങ്ങളാണ് ഇതൊക്കെ. പറഞ്ഞത് ദുആ ചെയ്ത് അങ്ങനെ തന്നെ എന്താ പറയുന്നത് പോലെ. അപ്പോ അതൊക്കെ നിബിതങ്ങളുടെ മഹത്വം എത്രയായിരിക്കും എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ വില മനസ്സിലാവുള്ളൂ. ഇത്രയും കോടിക്കണക്കിന് ആളുകൾക്ക് വിഭജിച്ചു കൊടുക്കുക തങ്ങളുടെ ചോരയിലൂടെ. കോടിക്കണക്കിനല്ലേ സയ്യിദന്മാർ തങ്ങന്മാർ ലോകത്ത് മൊത്തം. അവരിൽ ഓരോരുത്തരിലും കാണുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ നമുക്ക് നമ്മുടെ ചെറിയ പരിമിതി കൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുകയാണ് ഇതൊക്കെ. ഇതൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒന്നും മറുപടി പറയണ്ട. അത് അനുഭവിച്ചറിയുമ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ. നമ്മളെ ശാന്താറാം ഷെട്ടിനെ പോയി കണ്ടാൽ മതി എന്തെങ്കിലും സംഭവിച്ചതെന്ന് ചോദിക്കാം. മംഗലാപുരത്ത് വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടല്ലേ, എന്താ ഹോസ്പിറ്റലിന്റെ പേര്? ഒരു വലിയ തിരക്ക് പിടിച്ച മാസങ്ങളോളം വേണം അദ്ദേഹത്തിന്റെ ബുക്ക് ചെയ്യാൻ. തങ്ങൾ പറഞ്ഞാച്ചാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അങ്ങനെയാണ്. അത്രയും വലിയ നിരന്തരം ബ്ലഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് ക്യാൻസർ വന്നിട്ടാ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആരോ പറഞ്ഞ് തങ്ങളെ പോയി കണ്ടേക്കുന്നു. അല്ലാ, തങ്ങളോട് ചില മത്സരാർത്ഥികൾ വന്ന് കാണും ഇലക്ഷന്റെ മുമ്പേ. തങ്ങൾ ഒരാളോട് പറഞ്ഞ് മത്സരിക്കേണ്ട തോൽക്കുന്നു പറഞ്ഞു. പക്ഷെ കേൾക്കാതെ മത്സരിച്ചു തോറ്റു. അതവിടെ കാസർഗോഡക്കാരെ ആരാണ് എന്താണെന്നൊക്കെ തങ്ങൾ പറയും, മുഖത്ത് നോക്കി പറയും നീ ജയിക്കുമെന്ന് പറഞ്ഞാൽ ജയിച്ചു, പിന്നെ ഒന്നും ആലോചിക്കണ്ട. അങ്ങനെ ഒരാളോടങ്ങനെ ജയിക്കുമെന്ന് പറഞ്ഞു, അയാൾ ജയിച്ചു. ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത മനുഷ്യനായിരുന്നു. സ്ഥിരം ജയിച്ചു പോരുന്ന ആളുണ്ട്, മത്സരിക്കേണ്ട തോൽക്കുന്നു പറഞ്ഞു. എന്നാലും മത്സരിച്ചു തോറ്റു. അപ്പോ അങ്ങനെ ദുന്യവിയും ഉഖ്റവിയുമായ നമുക്ക് ഉഖ്റവിയായ വിഷയങ്ങൾ ചോദിക്കും. അവരോടൊക്കെ ഈമാൻ സലാമത്താവാനും അക്കുബത്ത് നന്നാവാനും അതൊക്കെ ചോദിക്കാം. ഇലക്ഷനിൽ ജയിക്കാൻ അതൊന്നല്ല ചോദിക്കേണ്ടത്. അവരെ കാണുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഉഖ്റവിയായ വിഷയങ്ങൾ പറയണം. അസുഖം മാറാനും ഒക്കെ ഓരോരുത്തർക്ക് പല പരാതികളും പറയാനുണ്ടാവും. എന്ത് ചെയ്യുക? എപ്പോഴെങ്കിലൊക്കെ പറ്റുമ്പോ ഒന്ന് ചെന്ന് കാണാം. അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെ അല്ലാഹു ആഫിയത്തും സലാമത്തും തരട്ടെ. ആമീൻ. ആ കുട്ടിയെ കൊന്നപ്പോ മഹാനായ ഖദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഇ സബ്റാ. ആയത്ത് ആവർത്തിക്കണ പോലെ തോന്നും, പക്ഷെ ഇതിൽ ലക എന്നൊരു വ്യത്യാസമുണ്ട്. അലം അഖുൽ ലക, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആദ്യം പറഞ്ഞിട്ട് അങ്ങനെയല്ല. ഖാല അലം അഖുൽ ഇന്നക, നിങ്ങൾക്ക് എന്റെ കൂടെ ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ പറ്റൂല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഖാല അലം അഖുൽ ലക, അതിൽ താക്കീതുണ്ട്. ഒരു പ്രാവശ്യം മറന്നു, രണ്ടാം പ്രാവശ്യം മറന്നു എന്ന് പറയാൻ പോവാണോ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചുകൂടാൻ പറ്റൂല. അതിൽ മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാല ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹാ ഫലാ തുസാഹിബ്നി. ഖാല ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹാ ഫലാ തുസാഹിബ്നി. ഇനി മൂസ നബി അങ്ങോട്ട് പറഞ്ഞതാ, അത് മൂസ നബിക്ക് പറയേണ്ടതില്ലായിരുന്നു എന്ന് പറയും. കാരണം മൂസ നബി അങ്ങോട്ട് പറഞ്ഞുപോയി. ഇനിയും തെറ്റാണെങ്കിൽ എനിക്ക് മാപ്പ് തന്നാൽ മതി എന്നാ പറയേണ്ടത്. പക്ഷെ മൂസ നബി എന്ത് പറഞ്ഞു? ഖാല ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹ, ഇനി എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഫലാ തുസാഹിബ്നി, എന്നെ കൂടെ കൂട്ടണ്ട. അത് മൂസ നബിക്ക് പറയേണ്ടതില്ലായിരുന്നു. അത് ഖദർ നബിയായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന മൂസ നബി അങ്ങനെ പറഞ്ഞുപോയി. ഇനി എങ്ങനെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പിരിയാം, കുഴപ്പമില്ല, ഇതും കൂടെ ഒരിക്കലൂടെ എന്ന് പറഞ്ഞു. ഖദ് ബലഗത മിൻ ലദുന്നി ഉദ്റാ, എനിക്കിതൊരു മാപ്പ് തരണം, പറ്റുപോയതാണ്. ഇനി ഞാൻ ചെയ്താൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്നെ ഒഴിവാക്കാമെന്ന് പറഞ്ഞു. ഫൻസലഖ, രണ്ടുപേരും വീണ്ടും യാത്ര പോയി. ഹത്താ ഇദാ അതയാ അഹ്ല ഖറയത്തിൻ, ഒരു ഗ്രാമവാസികളുടെ അരികത്തേക്ക് എത്തിയപ്പോൾ ഇസ്തത്അമ അഹ്ലഹ, ആ നാട്ടുകാരോട് ഞങ്ങൾക്ക് ഭക്ഷണം വേണം എന്നവർ ആവശ്യപ്പെട്ടു. അങ്ങനെ വിദേശികളായ യാത്രക്കാരൊക്കെ ഒരു രാജ്യത്തേക്ക് എത്തിപ്പെട്ടാൽ ആ പ്രദേശത്തുള്ള ആളുകൾ അവരെ സഹായിക്കണമെന്നാണ്. ഫഅബൗ അൻ യുദയ്യിഫൂഹുമാ, അവർക്ക് ആതിഥ്യമരുളാൻ ആ നാട്ടുകാർ വിസമ്മതിച്ചു. ഭക്ഷണമൊന്നും കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. ഫവജദാ ഫീഹാ ജിദാറൻ, അങ്ങനെ നോക്കുമ്പോ അവിടെ ഒരു മതിൽ അവർ കണ്ടു. യുരീദു അൻ യൻഖല്ല, വീഴാറായി നിൽക്കുന്ന മതിൽ. ഫഅഖാമ, അത് പോയിട്ട് ഖദർ നബി നേരെയാക്കി കൊടുത്തു. ഒരു മതിൽ വീഴാറായി നിൽക്കുന്നു, അത് പോയിട്ട് ആ കല്ലൊക്കെ താഴെ വെച്ച് രണ്ടാമത് താഴെ നിന്ന് പെടുത്തിട്ട് ഖദർ നബി ആ മതിലങ്ങ് ലെവലാക്കി കൊടുത്തു. ഖാല, മൂസ നബി ചോദിച്ചു പോവാൻ, ലൗ ശിഅ്ത, ഇതൊന്നും വലിയ ചോദ്യമൊന്നുമല്ല, നോക്കണം. മൂസ നബി എന്താ പറഞ്ഞേ? ലൗ ശിഅ്ത ലത്തഖദ്ത അലൈഹി അജ്റ,
ഇതെന്തിനു വെറുതെ ചെയ്യുന്നത്, അതിന് വല്ല പൈസ വാങ്ങിക്കൂടെ, നിങ്ങൾ വെറുതെ ഇത് ചെയ്യേണ്ടതുണ്ടോ? ഖാല ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക, നമ്മൾ രണ്ടാളും പിരിയാണ് മൂസ നബിയെ, കഴിഞ്ഞു. നിങ്ങൾക്ക് എന്നെ കൂടെ നടക്കാൻ പറ്റൂല, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എന്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാം. ഈ ചോദ്യം എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ചോദിക്കാൻ പാടില്ല. പക്ഷെ ഇത് അങ്ങനെ ഒരു കാര്യമായ ചോദ്യമാണ് തോന്നൂല്ല. അതിന് പൈസ വാങ്ങിച്ചൂടെ, എന്തിനിപ്പോ വെറുതെ ചെയ്തു കൊടുക്കുന്നത്? നമുക്ക് വിശന്നിട്ട് ഈ നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ച് അവര് തന്നിട്ടില്ല, എന്നാ പിന്നെ മതിൽ നേരാക്കി തരാം, അതിന് കൂലി തരണം, നമുക്ക് അതുകൊണ്ട് ഭക്ഷണം വാങ്ങിച്ചൂടെ, ഏതായാലും വിശന്ന് നടക്കല്ലേ. ഖദർ നബി പറഞ്ഞു ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക, മൂസ നബിയെ നമ്മൾ രണ്ടാളും പിരിയാണ്, നമ്മൾ രണ്ടുപേരും ഇതാ ഇവിടുന്ന് പിരിയുകയാണ്. സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റാ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന വിഷയം എന്താണെന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം. ആ 3 കാര്യങ്ങളുടെ നിജസ് എന്തിനായിരുന്നു ഞാനത് ചെയ്തത് എന്ന് ഇപ്പൊ പറഞ്ഞുതരാം. അമ്മ സഫീന, ഇവിടെ തസ്തത്വ എന്നുണ്ട്, ഇനി അവസാനം തസ്ത്യ എന്ന് വരും. തസ്തത്വ നിങ്ങളെ കൊണ്ട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലല്ലേ, തീരെ കഴിഞ്ഞില്ല. ഇനി വരുന്ന തസ്ത്യ, ഒരു താ കുറയുന്നുണ്ട്, തസ്ത്യ. ഓ, ഇതായിരുന്നു നിങ്ങൾക്ക് കഴിയാതെ പോയത് കേട്ടോ. അപ്പോ മനസ്സിലായപ്പോ ഈ വിഷയം ലഘു, ഓ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ, എനിക്ക് ക്ഷമിച്ചാൽ മതിയായിരുന്നു എന്ന് മൂസ നബിക്ക് തോന്നും. ആ തസ്ത്യ എന്ന വാക്ക്, തസ്തത്തി, നിങ്ങൾക്ക് ഒരിക്കലും കഴിഞ്ഞില്ലല്ലോ ക്ഷമിക്കാൻ. ദാ ഞാൻ പറഞ്ഞുതരാം. അമ്മ സഫീന, ആ കപ്പൽ, ഫഖാനത്തിൽ മസാക്കീൻ, അത് മിസ്കീന്മാരുടേതായിരുന്നു, മിസ്കീന്മാരുടേതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇമാമുന ശാഫിഈ തങ്ങൾ ഈ ആയത്തിൽ നിന്നാണ് മിസ്കീനും ഫക്കീറും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഫക്കീർ ഡെസ്റ്റിറ്റ്യൂട്ട്, എക്സ്ട്രീംലി പൂർ, വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാണ് ഫക്കീർ എന്ന് പറയാം. മിസ്കീൻ, ആള് ഗൾഫിലും വിസൊക്കെ ഉണ്ട്, നാട്ടുകാരെ കണക്കിൽ പ്രവാസിയാണ്, ഗൾഫുകാരനാണ്, പക്ഷേ കടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. ഷോപ്പുണ്ട്, മൊത്തം കടാണ്. ഒരു ഷോപ്പിന്റെ മുതലാളിയാണ്, പക്ഷെ ആള് കടക്കാരനാണ്. ആള് ഗനിയാണോ സമ്പന്നനാണോ? അല്ല. ഫക്കീറാണെന്ന് ചോദിച്ചാൽ അതുമല്ല, ആള് മിസ്കീനാണെന്നാണ്. കാഴ്ചക്കാരുടെ കണ്ണിൽ ആള് മുതലാളിയായിരിക്കും, പക്ഷെ ആള് ദാരിദ്ര്യം, അവർക്കാണ് മിസ്കീൻ എന്ന് പറയാം. ഈ കപ്പലിന്റെ ആളുകൾ മിസ്കീന്മാരാണ്, അവരൊരുപാട് കടബാധ്യതയുള്ള ആളുകളാണ്, പക്ഷെ കപ്പലുണ്ട്. പറഞ്ഞിട്ടെന്താ, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറയില്ലേ? വിശുദ്ധ ഖുർആൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കിതാണ്. ഫുഖറ എന്ന് അധികം പറയാറില്ല, അവർക്ക് എല്ലാവരും സഹായിക്കും. അവർ ഒരു കുഞ്ഞിനെ കെട്ടിച്ചു കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിനെ കെട്ടിക്കാനുള്ള പൈസ ബാക്കിയായിരിക്കും. മിസ്കീന്മാരങ്ങനെയല്ല, ഒരു കല്യാണം കഴിഞ്ഞാൽ പുര വിൽക്കേണ്ടി വരും. കല്യാണം കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടായി. നാട്ടുകാരും കടക്കാർ വന്നിട്ട് ഫോൺ ചെയ്തിട്ട് ഇടങ്ങാറാക്കും, നമ്മളെ ഇറച്ചിന്റെ പൈസ, നമ്മളെ പന്തലിന്റെ പൈസ എന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയിട്ടേ, അപ്പൊ കഴിയില്ല. ആ കപ്പൽ മിസ്കീന്മാരുടേതായിരുന്നു. യഅ്മലൂന ഫിൽ ബഹ്രി, അവർ കടലിൽ ജോലി ചെയ്യുന്നവരാണ്. ഫഅറദ്തു അൻ അഈബഹ, ഞാൻ ആ കപ്പലിനൊരു കേട് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു, ആ കപ്പല് കേടുവരുത്താൻ ഉദ്ദേശിച്ചു. എന്തിന്? വകാന വറാഅഹും മലികുൻ, നമ്മൾ ഇറങ്ങിയിട്ട് ഇവർക്ക് വേറെ സ്ഥലം വരെ പോവാനുണ്ട്, അവിടെ ഒരു രാജാവുണ്ട്. യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ, എല്ലാ നല്ല കപ്പലും പിടിച്ചു വാങ്ങുന്ന ഒരു രാജാവ് അവിടെയുണ്ട്. അദ്ദേഹം ഏത് കപ്പൽ വരുമ്പോഴാ രാജാവ് ചെന്നിട്ട് കപ്പലിന്റെ ഉള്ളിലൂടെ നോക്കും, ആ ഇതെനിക്ക് വേണം അന്നത് രാജാക്കന്മാർ അങ്ങനെ. പിന്നെ ചിന്താബാദും പിക്കറ്റിംഗ് ഒന്നും ഇല്ലല്ലോ, പോയി കപ്പല് പോയി. അപ്പോ ഈ കപ്പൽ ഈ മിസ്കീന്മാർക്ക് കിട്ടണം, അതിനെ ഞാൻ കേടുവരുത്തി. അപ്പൊ രാജാവ് വന്നു, ഇത് പൊളിഞ്ഞ കപ്പലാ, ഇത് വേണ്ടോ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇവർക്ക് ഈ കപ്പൽ തിരിച്ചു കിട്ടണം. അവർ നമുക്ക് ഉപകാരം ചെയ്ത ആളുകളാണ്, ഞാൻ അതിനാണ് കേടുവരുത്തിയത്, അവരെ മുക്കിക്കൊല്ലാനല്ല. ആ കപ്പലിന്റെ കഥ അതാണ്. അമ്മൽ ഗുലാം, പിന്നെ ആ കുട്ടി ഞാൻ കൊന്നില്ലേ, ഫകാന അബവാഹു മുഅ്മിനൈൻ, ആ കുട്ടിയുടെ ഉമ്മയും വാപ്പയും ഈമാനുള്ള നല്ല മനുഷ്യരാണ്, അല്ലാഹുവിനെ പേടിക്കുന്ന നല്ല മനുഷ്യരാ. ഫഖശീന, നമുക്ക് പേടി വന്നു, അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫറ, ഈ കുട്ടി ഉമ്മയെയും വാപ്പയെയും ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോയിക്കും. ഈ കുഞ്ഞു കാരണം ഉമ്മയും വാപ്പയും അമുസ്ലിമീങ്ങളായി മാറിയേക്കും, അവർക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവേണ്ട അവസ്ഥ വരും. ഇവൻ ഒരു കുഞ്ഞ്, മോശമായൊരു കുഞ്ഞുണ്ടാവാനെക്കാളും നല്ലത് കുഞ്ഞില്ലാതിരിക്കാനാണ്. അപ്പൊ മക്കളില്ല എന്ന് വിചാരിച്ച് മക്കളില്ലാത്തവർ ഒരുപാട് വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. നമുക്കൊരുപാട് വേറെയും ഒരുപാട് മക്കളെ നമുക്ക് വളർത്താൻ കഴിയും. നമുക്കുണ്ടാകുന്ന മക്കള് ദുഷിച്ച മക്കളാണെങ്കിൽ ആ കുഞ്ഞിനിക്ക് ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ഉമ്മയും വാപ്പ ആഗ്രഹിച്ചു പോകും. അപ്പോ ഈ ഉമ്മയെയും വാപ്പയെയും ഇസ്ലാമിൽ നിന്ന് വരെ പുറത്തു കൊണ്ടുപോവാൻ ഈ കുട്ടി കാരണമാവും. ഈ കുട്ടിയെക്കാളും പരിശുദ്ധിയുള്ള ഒരു കുട്ടിയെ അള്ളാഹു ഇവർക്ക് പകരം കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു.
മാതാപിതാക്കളോട് സ്നേഹബന്ധമുള്ള ഒരു കുഞ്ഞിനെ ഇവനതിന് പറ്റൂല. ഇവൻ വലുതായാൽ ഉമ്മയും വാപ്പയും നോക്കൂല, ഉമ്മയും വാപ്പയും ഇസ്ലാമിൽ നിന്ന് വരെ പുറത്തു കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയെ കൊന്നത്. അമ്മൽ ജിദാർ, പിന്നെ ആ മതിൽ ഞാൻ എന്തിനാ വെറുതെ നേരാക്കിയതെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്. ആ മതിലിന്റെ കാര്യം, ഫഖാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന, ആ നഗരത്തിൽ ജീവിക്കുന്ന 2 യതീം മക്കളുടെ സമ്പത്ത്, വകാന തഹ്തഹു കൻസുൽ ലഹുമാ, ഇവരുടെ വാപ്പ മരിച്ചുപോയിട്ടുണ്ട്. വാപ്പ മക്കൾക്ക് വേണ്ടി നിധിയായി കുറച്ച് സംഖ്യ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അന്നത്തെ ലോക്കർ എന്ന് പറഞ്ഞാൽ ഭൂമിന്റെ ഉള്ളിൽ കുഴിച്ചിടലാണ്. അന്നത്തെ ബാങ്ക്, അന്നത്തെ സേഫ് എന്നൊക്കെ പറഞ്ഞ അതാണ്. അപ്പൊ ഈ മതിലിന്റെ തറയുടെ ഉള്ളിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ വാപ്പ കുഴിച്ചിട്ടുണ്ട്. വാപ്പ ദുആ ചെയ്ത്, പടച്ചവൻ എന്റെ മക്കൾ വലുതാകുമ്പോൾ ഇതെന്റെ മക്കൾക്ക് എത്തിച്ചു കൊടുക്കണമേ, അത് എങ്ങനെയെങ്കിലും ഈ മക്കളെ കയ്യിൽ കിട്ടും. ആ വാപ്പത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ മതിലിന്റെ ഉള്ളിലാണ്. അപ്പൊ ഈ മതിൽ പൊളിഞ്ഞു പോയാൽ വഴിയിൽ പോകുന്ന ആളുകൾ ഇത് കണ്ടെടുക്കൂലേ? അപ്പൊ ഈ കുട്ടികൾക്ക് ഇത് കിട്ടാതെ വരൂലേ? അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഈ സമ്പത്ത് കിട്ടണമെന്നെന്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആ മതിൽ നേരെയാക്കിയത്. അതിന് വേറെ കാരണം കൂടെ പറഞ്ഞു, വകാന അബൂഹുമാ സ്വാലിഹ, ഈ കുട്ടികളുടെ വാപ്പ, അത് നേരെ വാപ്പയല്ല, 7ാമത്തെ ഉപ്പാപ്പ സ്വാലിഹൻ, വളരെ നല്ല മനുഷ്യനായിരുന്നു. 7ാമത്തേതായിരുന്നു എന്ന് കിട്ടുന്ന തഫ്സീറിൽ നിന്നാണ്, ആയത്തിൽ നിന്ന് കിട്ടൂല. വകാന അബൂഹുമാ സ്വാലിഹ, ഈ കുട്ടികളുടെ 7ാമത്തെ ഉപ്പാപ്പ വളരെ നല്ല മനുഷ്യനാണ്. ഫഅറാദ റബ്ബുക്, അതുകൊണ്ട് അല്ലാഹുവിന്റെ തീരുമാനം, അൻ യബ്ലുഗ അശുദ്ധഹുമാ, അവർക്ക് പ്രായപൂർത്തി എത്തുകയും, വയസ്തഖരിജ കൻസഹുമാ റഹ്മത്തൻ മിർ റബ്ബിക്, പ്രായപൂർത്തി എത്തിയിട്ട് അപ്പോഴാണ് ക്രയവിക്രയത്തിന് ഒരു സാധനം ഉപയോഗിക്കാനും പൈസ കൈമാറാനും ഒക്കെയുള്ള പക്വത വരുന്ന സമയമെത്തിയാൽ ഇവരെന്ത് ചെയ്യണം? ഈ നിധി അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കണം. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ മതിൽ നേരെയാക്കിയത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരാൾ നന്നായാൽ ആ നന്മയുടെ ഫലം 7 തലമുറകളിലേക്ക് എത്തുമെന്നാണ്. ഒരുപക്ഷെ നമുക്ക് അള്ളാഹു തആല ചെയ്ത നിഅമത്തുകൾ, നമ്മുടെ പിതാക്കന്മാർ, വാപ്പ, വല്ലിപ്പയുടെ വല്ലിപ്പേ ഒക്കെ ദുആ ചെയ്ത് ദുആയിരിക്കും, പടച്ചോനെ എന്റെ തലമുറയിൽ നല്ല മക്കളുണ്ടാക്കണേ, അവർക്ക് നീ ഐശ്വര്യം കൊടുക്കണേ, അവർക്ക് നീ ഞങ്ങൾക്കുള്ള ഈ ദാരിദ്ര്യമൊന്നും എന്റെ മക്കൾക്കോ മക്കളെ മക്കൾക്കൊന്നും വരുത്തരുതേ എന്നൊക്കെ ചെയ്ത ഏതെങ്കിലും നല്ല ദുആ, അവര് ചെയ്ത ചില പ്രാർത്ഥനകൾ, അവരുടെ ചില ഔറാദുകളും ദിക്റൊക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് വേണ്ടി, മക്കളുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കും അങ്ങനെ ദ്വാരക്കണം. എന്റെ കുട്ടിക്ക് മാത്രമല്ല, തലമുറകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ ദുആ ചെയ്ത്, തലമുറകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോ ആ ഒരു നന്മയാണ് അല്ലാഹു തആല കാരണം പറഞ്ഞത്. വകാന അബൂഹുമാ സ്വാലിഹ, അവരുടെ വാപ്പ വല്ലിപ്പമാരിൽ കഴിഞ്ഞു പോയൊരു നല്ല മനുഷ്യനുണ്ടായതുകൊണ്ട് അത് കാരണം ഇവർക്കത് കിട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചു. അല്ലാഹു തആല പറയാണ്. അപ്പൊ അതിനാണ് ഞാനത് ചെയ്തത്. വമാ ഫഅൽതുഹു അൻ അംരി, ഇത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല. സദനബി പറയാം, ഞാൻ ഈ ചെയ്തതൊക്കെ എന്റെ ഇഷ്ടപ്രകാരം, എന്റെ ഒരു തീരുമാനം മാത്രമല്ല. ദാലിക തഅവീലു മാ ലം തസ്തി അലൈഹി സബ്റ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ വിശദീകരണം ഇതാണ് കേട്ടോ എന്ന് മൂസാ നബി അലൈഹിസ്സലാം. അപ്പൊ തസ്തി, ആ ഖനം കുറഞ്ഞു. ഓ, ഇത്രയായിരുന്നുള്ളൂ അല്ലേ, ഞാനതൊന്നും വിചാരിച്ചില്ല, ഞാനങ്ങ് ചോദിച്ചുപോയി എന്ന്. ആ തസ്തി എന്ന് പറയുന്നതിന്റെ ആ ഒരു ഗാംഭീര്യം, വിഷയം മനസ്സിലായാൽ പിന്നെ എളുപ്പമായി. അതാണ് അല്ലാഹു തസ്തി. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ ഒരു അക്ഷരത്തിന്റെ വ്യത്യാസത്തിൽ അതിന്റെ പ്രതികരണം, അതിന്റെ റിഫ്ലക്ഷനിൽ വ്യത്യാസം വരുന്നു. തസ്തി അലൈഹി സബ്റ എന്ന് മഹാനായ ഖദർ നബി അലൈഹിസ്സലാം സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിനോട്, റഹിമല്ലാഹു അഖി മൂസ, നബി തങ്ങൾ പറഞ്ഞു, എന്റെ സഹോദരൻ മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ലൗ സബറ, മൂസാ നബി ഒന്ന് ക്ഷമിക്കുകയാണെങ്കിൽ എത്രയോ കഥകൾ നമുക്ക് കിട്ടുമായിരുന്നല്ലോ. എന്തേ മൂസാ നബി ക്ഷമിക്കാതിരുന്നത്? എന്റെ സഹോദരൻ മൂസാ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും മൂസാ നബിയെ ഓർക്കുന്ന, തങ്ങളൊരു സ്വത്ത് ഓഹരി വെച്ചു കൊടുക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞത്, തിൽക ഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്, നബി ഞങ്ങൾ ഈ ഓഹരി വെച്ചതിലേ അള്ളാന്റെ തൃപ്തി കിട്ടാനെന്നല്ല ഞങ്ങൾ ഈ ഓഹരി വെച്ചതിൽ വേറെന്തോ തീരുമാനമുണ്ട് നിങ്ങൾക്ക്. തങ്ങൾക്ക് ദേഷ്യം വന്നു, കാരണം തങ്ങൾ നീതി ചെയ്തില്ല എന്നല്ലേ ഈ പറയണത്. ഇല്ലം അഅദിൽ ഫമൻ യഅദിൽ, ഞാൻ നീതി ചെയ്തിട്ടില്ലെങ്കിൽ ആരാണിത് ഇവിടെ ചെയ്യുക? അർഹർക്ക് ഓരോരുത്തർക്ക് അർഹമായതാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് നമ്മളിപ്പോ സാധനം ഓഹരി വെക്കുക, എല്ലാവർക്കും 10 അങ്ങനെ ആവണമെന്നില്ല. ചിലർക്ക് 2 മതിയാവും, ചിലർക്ക് 18 കൊടുക്കേണ്ടി വരും. അപ്പോ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചാണ് നബിതങ്ങളെ കൊടുക്കുന്നത്. അതിന്റെ പേരിൽ നബിതങ്ങളോട് നീതി ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോഴാ തങ്ങളൊരു വാക്ക് പറഞ്ഞത്, റഹിമല്ലാഹു അഖി മൂസ, എന്റെ സഹോദരൻ മൂസാ നബിയെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ലഖദ് സബറ അലാ അശദ്ദ മിൻ ഹാദാ, ഞാൻ ഈ കേട്ടതിനേക്കാളും വലുതൊക്കെ മൂസാ നബി കേട്ടിട്ടുണ്ടല്ലോ. എന്റെ മൂസാ നബി എത്ര ക്ഷമിച്ചു എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
കാരണം 10-25 കൊല്ലം അള്ളാഹുവിന്റെ തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തിട്ടേ അള്ളാഹു ഏകനാണെന്നും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാവൂ എന്ന് 20-25 കൊല്ലം പഠിപ്പിച്ചിട്ടാണ് ഫലസ്തീനിലേക്ക് കൊണ്ടുവരുന്നത്. അതും കടല് പിളർന്ന മഹാത്ഭുതം കണ്ടിട്ട്. കടലിലൂടെ നടന്നല്ലേ വരുന്നത്, വെള്ളം അങ്ങനെ നിൽക്കല്ലേ മതില് പോലെ. അതിന്റെ ഇടയിലൂടെ ആ മുഅ്ജിസത്തിലൂടെ നടന്നു വന്ന ആളുകള് ഇങ്ങ് ഫലസ്തീനിലേക്ക് വന്നപ്പോ ബഹുദൈവാരാധന ചെയ്യുന്ന, ബിംബാരാധന ചെയ്യുന്ന ആളുകൾ, യാ മൂസ, എന്താ മൂസ നബി, നമുക്ക് ഒരു പടച്ചോൻ, ഇവർക്ക് എത്രങ്ങാനും പടച്ചോന്മാരാ, നമുക്കും വേണ്ട കുറച്ച് ബിംബങ്ങളൊക്കെയാണ്. സയ്യിദന മൂസ നബി അലൈഹിസ്സലാം അവിടെ കൈവച്ചു, റബ്ബേ ഇങ്ങനെയുണ്ട് ഒരു സമുദായം, ഇത്രയും പഠിപ്പിച്ചു കൊടുത്ത്. മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ലാഹു തആല നിങ്ങൾക്ക് കാണിച്ചെന്ന അത്ഭുതങ്ങൾ മറന്നോ? ഇത് ഇപ്പൊ നിങ്ങൾ കയറിയിട്ടല്ലേ ഉള്ളൂ കടലിൽ നിന്ന്. ആ പടച്ചുതമ്പുരാൻ ഒന്നേ ഉള്ളൂ എന്ന് പഠിപ്പിച്ചിട്ട് വേറെ കുറെ ആൾക്കാർ വേറെ കുറെ പടച്ചന്മാരെ ഇബാദത്ത് ചെയ്യുന്നു. അപ്പോഴേക്ക് അങ്ങോട്ട് പോയി. മൂസാ നബി കിതാബ് വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് സീനാ പർവ്വതത്തിലേക്ക് പോയപ്പോഴേക്കും സാമിരി എന്ന് പറഞ്ഞ മനുഷ്യൻ, സമാരിച്ചൻ, അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സ്വർണത്തിന്റെ ഒരു കാഫ്, ഒരു പശുക്കിടാവിനെ ഉണ്ടാക്കി. ഇതന്നെ പടച്ചവനെ മൂസാ നബി കാണാത്തോണ്ട് ആരാധിച്ചോളുന്ന അവരങ്ങ് വീണപ്പോഴേക്കും അതിന്റെ മുമ്പിൽ മൂസാ നബി എപ്പോഴല്ലേ ഹാറൂൻ നബിന്റെ താടിക്ക് പിടിച്ചത്, യബ്ന ഉമ്മ ലാ തഖുദ് ബിലിഹയതി വലാ ബിറഅസി, എന്റെ ഉമ്മാന്റെ മോനെ എന്റെ താടിക്കും തലക്കും പിടിക്കും. മൂസാ നബി ഇങ്ങനെ പിടിച്ചു ഹാറൂൻ നബിയെ. നിങ്ങളത് കണ്ടില്ലേ, ഈ മനുഷ്യന്മാര് ഈ പശുക്കിടാവിനെ ആരാധിക്കുന്നത് കാണുമ്പോൾ എന്തേ നിങ്ങൾ തടയാതിരുന്നത്? മൂസാ നബി ദേഷ്യപ്പെട്ടു. അത്രയും ക്ഷമ കെട്ടുപോകുന്ന അവസ്ഥകൾ, പറഞ്ഞാൽ കേൾക്കാത്തൊരു സമൂഹമായിരുന്നു ബനീ ഇസ്രായേൽ. ബനീ ഇസ്രായേലുകൾ, ഇസ്രായേൽ സന്തതികൾ എന്നൊക്കെ പറയുമ്പോൾ അവര് പറയും, അറബ് രാജ്യത്തേക്ക് ജസീറത്തുൽ അറബിൽ വന്ന നബിമാരും അങ്ങ് പലസ്തീൻ ഭാഗത്ത് വന്ന നബിമാരും നോക്കിയാൽ അവിടെ വന്നതിന്റെ 10 വന്നിട്ടുണ്ടാവില്ല ഈ ഭാഗങ്ങളിൽ. അപ്പൊ അവർ അഭിമാനം പറയാറുണ്ടായിരുന്നു, ഞങ്ങൾക്കല്ലേ കുറെ നബിമാര് വന്നത്. അത്രയും കുരുത്തക്കേടുള്ളതുകൊണ്ടാണ് നബിമാർ അത്രയും കൂടുതൽ അങ്ങോട്ട് അയച്ചതെന്ന് അതിന്റെ മറുപടി. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരോ കൊല്ലുമായിരുന്നു, പറഞ്ഞ കേൾക്കൂലായിരുന്നു. ഓരോരോ മഹല്ലിലേക്കും ഒരു നബിമാരെ അയച്ചിട്ടുണ്ടെന്ന്, ഫലസ്തീൻ, ജോർദാൻ ഭാഗങ്ങളിലേക്കൊക്കെ, ഷാമിലേക്കൊക്കെ. അത്രയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ നബിയെ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഈ സംഭവം പറഞ്ഞപ്പോഴും നബിതങ്ങൾ പോലും കൊതിച്ചുപോയി. ഇത്ര രസകരമായ, നമുക്ക് കേൾവി പോലും ഇല്ലാത്ത, നമ്മുടെ കണ്ണുകൾക്ക് അതീതമായൊരു ലോകം ഖദർ നബി അലൈഹി ഇസ്ലാം പരിചയപ്പെടുത്തുകയായിരുന്നു. പിന്നെ ഷാമ്പിളിന് അത്ര മതി. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കഥ പറഞ്ഞു ഖുർആൻ, അല്ലേ? കുല്ലമാ ദഖല അലൈഹാ സക്കരിയ അൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാ ഹുനാലിക ദഅ സക്കരിയ. മറിയം എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹ ചെറുപ്പക്കാരി പെണ്ണാണ്. മഹദി 14 വയസ്സുള്ളപ്പോഴോ 15 വയസ്സായപ്പോഴാണ് ഷീ കൺസീവ്ഡ് ജീസസ്, ഈസ നബി അലൈഹിസ്സലാമിനെ ഗർഭം ധരിക്കുന്നത്. മലക്ക് റൂഹ് എഴുതുന്ന സമയം മറിയം ബീവിക്ക് അത്രേ പ്രായമുള്ളൂ, അത്രയും ചെറുപ്പമാണ്. പ്രായപൂർത്തിയായ ആ ഒരു സമയത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ എന്നർത്ഥം. അതിന്റെ മുമ്പാണ് മസ്ജിദുൽ അഖ്സായുടെ ഒരു ചാമ്പറിൽ, മെഹ്റാബിൽ, ഒരു റൂമിൽ ഒറ്റക്കായിട്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്ത് ചെയ്തിരുന്നത്. മസ്ജിദുൽ അഖ്സയിലേക്ക് പോയവർ കാണാൻ പറ്റിയിട്ടുണ്ട്. അവിടെ മറിയം ബീവി ഇബാദത്ത് ചെയ്ത സ്ഥലം, ആ ഒരു കല്ലിന്റെ മെഹ്റാബിന്റെ ഭാഗം നമുക്ക് ഇപ്പോഴും കാണിച്ചു തരുമല്ലോ. ഇവിടെയായിരുന്നു ആ ഇബാദത്ത് നടന്ന സ്ഥലം. കനീസത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ പള്ളിയുടെ ആ അടിഭാഗം മസ്ജിദുൽ അഖ്സന്റെ ഉള്ളിലേക്ക് താഴേക്ക് ഇറങ്ങി ചെന്നാൽ കാണും, ആ സ്ഥലമുണ്ട് അവിടെ. അപ്പോ അവിടെ ചെല്ലുമ്പോ മറിയം ബീവിന്റെ മുമ്പിൽ ഭക്ഷണം കിടക്കുകയാണ്, അല്ലേ? ഔട്ട് ഓഫ് സീസൺ. അന്ന് ആ കാലാവസ്ഥയിൽ അവിടെ കിട്ടാത്ത ഭക്ഷണം മറിയം ബീവിന്റെ മുമ്പിൽ. ഇത് അത്ഭുതമാണ്. അന്നാ ലകി ഹാദാ, മറിയം ഇത് എവിടെ നിന്നങ്ങ് കിട്ടിയത്? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, അല്ലാഹു തന്നതാണ്. ഹുനാലിക ദഅ, അപ്പോഴാ സക്കരിയ നബി ദുആ ചെയ്തത്. 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. വഷ്തഅല റഅസു ശൈബ, തല മുഴുവൻ നരച്ചിട്ടുണ്ട്. വഹനൽ അദ്മു മിന്നി, എല്ലുകളൊക്കെ ദുർബലമാണ്. വകാനത് ഇംറഅതി ആഖിറ, പെണ്ണ് ജീവിതത്തിൽ പ്രസവിക്കാൻ ഒരു കപ്പാസിറ്റി ഇല്ലാത്ത പെണ്ണുമാണ്. എന്റെ പെണ്ണ് അത്രയും ബാരനാണ്, എന്റെ ഭാര്യ പ്രസവിക്കൂല. അങ്ങനത്തെ ആളൊക്കെ ആണെങ്കിലും പടച്ചവനെ എനിക്ക് ഇനി കുഞ്ഞിനെത്താം. എന്തേ? മറിയമിന് ആരും കൊണ്ടുകൊടുക്കാതെ നീ ഒറ്റ കൊണ്ടുപോയിട്ടില്ലേ? അപ്പോ കാരണങ്ങളോ സീസണോ ഗാർഡനോ ഒന്നും വേണ്ട ഭക്ഷണം കൊടുക്കാൻ, പഴം കൊടുക്കാൻ മറിയം ബീവിക്ക്. അങ്ങനെയാണെങ്കിൽ നിന്റെ ആരോഗ്യമോ എന്റെ ഭാര്യയുടെ ആരോഗ്യമോ അതൊന്നും നിനക്ക് പ്രശ്നമല്ലല്ലോ. നിനക്ക് കാരണമില്ലാതെ തന്നെ കാര്യം നടത്തി തരാൻ കഴിയുമല്ലോ. അതുകൊണ്ട് നിനക്ക് കുഞ്ഞിനെ തരണം. ഹുനാലിക, അത് കണ്ടപ്പോ സക്കരിയ നബിക്ക് വന്നു, ഇങ്ങനെ അല്ലാഹു ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് കുഞ്ഞിനെ തന്നൂടെ? അങ്ങനെയാണ് യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. അതൊരു മുഅ്ജിസത്താണ്. മഹാനായ മറിയം ബീവിക്ക് സംഭവിച്ചത് അത് ഖറാമത്താണ് റളിയല്ലാഹു തആല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് യമനിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഒരു കൊട്ടാരം കടന്നുപോയത്. ആ കൊട്ടാരം സ്പേസിലൂടെ കടന്നുപോയി എന്ന് പറയാൻ പറ്റുമോ? കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് ആ സാധനം എത്തിയത്. വിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്, അല്ലേ? അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ.
ബിൽഖീസ് രാജ്ഞിയും കൂട്ടരും യമനിലെ സബയിൽ നിന്ന്, നമ്മുടെ സലാലന്റെ ഒരു ഭാഗമാണത്, അന്ന് സലാലയുടെ ഭാഗമൊക്കെ യമനാണ്, അവിടെ നിന്ന് ഫലസ്തീനിലേക്ക്, ഈലിയായിലേക്ക്, മസ്ജിദുൽ അഖ്സായിലേക്ക്, ജെറൂസലേമിലേക്ക് അവരുടെ കൊട്ടാരം ആരാ കൊണ്ടുവന്നു തരാം? 1 മണിക്കൂർ നേരം കൊണ്ട് ഞാൻ കൊണ്ടുവരാം. ഒരു ജിന്ന് പറഞ്ഞപ്പോഴേ പറ്റില്ല. പെട്ടെന്ന് ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ ഇൽമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു. ആസഫ് ഇബ്നു ബർഖിയ എന്നാണ് ആ മനുഷ്യന്റെ പേര്. അദ്ദേഹം പറഞ്ഞു, അന ആതിക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തറഫുക്, കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ ഞാൻ കൊണ്ടുവരാം. നബി അല്ലാതെ സാധാ മനുഷ്യനാണ്. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ടല്ലേ മനുഷ്യന്മാരും ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ കറാമത്തും മുഴുവത്തൊക്കെ നിഷേധിക്കുന്ന ആളുകൾ അത് ദഈഫാന്ന് പറയില്ലേ? അള്ളാന്റെ കലാമായി പോയില്ലേ? അതുകൊണ്ട് കണ്ണ് തുറക്കും മുമ്പ് കൊണ്ടുവരാം. കൊണ്ടുവന്നു. ഇതുപോലെയുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും. അത് അള്ളാഹുവിന്റെ ഈ ലോകത്തിന്റെ റബ്ബിന്റെ ചില ചര്യകളുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി തരാൻ ചില സൂചനകൾ തരാൻ. അതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, പെട്ടെന്ന് ഇതെങ്ങനെയെന്ന് ആലോചിച്ചിരിക്കേണ്ട. ഇങ്ങനെയും ഒരു ലോകം ചില ആളുകൾക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആക്സസിബിൾ അല്ലാത്ത ചില ലോകം ചില ആളുകൾക്ക് അള്ളാഹു തല കൊടുക്കുന്നുണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുപോലെ ലദുന്നിയായ ഇൽമ, അതങ്ങനെ അവർ മദ്രസയിൽ പോയി പഠിക്കണമല്ലത്. അത് ഹൃദയത്തിന്റെ ശുദ്ധി കൂടുമ്പോൾ അള്ളാഹു തല കൊടുക്കുന്ന സംഗതിയാണ്. ഉറക്കത്തിലൂടെ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ഇൽഹാമ് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്കറിയാം ചില വിഷയങ്ങൾ. കാണും മുമ്പേ അവർ മുഖം നോക്കിയിട്ട് പറയും ഇന്നതല്ലേ വിഷയം. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കശ്ഫ് എന്നാണ് പറയാ, ഇൽഹാം എന്ന് പറയും, കശ്ഫ് എന്ന് പറയും. അതിനൊക്കെ അതിന്റെയൊക്കെ വലിയൊരു ഉദാഹരണമാണ് ഖിദർ നബി അലൈഹി ഇസ്ലാമിന്റെ ഈ സംഭവം. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെയും മൂസ നബിയും ഖിദർ നബിയും നോക്കിയാൽ ഇൽമു കൊണ്ടും റിസാലത്ത് കൊണ്ടും ശ്രേഷ്ഠൻ മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാമാണ്. പക്ഷെ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഇൽമു ഖിദർ നബിക്കില്ല, ഖിദർ നബിയുടെ ഇൽമു മൂസ നബി അലൈഹി ഇസ്ലാമിനുമില്ല. അപ്പൊ മൂസ നബി അലൈഹി ഇസ്ലാം ഞാനാണ് ഇപ്പൊ അറിവുള്ള ആള് എന്ന് പറഞ്ഞ മറുപടിക്ക് അല്ലാഹു തആല അല്ല മൂസ നബി നിങ്ങൾ പറയേണ്ടിയിരുന്നത് അല്ലാഹു അഅലം എന്നാണ്. അത് പറയാത്തത് കൊണ്ട് നിങ്ങൾക്കറിയാത്തത് അറിവുള്ള ഒരാൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഈ യാത്രയുണ്ടായത്. ആ യാത്ര ഫിത്നത്തുൽ ഇൽമ്, ഇൽമു കൊണ്ടുണ്ടാകുന്ന ഒരു അഹങ്കാരമുണ്ട്. എനിക്കെല്ലാം അറിയാലോ എന്ന് തോന്നലും, എനിക്കിപ്പോ അറിയാത്തൊന്നുമില്ലല്ലോ, അതെനിക്കറിയാലോ എന്നൊക്കെ പറഞ്ഞൊരു അഹങ്കാരം മനുഷ്യന് വരുന്നതാണ്. അങ്ങനെ വരരുത്. അതുകൊണ്ടാണ് മൂസ നബി ഞാൻ നിങ്ങളുടെ കൂടെ കൂടട്ടെ, വളരെ വിനയത്തോടുകൂടെ, ഞാൻ നിങ്ങൾക്ക് എതിരായിട്ടൊന്നും ചെയ്യൂല, നിങ്ങൾ എന്നെ പറഞ്ഞയക്കല്ലേ പ്ലീസ്, എന്ത് ചെയ്യും, ഒന്ന് മാപ്പ് തരേ. ആ ഒരു താഴ്മയും വിനയവും അഹ്ലുൽ ഇൽമിന് വേണമെന്നാണ്. ഇൽമിന്റെ ആളുകൾക്ക് അങ്ങനെ വേണമെന്നാണ്. തന്നെക്കാളും ഇൽമും അറിവും വിവരവും പക്വതയുമുള്ള ഒരുപാട് ആളുകൾ ലോകത്തുണ്ട് എന്ന് തന്നെ എല്ലാ ആലിമും മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. നമ്മളെക്കാളൊക്കെ നമ്മൾ അറിയില്ല, ചിലപ്പോ മിണ്ടാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അത്ര ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത ആളുകളുണ്ടാവും. വലിയ ഇൽമും തഖ്വയും വറഉം ലദുന്നിയായ ഇൽമൊക്കെ കിട്ടുന്ന മാരിഫത്തിന്റെ അഹ്ലുകാർ, ഹഖീഖത്തിന്റെ അഹ്ലുകാരുണ്ടാവും. അപ്പോ അത്രയും അള്ളാഹുവിന്റെ ഇൽമ് പ്രവിശാലമാണ്. അള്ളാഹു കൊടുക്കുന്ന ഇൽമ് അതിന്റെ അളവും കണക്കും ആർക്കും അറിയില്ല. അതുകൊണ്ട് ആരും താനാണ് ഏറ്റവും അറിവുള്ളവൻ എന്ന് ധരിച്ചു പോവരുത്. ഒരു ആലിമാണെങ്കിലും ഹ്യൂമിലിറ്റി വേണം, വിനയം വേണം. നമ്മളൊക്കെ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇത്ര കൊല്ലം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഞാൻ തന്നെയാണ് അവിടുത്തെ വലിയ ആൾ, അങ്ങനെ ചിന്തിക്കേണ്ട. നമ്മളെക്കാളും എക്സ്പീരിയൻസും പ്രായവും കുറഞ്ഞ ആളുകൾ ഒരുപക്ഷെ നമ്മളെക്കാളും വിവരവും പക്വതയുമുള്ള ആളുകൾ വേറെ ഉണ്ടായിരിക്കുന്നു. അങ്ങനത്തെ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എന്റെ പാഠം അതാണ്. ആരെയും ചെറുതായി കാണരുത്. പ്രായം കൊണ്ട് പ്രായമുള്ള ആൾക്കാരല്ല, പ്രായം വലുത് തന്നെയാണ്. പ്രായത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. പക്ഷെ ഇൽമിന്റെ വിഷയത്തിൽ അങ്ങനെയല്ല. വാപ്പയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറഞ്ഞത്? വാപ്പ, നിങ്ങൾക്ക് നൽകപ്പെടാത്ത ഇൽമ് അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ വാപ്പ തന്നെയാണ്. പക്ഷെ ഇബ്രാഹിം നബിയുടെ വാപ്പാക്കില്ലാത്ത ഇൽമ് മകനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല കൊടുത്തു. ദാവൂദ് നബി നബിയാണ്, രാജാവാണ്, അധികാരമുള്ള നബിയാണ്, ബുദ്ധിയുള്ള നബിയാണ്, ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റിയ ആളാണ്. പക്ഷേ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ മനസ്സിലാവാത്തത് ഫഫഹംനാഹാ സുലൈമാൻ, ആ വിഷയത്തിന്റെ തീരുമാനം സുലൈമാൻ നബിക്ക് നാം പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ വാപ്പ മോശക്കാരനായതുകൊണ്ടല്ല, ഏജ് വ്യത്യാസം എളിമിന്റെ വിഷയത്തിലില്ല എന്നാണ്. അതുകൊണ്ടാണ് എളിമ് നിങ്ങൾ എന്ത് ചെയ്യണം, നഷ്ടപ്പെട്ടു പോയ സ്വത്താണ്, അതാരെന്ന് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയാൻ കാരണം. നമ്മൾ പേഴ്സ് നഷ്ടപ്പെട്ടാലേ ഒരു കുട്ടി പറയാം, അതേ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഈ പോടോ ഈ കുട്ടിയല്ലേ, അങ്ങനെ നമ്മൾ പറയോ? പടച്ചോനത് എന്റെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞാൽ കുട്ടിയിലിരുന്ന് വാങ്ങിക്കൂലേ? നഷ്ടപ്പെട്ടു പോയൊരു സാധനം നമ്മൾ തെരഞ്ഞു നോക്കുമ്പോഴേ അത് കൊണ്ടുവന്ന ആള് കുട്ടിയാണെന്നോ നാട്ടുകാരനാണെന്നോ വിദേശിയാണെന്നോ നോക്കൂലല്ലോ. എന്നതുപോലെയാണ് ഇൽമ്. എന്ത് ചെയ്യണം? അതിന്റെ അഹ്ലുകാരാണെങ്കിൽ കേട്ടോ, അഹ്ലുകാരാണെങ്കിൽ അതിൽ എന്ത് ചെയ്യരുത്, പ്രായവ്യത്യാസങ്ങളൊന്നും നോക്കരുത്. ആരിൽ നിന്നും ഇൽമ പഠിക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് ഇൽമിൽ ബറക്കത്തും അമലിന് തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. സമയം 10 മണി കൃത്യം നമ്മൾ തുടങ്ങി. കുറച്ച് ആളുകൾക്ക് നേരം വൈകി വന്നതുകൊണ്ട് നമ്മൾ ഒരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, അത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. വളരെ വ്യസനത്തോടെയും
വിഷമത്തോടെയും സങ്കടത്തോടെയും തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ എന്നാ പറയാൻ പറ്റുള്ളൂ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്ലാസ് ശനിയാഴ്ചത്തെ ക്ലാസ് ഇനി മുതൽ ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ്. അപ്പോ അത് വലിയൊരു മിസ്സിംഗ് ആണ്, എനിക്കും മിസ്സിംഗ് ആണ്. നമ്മളൊക്കെ 6 കൊല്ലയിലിപ്പോ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ തുടങ്ങിയിട്ട്. അപ്പോ ഇവിടുത്തെ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ആളുകൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് താൽക്കാലികമായി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ അബുദാബി തന്നെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഖുർആൻ ക്ലാസ് ആയിട്ട് ഒരു കുറെ ആളുകൾ കൂടുന്ന പരിപാടികൾ ഒക്കെ എന്ത് ചെയ്യാണ്, ഒരല്പനേരത്തേക്ക് നമ്മളൊന്ന് ഫ്രീസ് ചെയ്യാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് അത് ഖൈറിനായിരിക്കും. അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു നന്മ, ഒരു തീരുമാനം അതിലുണ്ടായിരിക്കും. എപ്പോഴെങ്കിലും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സമയമാണെങ്കിൽ എന്തായാലും നിങ്ങളൊക്കെ അറിയിക്കും. പിന്നെ നാട്ടിലെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്, അതിന്റെയൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും ആമിലൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. നേരായ വഴിയുണ്ട്. കുറെ ആളുകൾ നമ്മുടെ സ്പീച്ചസ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടും കുറെ നമ്മുടെ വെള്ളി വെളിച്ചമൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളിലൂടെ നാട്ടിലത്തെ പരിപാടിന്റെ ലൈവ് ലിങ്ക് കിട്ടും. അപ്പൊ നാട്ടിലെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. നാട്ടിലത്തെ ചുറ്റുപാടുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് എത്ര കാലം നമ്മൾ അങ്ങനെ നടക്കുമെന്നും അറിയാൻ പറ്റൂല. അത് ഇപ്പൊ ഏറെക്കുറെ ഒന്നുകൂടെ തുറന്നു പറയാൻ കുറെ പരിപാടി ഏൽപ്പിച്ച ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ ചില പരിപാടികളൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാ ആഴ്ചയിലുമുള്ള യാത്രയൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശമുണ്ട്. അപ്പോ എല്ലാം ഹൈറായി വരാൻ വേണ്ടി ദുആ ചെയ്യുക. എല്ലാറ്റിലും എന്തെങ്കിലുമൊക്കെ ഹൈറുണ്ടാവും. എനിക്ക് വളരെ വിഷമമുണ്ട്. നമ്മുടെ ഇസ്ലാമിക് സെന്റർ ഇത്രയും കാലം നമുക്ക് ഇതിന്റെ സൗകര്യം ചെയ്തെന്നു. ഇനിയും സൗകര്യത്തിന് റെഡിയാണ്. നമ്മുടെ പ്രവർത്തകർക്ക് ആർക്കും ഒരു വിഷമമൊന്നുമില്ല. നമ്മുടെ ക്വൈറ്റ് പേഴ്സണലി എനിക്ക് എന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാരണം കൊണ്ട് മാത്രമാണ്. അപ്പൊ ആരെങ്കിലും ഉസ്താദുമാരത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്നുള്ള വിഷയമൊക്കെ ആലോചിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ആരെക്കൊണ്ടെങ്കിലും ഒരു ക്ലാസ് ഇവിടെ നടക്കണമെന്ന ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാം ഖൈറാക്കി തരട്ടെ. കാരണം ആഴ്ചയിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനും പഠിക്കാനും കുറേയേറെ അധികം ദുആ ചെയ്യാനും കുറെ ദുആക്ക് ഉത്തരമുള്ള എനിക്ക് അനുഭവം ഈ സദസ്സിലുണ്ടായിട്ടുണ്ട്, എന്റെ പേഴ്സണൽ വിഷയങ്ങൾ വരെ. അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും പല ആളുകൾക്കും പല അനുഭവങ്ങളും. കാരണം ഒരു ഖുർആനിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന മജ്‌ലിസാകും, അതിനൊരു ബറക്കത്ത് അല്ലാഹു തരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയൊരു നഷ്ടം അതിന്റെ പിന്നിലുണ്ട്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഖൈർ തീരുമാനം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആവുന്നത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആല എല്ലാ വിഷയങ്ങളും പ്രത്യേകിച്ച് ദീനിന്റെ ദഅവത്തിന്റെ വിഷയങ്ങളിലൊക്കെ ഉള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അള്ളാഹു തആല അതൊക്കെ വളരെ എളുപ്പത്തിലും വിഷമല്ലാതെ സലാമത്താക്കി തരട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യാം. അബുദാബി തന്നെ ഉണ്ടാവും. അപ്പോ അബുദാബി വിട്ടുപോകണമെന്നില്ല. ഇൻഷാ അല്ലാഹ് ഇവിടെ തന്നെ ഉണ്ടാവും. വിളിച്ചാൽ കിട്ടും. എല്ലാവർക്കും കിട്ടണില്ല അല്ലേ? അപ്പോ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മള് ഇത്രയും കാലം ഇവിടെ നടന്ന സൽക്കർമ്മങ്ങളും ഒരുപാട് ആളുകൾ പായസം വിതരണം ചെയ്യാൻ നമ്മുടെ റിയാസ്കയെ പോലുള്ള ആൾക്കാരൊക്കെ ഇനിയുമുള്ള 4-5 ക്ലാസ്സുകൾക്കൊക്കെ പായസവും കാര്യമൊക്കെ ഓഫർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോ ഇൻഷാ അല്ലാഹ് സാരമില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ നിയ്യത്ത് അവർ ചെയ്യുന്ന പ്രവൃത്തിയേക്കാളും ഖൈറാകുന്ന. അപ്പൊ അങ്ങനെ നിയ്യത്തുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. പിന്നെ നിങ്ങളൊക്കെ സഹായിച്ചിരുന്ന ഒരു നമ്മുടെ ആലപ്പുഴയിലൊരു പള്ളി ഉണ്ടായിരുന്നു, ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ. ഞാൻ അവിടെ പ്രോഗ്രാമിന് പോയി ആ പള്ളി കണ്ടു. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വാർപ്പ് കഴിഞ്ഞു. അതിന്റെ കമ്മിറ്റിക്കാർ കൃത്യമായി ഇതിന്റെ കണക്ക് മൊത്തം അവർക്കൊരു കിട്ടിയ സംഖ്യയൊക്കെ അറിയിച്ചു. അപ്പോ അത് വളരെ സന്തോഷമായിട്ടുണ്ട്. നിങ്ങളോടൊക്കെ അതിന്റെ നന്ദി അവർ പറയാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഞാൻ ആ സ്ഥലം പോയി കണ്ടു, പള്ളി കണ്ടിട്ടുണ്ട്. അവിടെ പോയിട്ട് അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുപാട് നന്മകൾ നടന്നു. അതിനൊക്കെ ആരൊക്കെ കാരണക്കാരായിട്ടുണ്ടോ, ഇവിടുത്തെ നന്മകൾക്ക് വേണ്ടി ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇപ്പം നാട്ടിൽ പോകുമ്പോൾ കാണുന്നുണ്ട്. അപ്പോ അവർക്ക് വേണ്ടി നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി നമ്മളിപ്പോ ആരൊക്കെയാണ് അടുത്തോളം ഇവിടെ ഉണ്ടാവുക, എപ്പോഴാണ് നാട്ടിലേക്ക് പോവുക, എപ്പോഴാണ് മരിച്ചു പോവുക ഒന്നും അറിയില്ല. അപ്പോ എല്ലാവരുടെയും ദുആയിൽ എല്ലാവരും ഓർക്കുക. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ ദുആ ചെയ്യും. നമുക്ക് ഏതെങ്കിലും ഒരു 2 മൊമെന്റോ ഇവിടെ കൊടുക്കാനുണ്ട് 2 ആളുകൾക്ക്. അതുകൂടെ കഴിഞ്ഞ് നമ്മൾ ദുആ ചെയ്തുകൊണ്ട് പിരിയാണ്. അപ്പൊ നിങ്ങൾ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷയം അറിയിക്കുക. താൽക്കാലികമായി ചില സാങ്കേതിക കാരണങ്ങളാൽ എന്ന് മാത്രമേ നമുക്ക് പറയേണ്ടതുള്ളൂ. വേറെ വിഷയങ്ങളൊന്നുമില്ല. സെന്ററിനോട് നമ്മൾ നന്ദി പറയുന്നു. നമ്മുടെ സംഘാടകർ, ഇത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കള്, ഇവിടെ റെക്കോർഡിംഗ് ചെയ്യുന്ന ആളുകള്, ഇതിനുവേണ്ടി ബസ്സിൽ വരാൻ വേണ്ടി മുസഫക്കാർക്ക് വേണ്ടി പൈസ കൊടുക്കുന്ന കുറെ ആളുകളോടുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരുപാട് നന്മകളുടെ ഒരു സംരംഭമാണ്. അൽഹംദുലില്ലാഹ് ആ ഒരു നന്മയിൽ തന്നെ മുസഫയിൽ നിന്ന് വരുന്ന ബസ്സിന്റെ വാടക വകയിൽ 4800 രൂപ കൊടുക്കാൻ ബാക്കിയുണ്ട്. അതിപ്പോ പെൻഡിംഗ് ആണ്. അപ്പൊ അതിന് സഹായിക്കുന്ന ആളുകള് സദസ്സിലുണ്ടെങ്കിൽ അവർ മറക്കരുത്. അവർ കൊടുത്താൽ തീരാവുന്നുള്ളൂ അല്ലേ?
അതിൽ ആരെങ്കിലും പറ്റുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണം. 4800 അതിന്റെ ഡീസലും മറ്റു ചെലവിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ആരെ ഉണ്ടോ? അവിടെ ആയിക്കും കുമ്പോൾ തങ്ങളെ ഫോട്ടോ കുഞ്ഞുകോയ തങ്ങളെ അവിടെ ആര് വരുമോ? കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ തങ്ങളെ? ഞാൻ കാണുന്നില്ലല്ലോ. എങ്ങനെയാണ്? അൽഹംദുലില്ലാഹ് നമ്മളെ കാസർഗോഡ് ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. എപ്പോഴൊക്കെ പറ്റുമ്പോഴേ ഒന്ന് പോയി കാണുക. ഒക്കെ ജീവിതത്തിലെ വലിയ വലിയ സൗഭാഗ്യങ്ങളാണ്. എനിക്ക് വലിയൊരു സമാധാനവും ധൈര്യമുള്ളത് ഇങ്ങനത്തെ തങ്ങള്, അവരൊക്കെ വലിയ പൊരുത്തവും വലിയ സന്തോഷവും ഒക്കെ തരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മുടെ അത്തിപ്പറ്റ ഉസ്താദ്, ബഹുമാനപ്പെട്ട വാവാട് കുഞ്ഞുക്കോയ ഉസ്താദ്, നമ്മുടെ മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ മാണിയൂർ ഉസ്താദ്, നമ്മുടെ നീലേശ്വരൻ ഖാദി അവരുകള്, തോക്ക ഉസ്താദ്, അങ്ങനെ നമ്മുടെ പ്രഗത്ഭരായ ഒരുപാട് വലിയ വലിയ ആലിമീങ്ങൾ. നമ്മുടെ ചെറുവാളൂർ ഉസ്താദുണ്ട്, ഷംസുലുലമയുടെ വളരെ അടുത്ത ഖാദിമായിരുന്ന ചെറുവാളൂർ ഉസ്താദ്. തൃശ്ശൂർ ഭാഗത്ത് പാലപ്പള്ളി അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? പാലപ്പള്ളി കേട്ടവരോ കണ്ടവരോ പോയവരോ അല്ലേ? പാലപ്പള്ളിയിലെ സ്ഥാപനം നടത്തുന്നത് ഉസ്താദാണ്, ചെറുവാളൂർ ഉസ്താദ്. ഷംസുലുലമയുടെ ശിഷ്യനാണ്. ഷംസുലുലമന്റെ കൂടെ ഒരുപാട് ചെവിക്കൊരു പുലിക്കണ്ണി അല്ലേ? പുലിക്കണ്ണിയിൽ നാഷണൽ ഹൈവേ 47 ഇടത്തോട്ട് പോയിട്ടല്ലേ? അപ്പോ മഹാനവറുകളൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. അപ്പോ ഷംസുലുലമന്റെ വലിയ ഖാദിമായിരുന്നു. ഷംസുലുലമ മഹാനവറുകൾക്ക് റാഡോ വാച്ച് കൊടുത്തു. റാഡോ വാച്ച് കൊടുത്തപ്പോ ഉസ്താദ് അത് ഷംസുലുലമ കൊണ്ടുപോയി കൊടുത്തു. ഉസ്താദ് എടുത്തോളി എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, അത് നീ വെച്ചോ, നിനക്ക് വീട് പണിക്ക് വരാനുണ്ട്, നീ അത് വെച്ചിട്ട് വീട് പണിക്ക് എടുത്തോന്ന് പറഞ്ഞു. അവ കൊണ്ടുവന്നു. രണ്ടാമതൊന്ന് കൊടുത്തു. ഒരാൾ ആരോ സന്തോഷം കൊണ്ട് കൊടുത്തു. അത് ഉസ്താദിനെ കൊണ്ട് ഷംസുലുലമ കൊണ്ടുപോയി. ഷംസുലുലമ പറഞ്ഞു, അതും നീ എടുത്തോ, അത് ഇനി നിനക്ക് 7 എണ്ണം കിട്ടും, 7ാമത്തേത് നീ കെട്ടിക്കോ. അതിന്റെ 7 എണ്ണം നിനക്ക് 7 വാച്ച് നിനക്ക് കിട്ടും. അതിൽ 7ാമത്തേത് നീ കെട്ടിക്കോ, ബാക്കി നിനക്ക് നിന്റെ ചില ആവശ്യങ്ങളൊക്കെ അല്ലേ അതിനെടുത്തോന്ന് പറഞ്ഞു. ഉസ്താദ് പറയാണ്, അങ്ങനെ കിട്ടി 7ാമത്തെ വാച്ചാണ് ഇപ്പോഴും ഇവർ ഉപയോഗിക്കുന്നത്. ഇവരാണ് 7 എണ്ണം കിട്ടി, പിന്നെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ആ വാച്ച് ഇവര് കെട്ടി. ഇപ്പം മിഞ്ഞാന്ന് അവിടെ വന്നിരുന്നു, കാഞ്ഞങ്ങാട് ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് വലിയ വലിയ അത്ഭുതം. ഷംസുലുലമ അതുപോലത്തെ ഒരു മഹാനാണ്. നമ്മള് ഷംസുലുലമ ഈ കെ അബൂബക്കർ മുസ്ലിയാർ എന്നൊക്കെ പറഞ്ഞ മഹാനുണ്ടല്ലോ, പല ആൾക്കാർക്കും അറിയില്ല. നമ്മളിങ്ങനെ അപ്പുറപ്പുറം 2 അക്ഷരം വെച്ചിട്ട് അതിന് പകരം നിൽക്കുന്ന അങ്ങനെയൊന്നും അല്ല. ഷംസുലുലമ എവിടെയാണ്? ചെറുവാസ്താദിന് മേജർ ഓപ്പറേഷൻ ചെവിക്ക് വന്നിട്ട് ഇമ്മീഡിയറ്റ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതാ. കേൾവി ശക്തി പറ്റപ്പോയി പോകും. അത്രയും പ്രയാസമുള്ളൊരു മേജർ ഓപ്പറേഷൻ ചെവിക്ക് വേണമെന്ന് എറണാകുളത്തെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞപ്പോ ചെറുവാസ്ത പറഞ്ഞ ഞാൻ ഷംസുലുലമയോട് പോയി ചോദിക്കട്ടെ, ഷെയ്ഖൻ എന്താ പറയണെന്ന് നോക്കട്ടെ. നിനക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ടടോ, നീ പോയിക്കോ, അത് ഇന്ന് രാത്രി ഞാൻ അതിന്റെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ ചെയ്യും, നീ ഹോസ്പിറ്റലിൽ ഒന്നും പോണ്ട. അതൊരു വാക്കാണ്. അദ്ദേഹം പറയാൻ, അദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ ഇവിടെ സ്ഥലം മറന്നുപോയി, പോകുന്ന പോക്കല് ഒരു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി കയറി അസ്നസ്കരിച്ചപ്പോൾ ക്ഷീണം തോന്നി. മഗ്രിബ് വരെ അവിടെ ഇരുന്നു, യാത്ര തുടരാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ഇശാവ് നിസ്കരിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് കടന്നു, അതിൽ ഞാൻ ഉറങ്ങി. ആ ഉറക്കത്തിൽ ആരൊക്കെയോ ഒന്ന് എന്നെ ശരീരം ചികിത്സിക്കുന്നതോ ഓപ്പറേറ്റ് ചെയ്യുന്നതോ ഞാൻ അറിഞ്ഞു. ആ ഉറക്കത്തിന് എഴുന്നേറ്റതാണ്. പിന്നെ എനിക്ക് ആ സംഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഡോക്ടറെ പോയി കണ്ടു, അതൊരു കുഴപ്പമില്ലല്ലോ. അപ്പോ അങ്ങനെയൊക്കെ വലിയ വലിയ ആളുകൾ. അതുകൊണ്ട് ഷംസുലുലമയുടെ അതൊക്കെ അങ്ങനെയാണ്. ഷംസുലുലമ അവറുകൾ വഫാത്തായി കിടക്കുന്നത് നമ്മുടെ പുതിയങ്ങാടിയാണ്, കോഴിക്കോട് പുതിയങ്ങാടി വരക്കൽ മഖാമിലാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് സമസ്തയെ സ്ഥാപിച്ച മഹാൻ. അപ്പൊ വരക്കൽ തങ്ങന്മാര് മാത്രം കിടക്കണ മക്കാമ, തങ്ങന്മാർക്ക് മാത്രം, കൊയിലാണ്ടിയിലൊക്കെ അവർക്ക് മാത്രം ഒരു ഖബർസ്ഥാൻ ഉണ്ടാവും. ഒരുപാട് തങ്ങന്മാരിലോടത്ത് കാണും. അവരെ ബാക്കിയുള്ളവരെ കൂട്ടത്തിലല്ല ചെയ്യുക, അവർക്കായിട്ട് ചില കുടുംബ സ്ഥലങ്ങളുണ്ടാവും ഖബർസ്ഥാൻ. വരക്കൽ മുല്ലക്കോയ തങ്ങളും തങ്ങളുടെ കുടുംബക്കാരും മാത്രം കിടക്കുന്ന സ്ഥലമാണ്. ഷംസുലുലമ വഫാത്താകുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആ സ്ഥലം സമസ്ത വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സമസ്ത വാങ്ങിച്ചു ആ സ്ഥലം. ഷംസുലുലമയുടെ ആഗ്രഹമായിരുന്നു 10-40 കൊല്ലം സമസ്തയുടെ
ജനറൽ സെക്രട്ടറിയായി സേവനം ചെയ്ത ആ മഹാൻ ഇത് തുടങ്ങിയ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ അരികത്ത് തന്നെ കിടക്കണമെന്ന് ശംസുൽ ഉലമക്ക് ഒരു ആഗ്രഹം, മനസ്സിൽ ആഗ്രഹമുണ്ട്. ശംസുൽ ഉലമ പലരോട് പറഞ്ഞിട്ടുണ്ട്. അവസാന കാലത്താണ് അത് വാങ്ങിക്കുന്നത്. അത് വാങ്ങിച്ചു. ശംസുൽ ഉലമ ഇപ്പൊ കിടക്കുന്നത് വരക്കൽ തങ്ങളുടെ തൊട്ടരികത്താണ്. ശംസുൽ ഉലമ അല്ലാത്ത തങ്ങളല്ലാത്ത ശംസുൽ ഉലമ തങ്ങളല്ല, സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ആളല്ല. പക്ഷെ വേറെ ഒരാളെ അവിടെ മറവിയൂല്ല, മറവയെ അവിടെ വിടൂല്ല. മഹാനാ ശംസുൽ ഉലമ അവിടെ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് സമസ്ത, എവിടെയാണ് ദീൻ, എവിടെയാണ് യഥാർത്ഥ സമസ്ത കിടക്കുന്നത് എന്ന് തുടങ്ങിയ ആളും ഇത്രയും കാലം കൊണ്ടു നടന്ന ആളും ഞങ്ങളിവിടെ എന്റെ അരികത്ത് കിടക്കുന്ന ആളെ കണ്ടില്ലേ, ഇവിടെയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാവണം. അല്ലാഹു ആലം. അതുവരെ അങ്ങനെ ഒരു ആഗ്രഹം ആരും പറയാറില്ല. ആ ഒരു മഖാമ് വാങ്ങിക്കാനും തീരുമാനമില്ല. സമസ്തത് വാങ്ങിച്ചു. ഇന്നവിടെ വലിയ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ആയി. ശംസുലുമയുടെ അന്ത്യവിഷമം കൊള്ളാണ്. ഒരുപാട് ശംസുലുമയുടെ കറാമത്തുകൾ മാത്രം തന്നെ ഒരു ദിവസം പറയണ്ടാവും. അത്രയും വലിയ മഹത്തുക്കളൊക്കെ ഈ പറഞ്ഞ റിജാലുൽ നമ്മുടെ ഗൈബിന്റെയും കശ്ഫിന്റെയും ആളുകൾ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയാൻ പറ്റും. അല്ലാഹുവേ, അല്ലാഹു തആല അവരുടെയൊക്കെ കൂടെ സ്വർഗ്ഗലോകത്ത് നമ്മളൊക്കെ അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ നമുക്ക് ഈ മൊമെന്റോ 750 ദിർഹംസ് ഒരാൾ തന്നിട്ടുണ്ടല്ലേ. അൽഹംദുലില്ലാഹ്. ഉമ്മാന്റെ കാൽമുട്ടിന്റെ വേദന മാറിക്കിട്ടാനും ഭാര്യയ്ക്കും മകൾക്കും മൈഗ്രെയിന്റെ അസുഖമുണ്ട്, അത് മാറിക്കിട്ടാൻ വേണ്ടി, അതുപോലെ ശ്വാസതടസ്സത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്, കാൽമുട്ട് വേദന മാറിക്കിട്ടാനും ബസിന്റെ കടത്തിലേക്ക് 750 ദിർഹംസ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അത് സ്വീകരിക്കട്ടെ. തമ്പുരാൻ ഇവര് ഈ സഹോദരൻ അവരെന്താണോ ഉദ്ദേശിച്ചത് അവരുടെയൊക്കെ കുടുംബത്തിലും മക്കളിലും ഭാര്യയ്ക്കും അവർക്കൊക്കെ ഉള്ള അസുഖം ഈ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് നീ സലാമത്താക്കി കൊടുക്കണേ തമ്പുരാനെ, ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ കൂലി കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആർക്കെങ്കിലും പറ്റുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, അതിലേക്ക് കൊടുക്കുക ഇൻഷാ അല്ലാഹ്. ഒരു 4000ന്റെ അതല്ലേ. അൽഹംദുലില്ലാഹ്. പറഞ്ഞു. അസ്സലാമു അലൈക്കും. പിന്നെ വർഷങ്ങളായി നമുക്ക് ഉസ്താദിന്റെ ക്ലാസ് നമുക്ക് മാത്രമല്ല യുഎയിലും അതുപോലെ യുഎക്ക് പുറത്തുമുള്ള ഒരു ക്ലാസ്സിലും ഓൺലൈനിലും അതുപോലൊക്കെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വിഷമമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ് നമുക്ക് ഉസ്താദ് ഇപ്പൊ തന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ക്ലാസ് നമുക്ക് താൽക്കാലികമായിട്ട് ഇല്ലെങ്കിലും ഏറ്റവും അടുത്ത സമയത്ത് തന്നെ വീണ്ടും നമുക്ക് ഉസ്താദിന്റെ ക്ലാസ് ഈ സദസ്സിൽ കിട്ടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തായാലും ഉസ്താദിന്റെ ക്ലാസ് കൊണ്ട് നമുക്ക് ഒരു വലിയ ഒരു സമൂഹത്തെ തന്നെ നമുക്കിവിടെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗുണങ്ങളൊക്കെ നമുക്കൊക്കെ എല്ലാവർക്കും ഇതിലുള്ള അവസരവും കിട്ടിയതാണ്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉസ്താദിന്റെ ക്ലാസ് ഇവിടെ തുടരണം എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം. അല്ലാഹു അതിനുള്ള വഴികൾ നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ വെച്ച് 3 പതിറ്റാണ്ടിലേറെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ പോകുന്ന നമ്മുടെ പ്രവർത്തകരായ അബ്ദുൽ കരീം, അതുപോലെ TC അബ്ദുൾ റസാഖ് എന്നിവർക്ക് അബുദാബി സുന്നി സെന്ററിന്റെ ചെറിയൊരു മൊമെന്റോ കൊടുക്കാണ്. അതിന് അബുദാബി സുന്നി സെന്ററിന്റെ ഭാരവാഹികളെ സദസ്സിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ്. സയ്യിദ് ഫൈസി ഉസ്താദ്, അതുപോലെ ആരൊക്കെയാണ് ഇവിടെ തങ്ങൾ, ആരൊക്കെയാണ് ഇവിടെ അബുദാബി സുന്നി സെന്ററിന്റെ ഭാരവാഹികൾ ആരൊക്കെയാണുള്ളത് എല്ലാവരും സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഷ്റഫ് ഹാജി വാരം എല്ലാവരും, അതുപോലെ ഉസ്മാൻ ഹാജിക്ക എല്ലാവരും. അബ്ദുൽ കരീം സദസ്സിലില്ലേ? വരും അബ്ദുൽ കരീം, അതുപോലെ TC റസാഖ് സാഹിബ്, ഹാരിസ് ബാക്കവി, ഇവരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. തങ്ങള്, അബുദാബി സുന്നി സെന്ററിന്റെ എല്ലാവരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പിന്നെ ആര് 200 ദിർഹംസ് അല്ലേ? ഒരു കുഞ്ഞിന് ചെവി കേൾവി ബുദ്ധിമുട്ടുണ്ട്, അതിന് ഷിഫ കിട്ടാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് 200 ദിർഹംസ് ഈ ബസിന്റെ ഇതിലേക്ക് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു കുഞ്ഞിന് ഷിഫ കൊടുക്കട്ടെ, പരിപൂർണമായ ആശ്വാസം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തിന്റെ ഭാര്യ ഖത്തറിൽ ഓപ്പറേഷന് വിധേയമായിട്ട് കിടക്കുകയാണ്. ഇച്ചിരി കോംപ്ലിക്കേഷനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്ക് വളരെ പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഇവിടെ മാഷാ അല്ലാഹ് നമ്മുടെ ബസ്സില് 1050 ദിറംസ് അതിന്റെ ബസ് ഓടിക്കുന്നവർക്ക് കൊടുക്കേണ്ട ബാധ്യതയായിരുന്നു. അതവര് വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവായിട്ടുണ്ട്. അപ്പോ അല്ലാഹു അതിന് പകരം അവർക്ക് ഖൈർ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ജോലി ബുദ്ധിമുട്ടും പ്രശ്നമുണ്ട്. ഈമാൻ സലാമത്താവാനും 1000 ദിറംസ് അതിലേക്ക് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അത് കബൂലാക്കട്ടെ. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. $200 ദിറംസ് ഒരാളൊരു ഉമ്മ ഡയാലിസിസിന് വിധേയമായിരിക്കുകയാണ്. അവർക്ക് ഷിഫ കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി അള്ളാഹുവേ നീ അവർക്ക് ഷിഫ കൊടുക്കണേ തമ്പുരാനെ. ഒരു കുഞ്ഞ് പരീക്ഷയിൽ എക്സാം ഇരിക്കുന്ന മക്കളുണ്ട്, അവർക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കാൻ. ഇപ്പം 10th +2 ഒക്കെ എക്സാം നടക്കുന്നുണ്ടല്ലോ. അള്ളാഹു അവർക്കൊക്കെ വളരെ റാഹത്തുള്ള വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവർക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ഉള്ള അവസരം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ സാന്ദർഭികമായി അറിയിക്കുകയാണ്, ഇപ്പോൾ നാട്ടില് ക്ലാസ് നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയൊക്കെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരിപാടികൾ നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ലൈവ് അതിന്റെ ലിങ്ക് വരും. ഇപ്പൊ നമ്മുടെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ല, അതില് പലരും തുടങ്ങി. ഈ യൂട്യൂബിലൊക്കെ ഒരു വിഷയം എന്ന് വെച്ചാൽ അതില് പരസ്യം സ്വീകരിച്ചിട്ട് അതിന് പൈസ ഉണ്ടാക്കുന്ന ഏർപ്പാടുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് നമ്മളത് ചെയ്യാൻ പാടില്ല. കാരണം അതില് കാശുണ്ടാക്കാന്ന് വെച്ചാൽ നമ്മളെ വ്യൂവേഴ്സിന്റെ എണ്ണത്തിനനുസരിച്ചൊക്കെ കാശ് കിട്ടും. പക്ഷെ നമ്മളത് വേണ്ട എന്ന് വെച്ചൊരു വിഷയമാണ്. അത് വേറെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസും ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരസ്യം ഇടുന്നുണ്ട്. അതെനിക്ക് പൊരുത്തല്ല എന്ന് അറിയിക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ദഅവത്ത് ചെയ്തോളൂ, പക്ഷെ അതെന്ത് ചെയ്യരുത്, യൂട്യൂബുകാരെ പൈസ ഒന്നും ഹലാലാവില്ല. ഒന്ന് അവർക്ക് കിട്ടുന്നത് ഈ മ്യൂസിക്കൊക്കെ ഉപയോഗിക്കുന്ന കമ്പനികളുടെയും ഏതെങ്കിലും പെണ്ണുങ്ങളൊക്കെ വെച്ച് പരസ്യം ചെയ്യുന്ന കമ്പനികൾ കൊടുക്കുന്ന പൈസയാണ്. നമുക്ക് ഹലാലല്ല. അതെന്ത് ചെയ്യരുത്, എന്റെ പേരിൽ ചെയ്യരുത്. നിങ്ങൾ വേറെ ആരുടെങ്കിലും എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ ക്ലാസ്സുകളോ കാര്യങ്ങളോ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ദഅവത്ത് ഉദ്ദേശിച്ചിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. എന്ത് ചെയ്യരുത്, അതിൽ പൈസ ഉണ്ടാക്കരുത്. നമ്മൾ ഉണ്ടാക്കണില്ല. നമുക്കങ്ങനെ വേണമെങ്കിൽ മാസത്തിൽ ₹1,00,000 ഉണ്ടാക്കാനോ ഒപ്പുണ്ട് അതിൽ. പക്ഷെ വേണ്ട, നമ്മൾ വേണ്ടാന്ന് വെച്ചതാണ്. അങ്ങനെ ആർക്കെങ്കിലും ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം നമ്മൾ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്ന ആളുകളോട് അത് ഉണർത്താറുമുണ്ട്, ഇൻ കേസ് വല്ല മിസ്റ്റേക്കും വരികയാണെങ്കിൽ. അപ്പോ അത്തരം ലൈവിന്റെ ലിങ്കുകൾ കിട്ടും. ക്ലാസ് നടക്കുന്നതിന്റെ ഒരു 3 മണിക്കൂർ മുമ്പായിട്ട് നാട്ടിലത്തെ ലിങ്ക് കിട്ടും. അപ്പൊ അതിന്റെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉപയോഗിക്കുന്നവരോ യൂട്യൂബ് ലിങ്കൊക്കെ കിട്ടുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് 1.5 മണിക്കൂറിലെ ക്ലാസ് ഉള്ളൂ. നാട്ടിൽ 2.5-3 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോ ചില വിഷയാവതരണങ്ങളായിരിക്കും, പുതിയ പുതിയ വിഷയങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ അതൊക്കെ ഉപകാരപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ തന്നെ വരണമെന്നില്ല, എവിടെയാണെങ്കിലും സൗകര്യമുള്ള നെറ്റ് ഉണ്ടെങ്കിൽ കേൾക്കാനും പറ്റും ലൈവ്, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കാം. അപ്പോ ഇൻഷാ അല്ലാഹ് അത്തരം വിഷയങ്ങളിലൊക്കെ നാട്ടിലും ഒക്കെ എല്ലായിടത്തും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന വിഷയം ഞാനതിവിടെ പറയുന്നില്ല. അപ്പൊ അതിലൊക്കെ നമ്മുടെ പെണ്ണുങ്ങളും ഉമ്മമാരും ഒരുപാട് നിങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്ന ദുആ ഒരു വലിയൊരു സംഭവമാണ്. കാരണം ഞാൻ മുമ്പ് ഇവിടെ ഈ വിഷയം സൂചിപ്പിച്ചിരുന്നു, അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ പ്രബോധകന്മാർക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി, കാരണം ദീനിന്റെ ദഅവത്ത് നിന്നുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കക്ഷികളുണ്ട്. അപ്പോ അത് നിന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടം സമൂഹത്തിന് വലിയ നഷ്ടമാണ്. അപ്പോ അത് ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ ദ്വാരക്കണം. എന്ത് ചെയ്യരുത്, അള്ളാഹുവിന്റെ ദീന്റെ ദഅവത്ത് മുടങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അതിന്റെ ആരൊക്കെ അതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്ക് അങ്ങനെ തോന്നാതിരിക്കാൻ, വെറുതെ ഫിത്ന തോന്നുകയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ദുആകളിൽ പ്രത്യേകം അതുകൂടെ ഒന്ന് ആഡ് ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരുപാട് ആളുകൾ ദീന്റെ ദഅവത്തിൽ വ്യാപൃതരാണ്. അവർക്ക് കുട്ടികളും മക്കളും ജോലിയും ടെൻഷനൊക്കെ ഉള്ളവർ തന്നെയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോവാൻ വേണ്ടി പലരും നമ്മുടെ ഇൻ ആൻഡ് ഔട്ട് പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുണ്ടാവരുത്. അതൊക്കെ ഉണ്ടാകുന്ന നഷ്ടം ദീനിനാണെന്ന് മനസ്സിലാക്കി അത്തരം ആളുകളൊക്കെ പിന്തിരിയണം. അതിനുവേണ്ടി അവർക്ക് നല്ല മനസ്സുണ്ടാകാൻ വേണ്ടി ഇതുവരൊക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖൈറാക്കി കൊടുക്കട്ടെ. ആമീൻ. മകന്റെ ജോലി നഷ്ടപ്പെട്ടു, തിരിച്ച് കിട്ടുന്നതിന് പ്രത്യേകം ദ്വാരക്കണം. അല്ലാഹു ഖൈറായ ജോലി കൊടുക്കട്ടെ. 3 വയസ്സായ ആൺകുട്ടിക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടണം. അല്ലാഹുവേ കുഞ്ഞിന് ശിഫ കൊടുക്കണേ തമ്പുരാനെ. നമ്മുടെ അൽഹംദുലില്ലാഹ് ബസ്സിലേക്കുള്ള എല്ലാ ബാധ്യതകളും തീർന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹ് ഒരുപാട് നിയ്യത്തുകൾ വെച്ചിട്ടുണ്ട്. ഉമ്മയുടെ അസുഖം ഹലാലായ ഉദ്ദേശം പൂർത്തിയാവാനും കുടുംബത്തിനും ജോലിക്കൊക്കെ വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട്
കുറച്ചാളുകൾ അത് ഏറ്റെടുത്തു. അത് ആരൊക്കെയാണെന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹു അവർക്കെല്ലാം ജീവിതത്തിലും ദുനിയാവിലും നാളെ ഖബറിലും ആഖിറത്തിലും ഒക്കെ തക്കതായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പുതുതായി ബിസിനസ് തുടങ്ങുന്നുണ്ട്. അതിന്റെ പേപ്പേഴ്സ് പെട്ടെന്ന് ശരിയാവാൻ വേണ്ടി അള്ളാഹു തആല വളരെ സന്തോഷത്തിലായി അവർക്കതിൽ ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ആമീൻ. സഹോദരന്റെ പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 3400 അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞു. അള്ളാഹുവിനെ അദ്ദേഹത്തിന്റെ ഹക്ക് തിരിച്ചേൽപ്പിക്കണേ തമ്പുരാനെ. ഭാര്യയുടെ വാപ്പയുടെ സഹോദരി ക്യാൻസർ സംബന്ധമായ 2ാം വട്ട ചികിത്സയിലാണ്. കാലിലെ എല്ലിൽ വരെ ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹുവെ സഹോദരിക്ക് അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റഹ്മാനെ. വീടിന് നമ്പർ കിട്ടാൻ ചെറിയ പ്രയാസമുണ്ട്. അള്ളാഹുവിനെ അത് സലാമത്താക്കി കൊടുക്കണേ റബ്ബെ. കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി എല്ലാ മക്കൾക്കും അള്ളാഹുവിനെ നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും പഠിക്കാൻ സീറ്റ് കിട്ടുക, അതൊക്കെ വലിയ വിഷയങ്ങളാണ് ഇവിടെ. അപ്പോൾ ആളുകൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. ആമീൻ. ഭർത്താവിന്റെ കടം തീരാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ എടുത്തിട്ട് അടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കായി ഇതുമായി ക്രെഡിറ്റ് കാർഡുമായൊക്കെ നടക്കുന്ന ആൾക്കാരെ. അപ്പോ അള്ളാഹു തആല അതിൽ കുടുങ്ങിയവർക്ക് രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു തആല അവരുടെ നമ്മുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുമുള്ള കടബാധ്യതകളും വീടാൻ അള്ളാഹു നമുക്ക് വഴി എളുപ്പാക്കി തരട്ടെ. ആമീൻ. കിണർ കുത്തുന്നുണ്ട്. അള്ളാഹുവിനെ ഇതിൽ ഹൈറായ രീതിയിൽ അവർക്ക് വെള്ളം കൊടുക്കണേ തമ്പുരാനെ. തൈറോയ്ഡ് സുഖകരമാവാനും ഒരു കുഞ്ഞുണ്ടാവാനും ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ നീ ആ സഹോദരിക്ക് ശിഫ കൊടുക്കണേ റബ്ബെ. അവർക്ക് നീ ഒരു കുഞ്ഞിനെ കൊടുക്കണം തമ്പുരാനെ. സ്വാലിഹായ കുഞ്ഞിനെ കൊടുക്കണേ റബ്ബെ. പിന്നെ നിക്കാഹ് അടുത്ത മാസമാണ്. റാഹത്താൻ വേണ്ടി ദുആ വസിയത്തുണ്ട്. മുഹമ്മദ് അനസ്, തിരുവനന്തപുരം. അള്ളാഹു നീ സന്തോഷത്തിലുള്ള ഒരു വിവാഹ ജീവിതം നൽകണേ തമ്പുരാനെ. നാട്ടിൽ പോവാണ്. യാത്ര സുഖകരമാവാൻ അള്ളാഹു യാത്രയും അവിടെ നിന്ന് അങ്ങോട്ടും അള്ളാഹു നീ ഖൈർ ചെയ്തു കൊടുക്കണേ റബ്ബെ. ജ്യേഷ്ഠന് മാനസിക രോഗമായി വിഷമത്തിലാണ്. ശിഫ കൊടുക്കണേ റഹ്മാനെ. 4 മാസം പ്രായമുള്ള കുട്ടി 2 മാസത്തോളായി പാല് കുടിക്കാതിരിക്കുകയാണ്. അള്ളാഹുവെ ആ കുഞ്ഞിന് നീ ശിഫ കൊടുക്കണേ റബ്ബെ. കുഞ്ഞിന് എന്ത് ബുദ്ധിമുട്ടാണോ അകറ്റി കൊടുക്കണേ റഹ്മാനെ. ആമീൻ. ജോലി നഷ്ടപ്പെട്ട സഹോദരന് വിഷമത്തിലാണ്. ഖൈറായൊരു ജോലി നീ പകരം കൊടുക്കണേ റബ്ബെ. വലിയൊരു സംഖ്യ ഒരാളുടെ കയ്യിൽപ്പെട്ട് തിരിച്ചു കിട്ടാനുണ്ട്. അള്ളാഹുവെ ഹക്ക് നീ തിരിച്ചേൽപ്പിച്ചു കൊടുക്കണേ റബ്ബെ. 1 മാസമായി ബോധമില്ലാതെ കിടപ്പത്തിലാണ്. സ്ട്രോക്ക് സംഭവിച്ചതാണ്. അള്ളാഹുവെ എല്ലാ ഡോക്ടർമാരും കൈവിട്ടു, എന്നാലും നീ കൈവിടല്ലേ റബ്ബെ. നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. ചൂരപ്പിലാക്കുൽ കുഞ്ഞമ്മദ് ഹാജി, ഊരകം, കിഴക്കുമുറി, നെല്ലിപ്പറമ്പ്. എന്താണ് അർഷാദ് കല്ലുമ്മക്കുൽ കുറ്റിയേരി, പാനൂര്. എന്താണ് സംഭവം? മരണപ്പെട്ടതാണോ? ആരാണ് എഴുതി തന്നത്? എന്താണ് വിഷയം? കുഞ്ഞമ്മദ് ഹാജി, ഊരകം, കിഴക്കുമുറി, നെല്ലിപ്പറമ്പ്. നമ്മൾ മരിച്ചിട്ടില്ലെങ്കിൽ മരിച്ചു റഹ്മത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വിഷമായി പോയി. ഒരിക്കൽ അങ്ങനെ ഉണ്ടായി. ഒരാളിങ്ങനെ ലിസ്റ്റ് തന്നു. ഞാൻ റബ്ബെ ഖബറ് സലാമത്താക്കണേ, ഇതൊക്കെ ദ്വാരുന്നവന് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണെന്ന് പറയാ, അവര് രോഗികളാണെങ്കിൽ അള്ളാഹു ശിഫ കൊടുക്കട്ടെ, മരിച്ചുപോയവരാണെങ്കിൽ അള്ളാഹു മഗ്ഫിറത്ത് ചെയ്ത് കൊടുക്കട്ടെ. ആമീൻ. പിന്നെ ഡ്രൈവർ ജോലി ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അബ്ദുസ്സലാം നമ്പറൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെയും അങ്ങനെ ഒരു ജോലി ഡ്രൈവർ ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരാളിവിടെ ഉണ്ട്. അതാണ് 0503116448 നമ്പർ തന്നിട്ടുണ്ട്. അള്ളാഹു ഖൈറായി ജോലി കൊടുക്കട്ടെ. ജ്യേഷ്ഠന് ക്യാൻസറിന്റെ ലക്ഷണമാണെന്ന് പറയുന്നു. അള്ളാഹു നീ ശിഫ കൊടുക്കണേ റബ്ബെ. 2 വയസ്സായ കുഞ്ഞിന് കിഡ്നിയുടെ ബുദ്ധിമുട്ടുണ്ട്. റബ്ബെ നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. മകൾക്ക് മൂക്കിൽ നിന്ന് രക്തം പോകുന്ന അസുഖമാണ്. ശിഫ കൊടുക്കണേ തമ്പുരാനെ. 9 വയസ്സുള്ള മകൾക്ക് 63 kg തൂക്കം. അപ്പോ ഭാരക്കൂടുതലുള്ള വിഷമത്തിലാണ്. അള്ളാഹു നീ ആഫിയത്തും സലാമത്തും കൊടുക്കണേ റബ്ബെ. ഭാര്യയ്ക്ക് വിട്ടുമാറാത്ത തലവേദനയുണ്ട്. നീ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. പുതിയ ജോലിക്ക് ഇന്റർവ്യൂ കഴിഞ്ഞ് HR പോയിട്ടുണ്ട്. അള്ളാഹു നീ ഖൈറാക്കി കൊടുക്കണേ റബ്ബെ. ജോലി പ്രതിസന്ധിയുള്ള ആളുകൾ ടെർമിനേഷൻ ഉണ്ടാവോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടോ എന്നൊക്കെയുള്ള ഭീഷണിയിലും പ്രയാസത്തിലുമുള്ള ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം അതാണ് ഖൈറെങ്കിൽ അള്ളാഹുടെ നിലനിർത്തി കൊടുക്കട്ടെ. അതല്ലെങ്കിൽ ഒരു ഖൈറായ ഒരു ജോലിയും മഈശത്തും അള്ളാഹു പകരം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മക്കളുടെ പരീക്ഷ തുടങ്ങാൻ പോവാണ്. എല്ലാ മക്കൾക്കും വേണ്ടി ദ്വാരക്കുന്നു. എല്ലാവർക്കും നല്ല വിജയവും നല്ല ഓർമ്മശക്തിയും അച്ചടക്കവും അദബും ഇൽമും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരിമാരുടെ സുഖപ്രസവത്തിന് വേണ്ടി എല്ലാ ഗർഭിണികളായ നമ്മുടെ സഹോദരിമാർ, അവർക്ക് നീ സുഖപ്രസവം നൽകണേ തമ്പുരാനെ. ഈമാൻ കിട്ടി മരണപ്പെടാൻ എല്ലാവർക്കും അള്ളാഹു ഈമാൻ സലാമത്താക്കി തരട്ടെ. ഉമ്മാന്റെ കാലിന്റെ നീര് മാറി കിട്ടാൻ വേണ്ടി റബ്ബെ നീ സലാമത്ത് കൊടുക്കണേ റബ്ബെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ റബ്ബെ. ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, ഇതിന്റെ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. സൗദിയിലുള്ള സഹോദരിക്ക് പ്രസവത്തിന്റെ സമയമെടുത്തിരിക്കുന്നവർക്ക് നീ പ്രസവം എളുപ്പമാക്കി കൊടുക്കണേ റബ്ബെ. ഓൺലൈനിൽ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. അള്ളാഹു അവർക്കും നമുക്കെല്ലാം
എല്ലാ നന്മയിലേക്കും എത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആമീൻ. പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. വിസിറ്റ് വിസയിൽ വന്ന് ജോലി ഇല്ലാത്തവരുണ്ട്, ഖൈറായ ജോലി അല്ലാഹു നൽകട്ടെ. ഈ ആഴ്ചയിൽ മരണപ്പെട്ട ഒരാളുടെ 3 കൂട്ടുകാരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. മാതാപിതാക്കളുടെ രോമശമനത്തിന് വേണ്ടി അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ശനിയാഴ്ചത്തെ ക്ലാസ് ഇവിടെ തുടരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉസ്താദുമാര് മാറി മാറിയിട്ട് എന്തുണ്ടായിരിക്കും, ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അടുത്ത ആഴ്ച നമ്മുടെ പ്രഗത്ഭനായ ആസിഫ് ദാരിമി ഉസ്താദ് ഉണ്ട്, അവരുടെ ക്ലാസ് ഉണ്ടായിരിക്കും. ദീനിന്റെ ദഅവത്തിലൊക്കെ ഒരുപാട് ഇടപെടുന്ന, അന്നൊരിക്കൽ ഇവിടെ പരിചയപ്പെടുത്തിയിരുന്നു, കുട്ടികൾക്ക് വേണ്ടിയും ടീനേജേഴ്സിന് വേണ്ടിയൊക്കെ ക്ലാസ് എടുക്ക് പരിചയമുള്ള നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ വിദ്യാർത്ഥികൾക്കൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട ആസിഫ് ദാരിമി. അവർ ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്. അപ്പൊ അവര് അടുത്ത ശനിയാഴ്ച ഇതേ സമയം ഇതേ സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് പരിപാടി ഉണ്ടായിരിക്കും. അത് തുടർന്നും ക്ലാസ്സുകൾ ഇപ്പോൾ ആരെങ്കിലും ഉസ്താദുമാരായിട്ട് ഇവിടെ നടത്താൻ തന്നെയാണ് സെന്ററിന്റെ തീരുമാനം. അപ്പോ എല്ലാവരും ആ വിഷയത്തിലേക്ക് വളരെ ഇപ്പൊ നിങ്ങൾ വരുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, വരണം. ഒരാഴ്ചയിൽ എന്തെങ്കിലും എവിടെന്നെങ്കിലും ആയിട്ട് ഒരു മോട്ടിവേഷനും ഒരല്പം ഒരു എനർജിയും ഒരു ചാർജിങ്ങും കിട്ടിയാൽ നമുക്കൊരു വലിയ ഉന്മേഷമായിരിക്കും. അപ്പൊ നഷ്ടപ്പെടുത്തരുത്. എനിക്ക് തന്നെ വളരെ മിസ്സിംഗ് ആണ് അത്. എനിക്ക് തന്നെ നമ്മള് ഇവിടെ ക്ലാസ് ഉണ്ടാവുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോ പിന്നെ ഇന്ന് വൃത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അതുകൊണ്ടാണ് അത്ര വിഷയമുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആവുമ്പോൾ എന്ത് ചെയ്യണ്ടേ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയിക്കും. അപ്പോ ഞാൻ ക്ലാസ് എടുക്കാൻ വരണ്ട് ഇൻഷാ അല്ലാഹ്. ഒരു ഹുദവി ഇവിടെ കുട്ടിക്ക് പനി പിടിച്ച് 6 മാസമായി, ശരീരമാസകലം ചൂടായി ചൂടുകല ഒന്ന് പ്രയാസത്തിലാണ്. അല്ലാഹുവിന് ശിഫ കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാണ് നമ്മുടെ സെന്ററിന്റെ ഭാരവാഹികള്, ഇതിനെ സഹകരിച്ച ആളുകൾ, നമ്മുടെ ഉസ്മാനാജി, ഉമ്മറാജി തുടങ്ങി ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ഓടി നടക്കുന്ന നമ്മുടെ നവാസ്, പിന്നെ നമ്മുടെ നൌഫലുണ്ട്, ഇപ്പൊ നാട്ടിലാണ്. നമ്മുടെ IT ടീം മൊത്തം മാഷാ അല്ലാഹ്, അഷ്റഫ് അടക്കമുള്ള IT ടീം. അപ്പൊ നമ്മുടെ വേറെ നമ്മുടെ കാഞ്ഞങ്ങാട് അഷ്റഫ് തുടങ്ങി ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി വളരെ പായസം ആരതാ പായസം മാഷാ അല്ലാഹ് പായസം ഇവിടെ എത്തിക്കാനും കൊണ്ടുവരാനും വിതരണം ചെയ്യാനും പിന്നെ ഗ്ലാസ്സൊക്കെ ഇവിടെ വെച്ചുകൊണ്ടതൊക്കെ പെറുക്കിയെടുക്കാനും അങ്ങനെയൊക്കെ ഈ കസേര തന്നെ അടുക്കി വെക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? അങ്ങനെയൊക്കെ ചെറുതും വലുതുമായ ഓരോരുത്തരും അവരുടെ കഴിവിന്റെ പരമാവധി സേവനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അതൊക്കെ അറിയുന്നവരാണ്. തക്കതായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ നമ്മളാ ബന്ധം വിട്ടുപോയിരിക്കാൻ ഞാനിങ്ങനെ ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെ ലിങ്ക് വരും. അപ്പൊ നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അത് വരാറുണ്ട്. അപ്പൊ അതില്ലാത്തവരിൽ കൂടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു നിരന്തരമായ ഒരാഴ്ചയിലെ ഒരു ക്ലാസ് മതിയല്ലോ. അതിപ്പോ നാട്ടിൽ നടക്കുന്നത് കിട്ടും. നാട്ടിൽ തന്നെ ഉച്ചക്കും രാത്രി 2 ക്ലാസ്സായിട്ട് രണ്ട് വിഷയങ്ങളായിട്ട് വരാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള അവസരമുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാം ഖൈറാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വഹബീബിനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഈ സദസ്സിനെ നീ കാണിച്ചു കൊടുക്കണേ റബ്ബേ. ഇവിടുത്തെ സ്വലാത്തുകൾ നീ എത്തിക്കണേ തമ്പുരാനെ. അവിടുത്തെ ഇത് കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ പൊരുത്തവും നിന്റെ റഹ്മത്തും നിന്റെ ഫضലും നിന്റെ ഔദാര്യവും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഈ സദസ്സിലുള്ള എല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹു ഇവിടെ വരാറുണ്ടായിരുന്നവർ, ഇവിടെ വന്നിരുന്നവർ, വന്ന് പിന്നെ എന്തെങ്കിലും പണക്കം കൊണ്ട് തെറ്റിപ്പോയവർ ആരൊക്കെ ആവട്ടെ എല്ലാവർക്കും എല്ലാവിധ ഖൈറും നീ ചെയ്തു കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, നിന്റെ ദീനും നിന്നെ മനസ്സിലാക്കാനും ആഖിറത്ത് അറിയാനുമുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് നീ ഒരുപാട് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. ഞങ്ങളുടെ ഇൽമ് വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ അമല് വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. തിന്മകളിലേക്ക് പോവാതെ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റബ്ബേ. തെറ്റുകളിലേക്ക് പോവാതെ കാവൽ നൽകണേ റബ്ബേ. ഏതെങ്കിലും അവസരങ്ങളിൽ തെറ്റ് സംഭവിച്ചു പോകുമ്പോൾ പെട്ടെന്ന് തൗബ ചെയ്യാനും ആ പഴയ രീതിയിലേക്ക് തിരിച്ചു വരാനുമുള്ള ഒരു ഊർജ്ജവും ഒരു തൗഫീഖും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നന്മകൾ ഞങ്ങൾക്ക് ഇഷ്ടമാക്കി തരണേ റബ്ബേ. തിന്മകളും നിനക്ക് തെറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ശരീരത്തിനും ഞങ്ങൾക്കും വെറുപ്പാക്കി തരണേ തമ്പുരാനെ. റഹ്മാൻ ഞങ്ങളുടെ കൂട്ടുകാരികൾ, സഹോദരന്മാര്, സഹോദരിമാര്, ഞങ്ങൾ എല്ലാവരെയും അല്ലാഹുവേ മുഴുവൻ സമയവും നിന്റെ സംരക്ഷണത്തിലാക്കണേ റബ്ബേ. നിന്റെ കാവലിലാക്കണേ റബ്ബേ. നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഭാര്യ സന്തതികൾക്ക്, ഞങ്ങളുടെ കൂട്ടുകാർക്ക് അല്ലാഹുവേ ദീനി പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന പണ്ഡിതന്മാർ, നേതാക്കന്മാർ, സംഘടനാ ഭാരവാഹികൾ, ഈ സെന്ററിന്റെ ഭാരവാഹികൾ എല്ലാവർക്കും ഉണ്ടാകണേ തമ്പുരാനെ.
കാരുണ്യവാനായ റഹ്മാനായ മാലിക്കുൽ മുലൂക്കായ ഞങ്ങളുടെ യജമാനനായ ഉടമസ്ഥനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം, അത് നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്ന ദിവസമാക്കണേ റഹ്മാനെ. അള്ളാഹു, ഇതിന്റെ ഇടയിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള വിഷയങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പരിഹരിക്കണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, കാരുണ്യവാനായ തമ്പുരാനെ, അള്ളാഹുവേ റഹ്മാനായ റബ്ബേ, ഒരുപാട് രോഗികളുടെ ദ്വാരക്ക